ഈ മഹാപ്രപഞ്ചത്തിൽ മനുഷ്യൻ്റെ ജീവിത ലക്ഷ്യത്തെക്കുറിച്ച്, അസ്തിത്വത്തെക്കുറിച്ച് വളരെ സീരിയസ് ആയ അന്വേഷണങ്ങൾ നടത്തുന്ന, ആലോചിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു വീഡിയോയിലേക്കാണ് നിങ്ങൾ പ്രവേശിക്കുന്നത്. وما أرسلناك إلا كافة للناس بشيرا ونذيرا. ഓക്കെ, അപ്പോൾ നമ്മൾ വലിയ ആമുഖങ്ങളും മുഖവുരകളും ഇല്ലാതെ ആരംഭിക്കുകയാണ്. വളരെ സന്തോഷമുണ്ട്. കോഴിക്കോട് നമ്മൾക്കറിയാം, ഒരുപാട് സംവാദങ്ങൾക്കും ഒരുപാട് സംഭാഷണങ്ങൾക്കും പേര് കേട്ട, അത്തരം ചർച്ചകളും വൈജ്ഞാനിക വ്യവഹാരങ്ങൾ കൊണ്ട് സമ്പന്നമായ ഒരു ചരിത്രം ഉറങ്ങുന്ന ഒരു മണ്ണ് തന്നെയാണ്. അവിടെ പ്രൊഫൗണ്ട് TV സംഘടിപ്പിക്കുന്ന ഇന്റലക്ച്വൽ ഡിബേറ്റ് സീരീസിന്റെ ആദ്യ ഇവന്റ്, ഇതൊരു തുടക്കമാണ്, ഇതൊരു അവസാനമല്ല. ഇനിയും ഇതുപോലെയുള്ള ഡിബേറ്റുകൾ വ്യത്യസ്തമായിക്കൊണ്ടുള്ള സമൂഹത്തിലെ വ്യത്യസ്ത ദാർശനിക ധാരകളിലുള്ള ബുദ്ധിജീവികളുമായിക്കൊണ്ട് പ്രൊഫൗണ്ട് TV സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതിൻ്റെ ഒരു തുടക്കമാണ്. ആ തുടക്കത്തിലുള്ള സന്തോഷം നിങ്ങളെ മുഴുവൻ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. മനുഷ്യൻ, സമൂഹം, പ്രപഞ്ചം എന്ന വിഷയത്തിൽ രണ്ട് വ്യത്യസ്ത ദർശനങ്ങളിൽ നിന്നുകൊണ്ട് ഈ മനുഷ്യനെയും സമൂഹത്തെയും പ്രപഞ്ചത്തെയും നോക്കിക്കാണുന്ന, അതിനെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു വൈകുന്നേരത്തിനാണ് നമ്മൾ സാക്ഷിയാകാൻ പോകുന്നത്. ഇവിടെ സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ രണ്ട് സംവാദകരും, ഇരു സംവാദകരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഒന്നാമതായി ഞാൻ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ഡോക്ടർ PK പോക്കർ സാഹിബിനെയാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയാനുള്ളത്, അദ്ദേഹം കാലിക്കറ്റ് സർവകലാശാലയിലെ ഫിലോസഫി പ്രൊഫസറായിരുന്നു. മാത്രമല്ല അദ്ദേഹം എഴുത്തുകാരനാണ്, സാമൂഹ്യ വിമർശകനാണ്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട സ്വത്വരാഷ്ട്രീയം എന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥം 2008 ഏറ്റവും നല്ല വൈജ്ഞാനിക പുസ്തകമായിക്കൊണ്ട് നോൺ ഫിക്ഷനായിട്ടുള്ള പുസ്തക കൃതിക്കുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് പുരസ്കാരം നേടുകയുണ്ടായിട്ടുണ്ട്. അങ്ങനെ വൈജ്ഞാനിക രംഗത്ത് ഒരുപാട് സംഭാവനകൾ അർപ്പിച്ചിട്ടുള്ള അക്കാഡമിക് പണ്ഡിതനായിട്ടുള്ള, സാമൂഹ്യ വിമർശകനായിട്ടുള്ള അതിഥി തന്നെയാണ് നമ്മുടെ ഈ ഇന്റലക്ച്വൽ ഡിബേറ്റ് സീരീസിന്റെ അതിഥിയായിക്കൊണ്ട് സംവാദകനായിട്ട് നമ്മൾക്ക് ലഭിച്ചിട്ടുള്ളത്. രണ്ടാമത്തേത് നമ്മുടെ മുസ്തഫ തൻവീറാണ്. ഇസ്ലാമിക ചിന്തകനും എഴുത്തുകാരനും പ്രഭാഷകനും അതോടൊപ്പം വൈജ്ഞാനിക രംഗത്ത് ഒരുപാട് പുസ്തകങ്ങൾ രചിക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തിത്വമാണ്. അപ്പോൾ നമ്മളുടെ ഒരു വൈജ്ഞാനിക ദൈക്ഷണികമായിക്കൊണ്ടുള്ള വികാസത്തിന് ഉതകുന്ന രണ്ട് അതിഥികളെ തന്നെയാണ് നമ്മൾക്ക് ഈ ഡിബേറ്റിന് ലഭിച്ചിട്ടുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, പ്രൊഫൗണ്ട് TV ആണിത് സംഘടിപ്പിക്കുന്നത്. സ്വാഭാവികമായും എന്താണ് പ്രൊഫൗണ്ട് TV എന്നൊരു ചിന്ത നിങ്ങളുടെയൊക്കെ മനസ്സുകളിൽ ഉണ്ടാകും. പ്രൊഫൗണ്ട് TV എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഉപരിപ്ലവതയോടുള്ള, പെരിഫറലായ നോളജിനോടുള്ള സമരം നടത്തുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ ഒരു കാൽവെപ്പാണ്, ഒരു വലിയ കാൽവെപ്പ് തന്നെയാണ്. നമ്മുടെ പുതിയ തലമുറയിൽ കോണ്ടന്റ് ക്രിയേഷൻ എന്നുള്ളത് നമ്മൾക്കറിയാം, അതിൻ്റെ ഒരു പ്രാധാന്യവും അതിൻ്റെ വികസിതമായ സ്പേസിൽ സംഭവിക്കുന്ന വിജ്ഞാനങ്ങൾ അത് എത്രമാത്രം ഉപരിപ്ലവമാണ് എന്ന ബോധ്യം നമ്മൾക്കൊക്കെ ഉണ്ട്. അതിനു പകരം ആഴമേറിയ ദൈക്ഷണികമായ ചർച്ചകളും സംഭാഷണങ്ങളും അത്തരത്തിലുള്ള പഠനങ്ങളും വർക്ക്ഷോപ്പുകളും ഒക്കെ സംഘടിപ്പിക്കാനും പുതുതലമുറയിലേക്ക് അത്തരത്തിലുള്ള നോളജ്, ആ ഡീപ്പായിട്ടുള്ള നോളജിന്റെ ഒരു പ്രൊഡക്ഷൻ, അതാണ് യഥാർത്ഥത്തിൽ പ്രൊഫൗണ്ട് TV മുന്നിലേക്ക് വെക്കുന്നത്. അതിനുവേണ്ടി, ഈ ഒരു ലക്ഷ്യത്തിനു വേണ്ടി പ്രൊഫൗണ്ട് പ്രസ്, അതുപോലെ തന്നെ പ്രൊഫൗണ്ട് TV, പ്രൊഫൗണ്ട് അക്കാഡമി, ഈ കോഴിക്കോടിൽ തന്നെ എല്ലാ മാസത്തിലും നമ്മൾ ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംഘടിപ്പിക്കാറുണ്ട്. അതും തൽപരരായ ആളുകൾക്ക് അതിൽ പങ്കുചേരാവുന്നതാണ്. ഇപ്പൊ നിങ്ങളുടെ ചുറ്റും കണ്ടുകൊണ്ടിരിക്കുന്ന കുറെ പോസ്റ്ററുകളുണ്ട്. നമ്മുടെ പ്രൊഫൗണ്ട് TVയിലെ നമ്മൾ നടത്തിയിട്ടുള്ള പോഡ്കാസ്റ്റുകൾ, വൈജ്ഞാനികമായിട്ടുള്ള കോണ്ടന്റുകൾ, അതിൻ്റെയൊക്കെ QR കോഡുകൾ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ എത്രമാത്രം ഈ ഒരു കൾച്ചർ ഈ ഒരു പുതിയ തലമുറയിൽ സന്നിവേശിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവായിരിക്കും ആ ഒരു യൂട്യൂബ് ചാനലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ രംഗത്തെ പ്രൊഫൗണ്ട് TVയുടെ സാന്നിധ്യവും. അപ്പൊ അതിനെ കൂടുതൽ അറിയണമെന്ന് മുന്നിലിരിക്കുന്ന മാന്യ ശ്രോതാക്കളോട് ആവശ്യപ്പെടുകയാണ്. മുഹമ്മദ് റസൂലുള്ള എന്നൊരു ക്യാമ്പയിനാണ് പ്രൊഫൗണ്ട് TV ഈ അടുത്തായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്റലക്ച്വൽ ഡിബേറ്റ് സീരീസുകൾ നമ്മൾ വ്യത്യസ്ത ബുദ്ധിജീവികളുമായി കൊണ്ട് സംഘടിപ്പിക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് മുസ്തഫ തൻവീറും ഡോക്ടർ PK പോക്കർ സാഹിബും തമ്മിലുള്ള ഈ ഒരു ഡിബേറ്റ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പൊ അതിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ സെഷൻ 1 നമ്മൾ ആരംഭിക്കുകയാണെന്ന് തോന്നുന്നു. അതിന്റെ ആദ്യത്തെ വിഷയാവതരണമാണ് നടക്കാനിരിക്കുന്നത്. 20 മിനിറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ആദ്യത്തെ നമ്മളുടെ ഇന്റലക്ച്വൽ ഡിബേറ്റ് സീരീസിന്റെ മനുഷ്യൻ, പ്രപഞ്ചം, സമൂഹം എന്ന ഈ വിഷയത്തിലുള്ള ഈ ഡിബേറ്റ് സീരീസിന്റെ ആദ്യത്തെ വിഷയാവതരണത്തിന് വേണ്ടി PK പോക്കർ സാഹിബിനെ സാദരം ക്ഷണിക്കുകയാണ്. വേദിയിലും സദസ്സിലും എത്തിച്ചേർന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പ്രൊഫൗണ്ട് TV യൂട്യൂബ് ചാനലിൻ്റെ ആദ്യ പരിപാടിയിൽ സംവാദത്തിന് ക്ഷണിച്ചതിൽ ആദ്യമായി ഞാൻ സംഘാടകരോട് നന്ദി പറയുകയാണ്. നമ്മുടെ സമൂഹത്തിൽ പൊതുവെ
ഇവിടെ സൂചിപ്പിച്ചതുപോലെ സംവാദങ്ങൾ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയും വിവാദങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു കാലത്ത് സംവാദങ്ങൾക്ക് ഏറെ പ്രസക്തിയുണ്ട് എന്ന എൻ്റെ ബോധ്യത്തിൽ നിന്നാണ് ഞാൻ ഈ ദൗത്യം ഏറ്റെടുത്തത്. തീർച്ചയായും ഈ വിഷയം സംസാരിക്കുമ്പോൾ ഇന്നത്തേതുപോലെ വളരെ സങ്കീർണമായ അവസ്ഥാവിശേഷത്തിലൂടെയും വൈജ്ഞാനിക മുന്നേറ്റത്തിലൂടെയും കടന്നു പോകുന്ന ഒരു കാലത്ത് യഥാർത്ഥത്തിൽ നമുക്ക് വലിയ ഉത്തരവാദിത്വവും ദൈക്ഷണികവും വൈജ്ഞാനികവുമായ സത്യസന്ധതയും പാലിച്ചാൽ മാത്രമേ ഇതുപോലുള്ള വിഷയങ്ങളെ ആ വിഷയം അർഹിക്കും വിധത്തിൽ പ്രതിപാദിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ആദ്യമായി പറയാൻ തോന്നുന്നത്. മനുഷ്യൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ആയിരക്കണക്കിന് സസ്തനങ്ങളിൽ ഒരു ജൈവിക അസ്തിത്വമാണ്. എന്നാൽ ആയിരക്കണക്കിന് സസ്തനങ്ങളിൽ നിന്ന് വിഭിന്നമായി മനുഷ്യന് വേറിട്ട ഒരു അസ്തിത്വമുണ്ട് എന്നും മനുഷ്യൻ്റെ അസ്തിത്വം മറ്റ് ജീവജാലങ്ങളിൽ നിന്ന്, മറ്റ് ജന്തുക്കളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു എന്നതുകൊണ്ട് തന്നെ മനുഷ്യനെ സംബന്ധിച്ചുള്ള പഠനം, മനുഷ്യനെ സംബന്ധിക്കുന്ന എല്ലാ തരത്തിലുള്ള അന്വേഷണവും പ്രപഞ്ചവുമായും സമൂഹവുമായും അനിവാര്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കാരണം മനുഷ്യൻ ഒരു സന്ദർഭത്തിലും ചരിത്രത്തിൽ ഒറ്റക്കോ വേറിട്ടോ ജീവിച്ച ഒരു പ്രതിഭാസമല്ല. മറിച്ച് മനുഷ്യൻ പ്രകൃതിയുടെ ഭാഗമായി, പ്രപഞ്ചത്തിൻ്റെ ഭാഗമായി, സമൂഹത്തിൻ്റെ ഭാഗമായി നിലനിൽക്കുകയും അതിജീവനം സാധിപ്പിക്കുകയും ചെയ്യുന്നു എന്ന ഒരു വസ്തുത നമുക്കെല്ലാവർക്കും അറിയാവുന്ന വളരെ പ്രാഥമികമായ ഒരു സത്യമാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യനെ സമൂഹത്തിൽ നിന്ന് വേറിട്ടോ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ നിന്ന് വേറിട്ടോ ഏത് രീതിയിൽ സമീപിക്കുമെന്നുള്ളതും വളരെ ബുദ്ധിമുട്ടുള്ള, വളരെ കണിശതയോടുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. മനുഷ്യനെന്നുള്ളത് വേറിട്ട ഒരു അസ്തിത്വമാണ് എന്ന് നമുക്കറിയാം. അതേസമയം മനുഷ്യൻ ചുറ്റുപാടുമായി, പ്രകൃതിയുമായി, പരിസ്ഥിതിയുമായി, മറ്റ് മനുഷ്യരുമായി ബന്ധപ്പെട്ട് മാത്രമാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് മനുഷ്യനെക്കുറിച്ചുള്ള അറിവ് എപ്പോഴും പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നമ്മുടെ ജ്ഞാനവുമായും അതുപോലെ തന്നെ സാമൂഹികമായ മനുഷ്യൻ്റെ അസ്തിത്വവുമായി ബന്ധപ്പെട്ടുള്ള അറിവുമായും കൂടിച്ചേർന്നാണ് മുന്നോട്ട് പോവുക. മനുഷ്യനെ മാത്രമെടുത്ത് വേറിട്ട് നമുക്ക് പഠിക്കാം. അത് നമ്മുടെ ശരീരശാസ്ത്രപരമായി പഠിക്കാൻ യാതൊരു തടസ്സവുമില്ല. ഇന്ന് ആ പഠനങ്ങൾ വളരെ മുന്നോട്ട് പോയിട്ടുണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. അതേസമയം അങ്ങനെ ഒരു മനുഷ്യനെ വേറിട്ട ഒരു ശരീരമായി മാത്രം കാണുന്നതിന് പകരം മനുഷ്യനെ സമൂഹത്തിൻ്റെ ഭാഗമായും പരിസ്ഥിതിയുടെ ഭാഗമായും അല്ലെങ്കിൽ ചുറ്റുപാടിൻ്റെ ഭാഗമായും കാണാൻ സാധിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ഒരു സമീപനം വാസ്തവത്തിൽ ലോകത്ത് വളരെ മുമ്പ് തന്നെ ഉണ്ടായതാണ്. വളരെ പുതിയ ഒരു കാഴ്ചപ്പാടോ അല്ല. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇത്തരത്തിൽ മനുഷ്യനെ സമീപിച്ചത് കൊണ്ടാണ് നമുക്ക് നൈതിക ശാസ്ത്രങ്ങളും തർക്കശാസ്ത്രങ്ങളും സൗന്ദര്യശാസ്ത്രവും അങ്ങനെ ഒട്ടനവധി വൈജ്ഞാനിക ശാഖകൾ കൂടി നമ്മുടെ ആഖ്യാനങ്ങളുടെ ഭാഗമായി ലോകത്ത് വികസിച്ചു വന്നത്. അത് ഈജിപ്തിലായാലും ശരി, ഗ്രീസിലായാലും ശരി, പ്രാചീന ഏഷ്യൻ വൻകരയിലായാലും ശരി, ചൈനയിലായാലും ശരി, എല്ലാ സ്ഥലങ്ങളിലും പല രീതിയിലായി ഇത്തരത്തിലുള്ള വൈജ്ഞാനിക ശാഖകൾ രൂപപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതുകൊണ്ട്
മനുഷ്യൻ എന്ന് പറയുമ്പോൾ നമുക്കെപ്പോഴും തന്നെ ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവ് വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ സാമൂഹ്യ ശാസ്ത്രപരമായി സമൂഹത്തെ സംബന്ധിക്കുന്ന നമ്മുടെ അറിവും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ ഞാനിപ്പോൾ ഈ ചെറിയ സമയത്തിനുള്ളിൽ ആദ്യ സന്ദർഭത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, മനുഷ്യൻ എന്നുള്ളത് മറ്റ് ജീവജാലങ്ങളിൽ നിന്ന്, മറ്റ് ജന്തുക്കളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത് വാസ്തവത്തിൽ മനുഷ്യൻ ഒരു സദാ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന, സദാ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, സദാ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ പ്രവർത്തനത്തിലൂടെ അവനെ, അവളെ അല്ലെങ്കിൽ ചുറ്റുപാടിനെ, സമൂഹത്തെ മാറ്റിക്കൊണ്ടിരിക്കുന്ന മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് വിഭിന്നമായ ഒരു ജൈവിക അസ്തിത്വമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഈ ഒരു തിരിച്ചറിവ് വാസ്തവത്തിൽ ലോകത്തിന് മുമ്പിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആ അർത്ഥത്തിൽ, ആ ഗഹനതയോടുകൂടി ആദ്യമായി മുന്നോട്ട് വെക്കുന്നത് കാൾ മാർക്സ് ആണ്. അത് ഹോമോ ഫേബർ എന്ന് പറഞ്ഞ ലാറ്റിൻ പ്രയോഗത്തിലൂടെ, ലാറ്റിനിൽ പതിവായി മുൻകാലങ്ങളിൽ തന്നെ നിലവിലുള്ളതാണ്, സ്വയം ഉൽപ്പാദിപ്പിക്കുന്ന, സ്വയം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ എന്ന അർത്ഥത്തിലാണ് അത് പ്രയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അതിനെ വികസിപ്പിക്കുക എന്നുള്ളതാണ് മാർക്സ് മുന്നോട്ട് വെച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാഴ്ചപ്പാട്. അങ്ങനെ മുന്നോട്ട് വെച്ചുള്ള കാഴ്ചപ്പാട് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വളരെ ഗഹനവും വളരെ സാധ്യതകൾ ഉള്ളതുമായിട്ടുള്ള ഒരു ദാർശനികവും അതേസമയം സാമൂഹ്യശാസ്ത്രപരവുമായ ഒരു പദ്ധതിയായി മറ്റ് ഒട്ടനവധി ചിന്തകരിലൂടെ പിൽക്കാലത്ത് വികസിച്ചു വന്നതായി നമുക്ക് കാണാൻ പറ്റും. നമ്മൾ സാധാരണ കരുതുന്നതിൽ നിന്ന് വിഭിന്നമായി മനുഷ്യനെ സംബന്ധിച്ച്, മനുഷ്യൻ്റെ സ്നേഹസൗഹൃദ ബന്ധങ്ങളെക്കുറിച്ച്, മനുഷ്യൻ്റെ നിലനിൽപ്പിനെക്കുറിച്ച്, മനുഷ്യൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തെക്കുറിച്ച്, മനുഷ്യൻ്റെ സാക്ഷാത്കാരത്തെക്കുറിച്ച്, ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഉത്കണ്ഠകൾ തന്നെയാണ് യഥാർത്ഥത്തിൽ മാർക്സിനെ ഇത്തരത്തിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് നയിച്ചത് എന്ന് കൂടി നമുക്ക് കാണാൻ കഴിയും. മാർക്സിനെ അതിനു മുമ്പുള്ള ചിന്തകരിൽ നിന്ന് വ്യത്യസ്തമായി ഒരു വിച്ഛേദം ഈ രംഗത്ത് ഉണ്ടാക്കാൻ കഴിഞ്ഞതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ, അതിനു മുമ്പില്ലാത്ത രീതിയിൽ വ്യാവസായികമായിട്ടുള്ള പുരോഗതിയുടെ ഒരു പ്രത്യേക സന്ദർഭത്തിലാണ് മാർക്സ് ജർമ്മനിയിൽ ജീവിക്കുന്നത്, പിന്നീട് ഇംഗ്ലണ്ടിലും ജീവിക്കുന്നത് എന്ന് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പഠന പ്രക്രിയകളെ പിന്തുണക്കുന്ന വിധത്തിൽ, അല്ലെങ്കിൽ അദ്ദേഹം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരുന്ന സാമൂഹിക സാഹചര്യം എന്നുള്ളത് മനുഷ്യർ അതുവരെ നിലനിർത്തിയിരുന്ന ഫ്യൂഡലായിട്ടുള്ള, ജന്മിത്വ കേന്ദ്രിതമായിട്ടുള്ള ജീവിതാവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഉൽപാദന ഉപകരണങ്ങളുടെ വികാസവും അതുമായി ബന്ധപ്പെട്ട ജീവിത സാഹചര്യങ്ങളും ഉയർന്നു വരുന്നു എന്നുള്ളത് അതിനെ സാക്ഷ്യം വഹിക്കുകയും, അങ്ങനെ ഉയർന്നു വരുന്ന സാഹചര്യത്തിനകത്ത് മനുഷ്യൻ എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മനുഷ്യരെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അതിനെ പിൻബലമായി കിട്ടുന്ന ശാസ്ത്രീയമായിട്ടുള്ള, സാമൂഹ്യശാസ്ത്രപരമായിട്ടുള്ള, ചരിത്രപരമായിട്ടുള്ള ആഖ്യാനങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ തന്നെ ഒട്ടനവധി ഗ്രന്ഥങ്ങൾ നിശിതമായി പഠിക്കുകയും സമൂഹത്തെ വളരെ സൂക്ഷ്മമായി വിശകലനം ചെയ്യുകയും ചെയ്തതിൻ്റെ ഭാഗമായാണ് മനുഷ്യൻ മറ്റ് മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി, മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പ്രത്യുൽപാദനം നടത്തിക്കൊണ്ട് നിരന്തരം, പ്രത്യുൽപാദനം എന്നുള്ളത് നമ്മുടെ ജൈവികമായിട്ടുള്ള പ്രത്യുൽപാദനമല്ല, അത് നമ്മുടെ സ്വാഭാവികമായി എല്ലാ ജീവജാലങ്ങളും നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന പ്രത്യുൽപാദനമാണ്. അത് മനുഷ്യർ മാത്രമല്ല, ഈച്ചയും പാറ്റയും പറവയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രത്യുൽപാദന പ്രക്രിയയാണ്. പക്ഷെ അതിൽ നിന്ന് വിഭിന്നമായി മനുഷ്യൻ്റെ പ്രത്യുൽപാദനം എന്നുള്ളത് ജൈവികമായ ഒരു പ്രക്രിയ എന്നതിലുപരി, തീർച്ചയായും അതിന് ജൈവികമായ തലം തന്നെയാണ് ഉള്ളത്, പക്ഷേ ജൈവികതയെ മറികടക്കുന്ന വിധത്തിൽ അതിന് ദൈക്ഷണികവും അതുപോലെ തന്നെ ജൈവികവുമായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ കായികവും ദൈക്ഷണികവുമായിട്ടുള്ള, ബുദ്ധിപരവുമായിട്ടുള്ള പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് മനുഷ്യർ നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും, ആ പ്രവർത്തനത്തിൻ്റെ ഫലമായി മനുഷ്യനെ തന്നെ മാറ്റുകയും, മനുഷ്യൻ സമൂഹത്തെ തന്നെ മാറ്റിത്തീർക്കുകയും, സാമൂഹികമായ അസ്തിത്വത്തെ മാറ്റിത്തീർക്കുകയും ചെയ്യുന്നു എന്ന ഒരു വളരെ പ്രബലമായിട്ടുള്ള സൈദ്ധാന്തിക പരികൽപ്പന ആദ്യമായി ലോകത്തിന് ആ നിലയിൽ ലഭിക്കുന്നത് മാർക്സിൻ്റെയും പിന്നീട് മാർക്സിസ്റ്റ് രീതിശാസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലും പല അക്കാദമിക
കേന്ദ്രങ്ങളിലും അതുപോലെ അക്കാദമികേതരമായിട്ടുള്ള കേന്ദ്രങ്ങളിലും നടന്നിട്ടുള്ള പഠന പ്രക്രിയയുടെ ഭാഗമായി നടന്നിട്ടുള്ള മുന്നേറ്റങ്ങളാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, മനുഷ്യൻ ഈ പ്രപഞ്ചത്തെ മാറ്റുകയും പ്രപഞ്ചത്തിൻ്റെ ഭാഗമായി ജീവിക്കുകയും അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിനകത്ത് അവൻ അല്ലെങ്കിൽ അവൾ തന്നെ സ്വയം മാറിത്തീരുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നത് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള ലോകത്ത് 2500, 3000, 4000 കൊല്ലങ്ങൾക്ക് ഇപ്പുറത്തുള്ള ഒട്ടനവധി എഴുതപ്പെട്ട രചനകൾ ലഭ്യമാണ്, ഇപ്പോഴും ലഭ്യമാണ്, അന്നും ലഭ്യമാണ്. പക്ഷേ ഈ രചനകളിൽ നിന്ന് വിഭിന്നമായി വാസ്തവത്തിൽ ഒരു വിച്ഛേദം, ചിന്താപരമായ ഒരു വിച്ഛേദം, എങ്ങനെയാണ് മനുഷ്യനിൽ ഈ മാറ്റം ഉണ്ടാവുന്നത്, സാമൂഹികമായ മാറ്റം ഉണ്ടാവുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു പഠനം അല്ലെങ്കിൽ ഒരു അന്വേഷണം, ഒരു അപഗ്രഥനം സാധ്യമാകുന്ന വിധത്തിൽ ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കുകയും അങ്ങനെ ഉൽപാദന ബന്ധങ്ങൾക്കകത്തും ഉൽപാദന പ്രക്രിയക്കകത്തും രൂപപ്പെടുന്ന മനുഷ്യൻ്റെ സാമൂഹിക ജീവിതത്തെ വിശകലനം ചെയ്യുകയും അതിൻ്റെ ഭാഗമായി അവൻ തീർച്ചയായും എങ്ങനെയാണ് നമ്മുടെ പുതിയ ലോകം ഓരോ കാലത്തും സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് അല്ലെ 1500 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ഒരു ലോകമല്ല ഇന്ന്. 1500 അല്ലെങ്കിൽ 2000, 2500 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ഒരു ലോകം, ഈ കോഴിക്കോടായാലും ശരി, കേരളമായാലും ശരി, സൗദി അറേബ്യ ആയാലും ശരി, ഇനി യൂറോപ്പായാൽ പോലും അവിടെയൊന്നും ഇന്നത്തെ ഒരു ലോകമല്ല എന്ന് നമുക്കറിയാം. അന്ന് ഏറ്റവും പ്രാചീനമായിട്ടുള്ള ഗ്രീക്ക് കൃതികൾ യുദ്ധങ്ങളെ അവലംബിച്ചുണ്ടാക്കിയിട്ടുള്ളതാണ്. അന്നത്തെ യുദ്ധങ്ങളിലായാലും അതുപോലെ തന്നെ ഈ മറ്റ് ഭാഗങ്ങളിലുള്ള ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഉണ്ടായിട്ടുള്ള കൃതികളിലായാലും ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെയൊന്നും ഇന്നത്തെ രീതിയിലല്ല യുദ്ധങ്ങൾ ഉണ്ടായത്. യുദ്ധങ്ങൾക്ക് ഉപകരണങ്ങൾ ഉപയോഗിച്ചത്. അന്ന് സാറ്റലൈറ്റുകൾ ഉണ്ടായിരുന്നില്ല. അന്ന് അതുപോലെ ഉൽപാദന ഉപകരണങ്ങളുടെ വികാസം ഇന്നത്തേതുപോലെ ആയിത്തീരാത്തത് കൊണ്ട് സ്വാഭാവികമായി മനുഷ്യൻ്റെ പ്രക്രിയകളൊക്കെ തന്നെ ഇതിൽ നിന്ന് വിഭിന്നമായാണ് നിലനിന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇന്നിപ്പോൾ നമ്മൾ അതിനെ ഒരു അത്ഭുത സിദ്ധിയായി കാണാറില്ല ലോകത്താരും. മറിച്ച് അത് മനുഷ്യൻ്റെ അധ്വാനത്തിൻ്റെ ഭാഗമായി, അവൻ്റെ വൈജ്ഞാനിക മുന്നേറ്റത്തിൻ്റെ ഭാഗമായി നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളുടെ തുടർച്ചയിലാണ് നമ്മൾ അതിനെയൊക്കെ തന്നെ വിലയിരുത്തുന്നത്, കാണുന്നത്. അതുകൊണ്ട് മനുഷ്യൻ എന്നുള്ളത്, ഒരു വ്യക്തി എന്നുള്ളത് തീർച്ചയായും വ്യക്തിപരമായ സവിശേഷതകൾ ഓരോ വ്യക്തിക്കും ഉണ്ടാവും. അത് നമ്മൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആത്യന്തികമായി ശാരീരിക ഘടന അനുസരിച്ചുള്ള നമ്മുടെ ക്രോമസോമുകളും ജീനുകളും അതുപോലുള്ള നമ്മുടെ ഫിസിയോളജിയുടെയും രസാന്തരശാസ്ത്രപരമായും ഒക്കെ നമുക്ക് പറയാവുന്ന ഒട്ടനവധി കാര്യങ്ങളും അതുപോലെ സൈക്കോളജിക്കലായിട്ട് മനഃശാസ്ത്രപരമായി പറയാവുന്ന ഒട്ടനവധി കാര്യങ്ങളും ഒരു വശത്തുണ്ട്. പക്ഷെ അങ്ങനെ ഉണ്ടാകുമ്പോൾ പോലും മനുഷ്യൻ ഇന്നത്തെ രീതിയിലേക്ക് മുന്നേറുന്നത് അല്ലെങ്കിൽ മാറുന്നത് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അത് ഉൽപാദന ബന്ധങ്ങൾക്കകത്തും അതുപോലെ തന്നെ ഉൽപാദന പ്രക്രിയയുടെ തുടർച്ചയിലുമാണ് എന്ന് കാണാൻ പറ്റും. ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അങ്ങനെ ആ നിലയിൽ മാറിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനെ എങ്ങനെ ആണ് ഒരു യഥാർത്ഥമായ ഒരു ഒതൻറ്റിക് ആയിട്ടുള്ള ഒരു ആധികാരികമായിട്ടുള്ള അസ്വാതന്ത്ര്യങ്ങളിൽ നിന്ന് വിമോചിക്കപ്പെട്ട അന്യവൽക്കരണങ്ങളിൽ നിന്ന് വിമോചിക്കപ്പെട്ട ഒരു മനുഷ്യനായി മാറ്റുക എന്നതായിരുന്നു വാസ്തവത്തിൽ മാർക്സിൻ്റെ ഏറ്റവും മുഖ്യമായിട്ടുള്ള അന്വേഷണം. ആ ഒരു അന്വേഷണ പ്രക്രിയയിലാണ് മനുഷ്യൻ്റെ നാളിതുവരെയുള്ള ചരിത്രം പരിശോധിക്കുമ്പോൾ മനുഷ്യരെങ്ങനെയാണ് അവനവൻ്റെ അധ്വാനത്തിൽ നിന്ന് പോലും അവനവൻ്റെ തൊഴിലിൽ നിന്ന് പോലും അന്യവൽക്കരിക്കപ്പെട്ട് ജീവിക്കേണ്ടി വരുന്നത്, എങ്ങനെ മനുഷ്യൻ അവൻ്റെ തന്നെ സാഹചര്യങ്ങളിൽ നിന്ന് പിഴുതെറിയപ്പെടുന്നു, അവൻ്റെ തന്നെ ലോകം അല്ലെങ്കിൽ അവളുടെ തന്നെ ലോകം എങ്ങനെയാണ് അവൾക്ക് അല്ലെങ്കിൽ അവന് അന്യമായി തീരുകയും അവന് അവിടെ തന്നെ ഒരു ആരാനായി അല്ലെങ്കിൽ ഒരു അപരനായി അന്യനായി ജീവിക്കേണ്ടി വരുന്ന അവസ്ഥ. അപ്പം മനുഷ്യന് മേൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന തൊഴിൽ എന്നതിന് പകരം അവരുടെ ഇഷ്ടം എന്നുള്ളത്, മനുഷ്യൻ്റെ ഇഷ്ടം എന്നുള്ളത്, മനുഷ്യൻ്റെ താല്പര്യം എന്നുള്ളത്, മനുഷ്യൻ്റെ ഇച്ഛ എന്നുള്ളത് ഒക്കെ അടർത്തി മാറ്റി അതൊക്കെ തന്നെ വേർപെടുത്തി അതൊക്കെ മറ്റെവിടെയോ കൊണ്ടുപോയി ആരോ കവർന്നെടുക്കുന്ന അവസ്ഥയെക്കുറിച്ച് മാർക്സ് വാസ്തവത്തിൽ കൂലങ്കഷമായി തന്നെ ആദ്യഘട്ടം മുതൽ ചർച്ച ചെയ്യുകയും നിരീക്ഷണങ്ങൾ നടത്തുകയും പഠനങ്ങൾ മുന്നോട്ട് വെക്കുകയും
ചെയ്തതിൻ്റെ തുടർച്ച നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് മനുഷ്യനൊരു ജൈവികമായ അസ്തിത്വമാണ്. ഈ ജൈവിക അസ്തിത്വം എന്നുള്ളത് സാമൂഹികമായി നിലനിൽക്കുമ്പോൾ സ്വാഭാവികമായി സാമൂഹികമായ ബന്ധങ്ങൾ എന്നുള്ളത് വളരെ പ്രധാനമായി തീരുകയും ആ ബന്ധങ്ങൾക്കകത്താണ് നമ്മളുടെ പ്രണയം പോലും, നമ്മുടെ പ്രേമം പോലും, നമ്മുടെ സ്നേഹം പോലും, മനുഷ്യരുടെ അനുകമ്പ പോലും നിലനിൽക്കുന്നതും വികാസം ഭാവിക്കുന്നതും എന്ന ഒരു യാഥാർത്ഥ്യം കൂടി മാർക്സ് അന്ന് തന്നെ മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടിൽ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരാളെ സ്നേഹിക്കുമ്പോൾ, മാർക്സ് ഉദാഹരണമായി ഒരു സന്ദർഭത്തിൽ പറയുന്ന ഒരു കാര്യം, ഒരാളെ നിങ്ങൾ സ്നേഹിക്കുമ്പോൾ അയാൾക്ക് ഇങ്ങോട്ട് നിങ്ങളെ സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ സ്നേഹം അപൂർണമാണ് എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരാളെ സ്നേഹിക്കുക എന്നുള്ളത് പോലും ഒരു സമൂഹത്തിനകത്ത് നമ്മൾ സ്വയം നിർവഹിക്കേണ്ട, നമ്മൾ പലരും വിചാരിക്കുന്നത് പോലെയോ കരുതുന്നത് പോലെയുള്ള ലളിതവൽക്കരണ യുക്തികളിലൂടെയല്ല മാർക്സിസ്റ്റ് നിലപാട് അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് നിലപാട് അല്ലെങ്കിൽ തുല്യതയെ സംബന്ധിക്കുന്ന, സമത്വത്തെ സംബന്ധിക്കുന്ന, സമഭാവനയെ സംബന്ധിക്കുന്ന കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചത് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് അവിടെ നമ്മൾ കാണുന്നത് നമ്മളുടെ സ്നേഹം എന്നുള്ളത് ഉൾപ്പെടെ, നമ്മുടെ മാനവികത എന്നുള്ളത് ഉൾപ്പെടെ, നമ്മുടെ പാരസ്പര്യം എന്നത് ഉൾപ്പെടെ ഏത് രീതിയിൽ ക്രമീകരിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു പുനരാലോചന. അങ്ങനെ ഒരു പുനരാലോചന വന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്ന് വരെയുള്ള ലോകത്തെ വിശകലനം ചെയ്തു നോക്കുമ്പോൾ അടിമത്ത കാലഘട്ടങ്ങൾ, അതുപോലെ തന്നെ അങ്ങേയറ്റം പീഡിതരായി മനുഷ്യർ കഴിയേണ്ട അവസ്ഥ, അന്നും അതിനു മുമ്പുള്ള ഓരോ ചരിത്രഘട്ടവും നമ്മൾ പരിശോധിക്കുമ്പോൾ, നമ്മൾ ഇന്നും ലോകത്ത് പരിശോധിക്കുമ്പോൾ കോടാനുകോടി മനുഷ്യർ പല രീതിയിൽ ഒരു തൃപ്തിയുമില്ലാതെ, ഒരു തരത്തിലുള്ള ആത്മസംതൃപ്തിയുമില്ലാതെ അവരവരുടെ മൗലികമായ അവകാശങ്ങൾ പോലും അല്ലെങ്കിൽ ആവശ്യങ്ങൾ പോലും സാക്ഷാത്കരിക്കാൻ കഴിയാതെ ജീവിക്കേണ്ടി വരുന്ന ഒരവസ്ഥയിൽ നിന്ന് എങ്ങനെ മനുഷ്യനെ മോചിപ്പിക്കാം എന്ന ഒരു അന്വേഷണമാണ് യഥാർത്ഥത്തിൽ മാർക്സ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതിൻ്റെ തുടർച്ചയിലാണ് മാർക്സിൻ്റെ പഠനങ്ങളെ അവലംബിച്ച് മാർക്സിനോടൊപ്പം അന്ന് തന്നെ സഹകരിച്ച് ഈ ആശയങ്ങൾ മുന്നോട്ട് വെച്ച ഏംഗൽസും അതിനുശേഷം പിന്നീട് വന്നിട്ടുള്ള ഒട്ടനവധി ദാർശനികർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇപ്പോഴും നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന, എഴുതിക്കൊണ്ടിരിക്കുന്ന, ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒട്ടനവധി ആളുകളും ഈ ഒരു മനുഷ്യൻ്റെ ഈ പറയുന്ന അപരവൽക്കരണത്തെക്കുറിച്ച്, അന്യവൽക്കരണത്തെക്കുറിച്ച്, അവൻ്റെ അധ്വാനത്തിൽ നിന്നും അവൻ ഉത്പാദിപ്പിക്കുന്ന മൂല്യങ്ങളിൽ നിന്നും അവൻ നിരന്തരം പുറത്താക്കപ്പെടുന്ന പ്രക്രിയയെക്കുറിച്ച്, അവൻ മനുഷ്യരുടെ ജീവിതത്തെ എങ്ങനെ ചൂഷണ കേന്ദ്രിതമായ ഒരു വ്യവസ്ഥയിൽ തളച്ചിടപ്പെടുന്നു എന്നതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ സോഷ്യലിസത്തെക്കുറിച്ചുള്ള, തുല്യതയെക്കുറിച്ചുള്ള ഒരു അന്വേഷണത്തിലേക്ക് മാർക്സിനെ നയിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മണ്ണിനെ ചൂഷണം ചെയ്യുന്നു എന്നുള്ളത്, പ്രപഞ്ചം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ നിലനിൽക്കുന്ന ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളും ചേർന്നാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ നമ്മുടെ ചുറ്റുപാടുള്ള മുഴുവൻ കാര്യങ്ങളെയും നമ്മൾ ഇന്നിപ്പോൾ നമുക്ക് വേണ്ടി, നമ്മളെ ജീവിക്കാൻ വേണ്ടി എന്ന വ്യാജേന നിരന്തരം ചൂഷണം ചെയ്യുമ്പോൾ പ്രകൃതി വിഭവങ്ങൾ എങ്ങനെയാണ് മനുഷ്യൻ ഏത് രീതിയിലാണ് കൊള്ളയടിക്കുന്നത് എന്നത് ഒരു വശത്ത്, മറുവശത്ത് മനുഷ്യനെ തന്നെ എങ്ങനെയാണ് ചൂഷണം ചെയ്യുന്നത് എന്നത് മറ്റൊരു വശത്തും മാർക്സ് വ്യവച്ഛേദിച്ച് തന്നെ വിവരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ഇന്ന് അകപ്പെട്ട ഒരു ലോകാവസ്ഥ എന്നുള്ളത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ ഒരു ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഒരു പ്രത്യയശാസ്ത്രപരമായ സമീപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു സാമൂഹ്യശാസ്ത്രപരവും തത്വചിന്താപരവുമായ പദ്ധതിയെ അവലംബിച്ചുകൊണ്ട് വിശകലനം ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം നടക്കുന്ന ഈ യുദ്ധത്തെ പോലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഈ യുദ്ധത്തെ അൾട്ടിമേറ്റായിട്ട് ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ പ്രകൃതി മുഴുവൻ തകർക്കപ്പെടുകയാണ്. നമ്മൾ പോലും അറിയാതെ നമ്മളവിടെ മരിച്ചു പോകുന്ന ആളുകളെക്കുറിച്ച് തീർച്ചയായും വേവലാതിപ്പെടണം, ആ വേവലാതിയുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ പ്രകൃതിയിൽ ഇതുണ്ടാക്കുന്ന ആഘാതങ്ങൾ, സൂപ്പർസോണിക്കായിട്ടുള്ള എല്ലാ ഉപകരണങ്ങളും ഓസോൺ പാളികൾ ഉൾപ്പെടെ തകർക്കും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഈ ഓസോൺ പാളികൾ തകർന്നു പോകുമ്പോൾ അത് ഭാവിയിൽ ഉണ്ടാകുന്ന, ഇപ്പം തന്നെ ഉണ്ടാകുന്ന അസഹ്യമായ ചൂട് ഉൾപ്പെടെ, ലോകത്താകമാനം തന്നെ ഇതിലൊക്കെ വരുന്ന മാറ്റങ്ങൾ ഉൾപ്പെടെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള നമ്മുടെ മാറ്റങ്ങളെ, ഇത്തരത്തിലുള്ള നമ്മുടെ അവസ്ഥയെ വിശകലനം ചെയ്യാൻ
ഞാൻ വളരെ കാലമായി അവലംബിക്കുന്നതും ഇപ്പോഴും അവലംബിക്കുന്നതുമായ ഒരു രീതിശാസ്ത്രത്തെക്കുറിച്ച് കൂടിയാണ് ഇവിടെ ഞാൻ സൂചിപ്പിച്ചത്. അതുകൊണ്ട് തീർച്ചയായും നമ്മുടെ സംവാദങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അവശേഷിക്കുന്ന കാര്യങ്ങൾ കൂടി ഇതിൻ്റെ തുടർച്ചയായി പറയാം. ഇവിടെ മോഡറേറ്റർ ബെല്ലടിച്ചുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. സമയത്തിൽ നിന്നുകൊണ്ട് തന്നെ വിഷയാവതരണം പൂർത്തിയാക്കിയ ഡോക്ടർ PK പോക്കറിനെ അഭിനന്ദിക്കുന്നു. ഇനി നമ്മുടെ അടുത്ത വിഷയാവതരണത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. മുസ്തഫ തൻവീർ, 20 മിനിറ്റാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പോക്കർ മാഷിൻ്റെ സംസാരം നമ്മൾ കേട്ടു. മനുഷ്യൻ, സമൂഹം, പ്രപഞ്ചം എന്ന വിഷയം അദ്ദേഹം ഒരു മാർക്സിയൻ പരിപ്രേക്ഷ്യത്തിൽ അവതരിപ്പിക്കുകയുണ്ടായി. സ്വാഭാവികമായും അതിൽ യോജിപ്പുള്ള കാര്യങ്ങളും വിയോജിപ്പുള്ള കാര്യങ്ങളും എല്ലാം ഉണ്ട്. സംവാദത്തിൻ്റെ പല ഘട്ടങ്ങളിലായി അത് പങ്കുവെക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. മനുഷ്യൻ എന്ന് പറയുമ്പോൾ ആ മനുഷ്യാസ്തിത്വം ലോകത്തുള്ള കുറേ ജൈവാസ്തിത്വങ്ങളിൽപ്പെട്ട, ഇവിടെ കുറേ മൃഗങ്ങൾ, വേറെ ജീവജാലങ്ങളൊക്കെ ഉള്ളതുപോലെ ഒരു സ്പീഷീസ് എന്നതിൽ കവിഞ്ഞ ഒരു പ്രാധാന്യം, അസ്തിത്വപരമായ കുറേ സവിശേഷതകൾ മനുഷ്യനുണ്ട് എന്ന കാര്യം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. അവിടെ നിന്ന് തന്നെയാണ് അദ്ദേഹം തുടങ്ങിയത്. അവിടെ നിന്ന് തന്നെയാണ് ഞാൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്. ആ സവിശേഷതകൾ എന്തുകൊണ്ടുണ്ടായി എന്നതാണ് ഈ വിഷയത്തിലെ അടിസ്ഥാനപരമായ ചോദ്യം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനെ അഭിമുഖീകരിക്കുവാൻ തീർച്ചയായും മാർക്സ് ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ മാർക്സിനെ കുറിച്ച് പറയുന്നത് അദ്ദേഹം മാർക്സിനെയാണ് ഈ വിഷയത്തിൽ ആത്യന്തികമായൊരു മാർഗദർശിയായി, അല്ലെങ്കിൽ ഈ വിഷയത്തിൽ എന്താണ് മനുഷ്യന്റെ പ്രത്യേകത എന്ന് വിജയകരമായി വിശദീകരിച്ചൊരു തത്വചിന്തകനായി അദ്ദേഹം പരിഗണിക്കുന്നത് എന്ന് സൂചിപ്പിച്ചത് കൊണ്ടാണ് മാർക്സിലേക്ക് തന്നെ പോകാൻ ഞാൻ ശ്രമിക്കുന്നത്. നമ്മൾ മാനവ ചരിത്രം എന്ന് പറഞ്ഞാൽ നൂറ്റാണ്ടുകൾ, സഹസ്രാബ്ദങ്ങൾ പഴക്കമുണ്ട് എന്ന് നമുക്കറിയാം. ആ അത്രയും പഴക്കമുള്ള മാനവ ചരിത്രത്തിൽ കേവലം നമ്മളൊരു 1.5 നൂറ്റാണ്ട് കാലം മുമ്പ് ജീവിച്ചൊരു മനുഷ്യൻ, ആ മനുഷ്യൻ വളരെ കൃത്യമായി മനുഷ്യർക്ക് ആരാണ് മനുഷ്യൻ എന്ന് പഠിപ്പിച്ചു കൊടുത്തു എന്ന തരത്തിലാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. മാർക്സിന്റെ പ്രത്യയശാസ്ത്രപരമായ വിശദീകരണങ്ങളിൽ നിന്നാണ് മനുഷ്യർക്ക് തങ്ങൾ ആരാണ് എന്ന് മനസ്സിലായത്, തങ്ങളുടെ അസ്തിത്വം എന്താണ് എന്ന് മനസ്സിലായത്, തങ്ങളുടെ സവിശേഷത എന്താണ് എന്ന് മനസ്സിലായത്. അങ്ങനത്തെ ഒരു ബ്രേക്ക് നമ്മളുടെ ഒരു ഇന്റലക്ച്വൽ ഫിലോസഫിക്കൽ ട്രഡീഷനിലെ ഒരു വളരെ കൃത്യമായൊരു ബ്രേക്കാണ് മാർക്സിന്റെ രചനകൾ, അദ്ദേഹത്തിന്റെ പ്രബന്ധങ്ങൾ എന്ന രീതിയിൽ അദ്ദേഹം അവതരിപ്പിക്കുന്നു. ഞാൻ പറയുന്നത് ഇവിടെ അടിസ്ഥാനപരമായ പ്രശ്നം എന്തുകൊണ്ട് ഈ ഫിലോസഫി ഉണ്ടാകുന്നു എന്നുള്ളതാണ്. മനുഷ്യർ നൂറ്റാണ്ടുകളായി മനുഷ്യനെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം തന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മനുഷ്യൻ എന്ന നിലക്ക് കേവലം കുറെ രാസപദാർത്ഥങ്ങളുടെ സംയുക്തം എന്ന നിലക്ക് പരിഗണിക്കുന്നതിന് പകരം വളരെ വിപുലമായ, വിശാലമായ അർത്ഥങ്ങളുള്ളൊരു ജീവിതമായി, അസ്തിത്വമായി മനുഷ്യൻ സ്വയം തിരിച്ചറിയുന്നു. ആ അർത്ഥം എന്താണ്, തങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്, പ്രപഞ്ചത്തിലുള്ള ദൗത്യം എന്താണ്, പ്രപഞ്ചവുമായി തങ്ങൾ കണ്ണി ചേർക്കപ്പെടുന്നത് എങ്ങനെയാണ്, പ്രകൃതിയും പ്രപഞ്ചവും എന്ന് പറയുമ്പോൾ അതും മനുഷ്യനും തമ്മിലുള്ള ബന്ധം എന്താണ്, ഇങ്ങനെ കുറെ തത്വചിന്താപരമായ ആകുലതകൾ മനുഷ്യനെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതെന്തുകൊണ്ടുണ്ടാകുന്നു? എന്തുകൊണ്ട് മനുഷ്യന്റെ അസ്തിത്വത്തിന് മാത്രം ഇത്തരം സവിശേഷതകൾ ഉണ്ടാകുന്നു? ഇത് വിജയകരമായി വിശദീകരിക്കുവാൻ മാർക്സിന് കഴിഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇത് മെറ്റീരിയലിസം ആണല്ലോ. ആ മെറ്റീരിയലിസം എന്ന് പറയുമ്പോൾ ഭൗതികവാദത്തിന്റെ ഒരു ഫ്രെയിം, നമ്മൾക്ക് ലോകത്ത് ഒരുപാട് ഭൗതികവാദപരമായ ഐഡിയോളജികൾ കാണാം. അതിൽ നിന്ന് വളരെ വ്യത്യസ്തനായൊരു ഭൗതികവാദിയാണ് മാർക്സ് എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. അതിന്റെ കാരണം മാർക്സ് മറ്റു ഭൗതികവാദികളിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യന്റെ സവിശേഷതകളെ കുറേയേറെ തിരിച്ചറിഞ്ഞൊരു ഭൗതികവാദിയാണ് നിശ്ചയമായും കാൾ മാർക്സ്. ഇപ്പൊ ചരിത്രം സൃഷ്ടിക്കുന്ന ഫോയർബാക്കിനെ പോലുള്ള ഒരു ഭൗതികവാദിയിൽ നിന്ന് ഊർജം സ്വീകരിച്ചിട്ടാണ് മാർക്സ് അദ്ദേഹം ഹെയ്ഗലിൽ നിന്ന് ഈ വൈരുദ്ധ്യാത്മകത എടുക്കുന്നത് പോലെ ഫോയർബാക്കിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ ഭൗതികവാദം അടിസ്ഥാനപരമായി എടുക്കുന്നത് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ ഫോയർബാക്കിനോടൊക്കെയുള്ളൊരു വിയോജിപ്പ് എന്ന നിലയിൽ ചരിത്രത്തിൽ മനുഷ്യൻ
നടത്തുന്ന ഇടപെടലിനെ, ചരിത്രം പുനർനിർമ്മിക്കുന്നതിൽ മനുഷ്യനുള്ള കഴിവിനെ, ഈ നാഗരികതയെയും സംസ്കാരത്തെയും സമൂഹത്തെയുമെല്ലാം നിർമ്മിക്കുന്നതിൽ മനുഷ്യന്റെ സംഭാവനയെ വേണ്ടത്ര കണക്കിലെടുക്കുന്നതിലെല്ലാം ഫോയർ ബാക്കിന് പരിമിതികൾ ഉണ്ടാകുന്നു. അല്ലെങ്കിൽ ആ കാലത്തെ പല ഭൗതികവാദികൾക്കും പരിമിതികൾ ഉണ്ടാകുന്നു. മനുഷ്യന് വേണ്ടത്ര ഗൗരവം, മനുഷ്യാധ്വാനത്തിന്, മനുഷ്യന്റെ ഇടപെടലുകൾക്ക്, മനുഷ്യൻ ചരിത്രം സൃഷ്ടിക്കുന്ന രീതിക്ക് വേണ്ടത്ര പ്രാധാന്യം ഈ ഭൗതികവാദികളൊന്നും കൊടുക്കുന്നില്ല എന്ന് അദ്ദേഹം ശരിയായ രീതിയിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് മനുഷ്യൻ ചരിത്രം സൃഷ്ടിക്കുന്ന ജീവിയാണ് എന്ന് മാർക്സ് തിരിച്ചറിയുന്നു. പക്ഷെ എന്തുകൊണ്ട് മനുഷ്യൻ മാത്രം ചരിത്രം സൃഷ്ടിക്കുന്നു? മനുഷ്യന്റെ പ്രത്യേകത എന്താണ്? മനുഷ്യനെ അങ്ങനെ ആക്കി തീർക്കുന്നത് എന്താണ് എന്ന ചോദ്യത്തെ അദ്ദേഹം വേണ്ട വിധത്തിൽ ഉന്നയിക്കുകയോ അതിന് മറുപടി പറയാൻ ശ്രമിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോ ലോകത്ത് മാർക്സിന്റെ തത്വശാസ്ത്രം ലോകത്ത് നടപ്പിലാക്കാൻ ശ്രമിച്ച ആൾക്കാർ, ഇപ്പൊ ലെനിൻ എന്ന് പറയുന്നത്, നമ്മൾ സോവിയറ്റ് യൂണിയൻ എന്ന് പറയുമ്പോൾ അത് അടിസ്ഥാനപരമായി ലെനിന്റെ നേതൃത്വത്തിലാണ് അവിടെ വിപ്ലവം ഉണ്ടാകുന്നത്. ലെനിന്റെ ശരീരം ഇപ്പോഴും ഉണ്ട്. ലെനിന്റെ ശരീരം നമ്മൾ എംബാം ചെയ്യപ്പെട്ട രീതിയിൽ നമ്മൾ റഷ്യയിൽ പോയാൽ ഇപ്പോഴും കാണാൻ വേണ്ടി അവിടെ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന ശരീരമാണിത്. ലെനിൻ്റെത് മാത്രമല്ല, നമ്മൾ കുറെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ, കമ്മ്യൂണിസ്റ്റ് ട്രഡീഷനിൽ ഉണ്ടായ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഇതേപോലെയുള്ള വ്യക്തികളുടെ, വലിയ സംഭാവനകൾ നൽകിയ വ്യക്തികളുടെ ശരീരം ഇതേപോലെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. നമ്മൾ പിന്നെ ഹോച്ചിമിൻ്റെതടക്കം, ലെനിൻ മുതൽ ഹോച്ചിമിൻ വരെ എന്ന് പറയുമ്പോൾ ഈ ഒരുപാട് ഞാൻ ഓരോരുത്തരുടെയും പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, ഇവരുടെയൊക്കെ ശരീരങ്ങൾ സൂക്ഷിക്കപ്പെടുന്നു. ആ ശരീരങ്ങൾ ആളുകൾ സന്ദർശിക്കുന്നു. ഞാൻ ചോദിക്കുന്നത്, ആ ശരീരത്തിൽ നിന്ന് പോയത് എന്താണ്? ചരിത്രം സൃഷ്ടിക്കുന്നതിന് മുന്നിൽ നിന്നു എന്ന് പറയപ്പെടുന്ന ഈ മനുഷ്യർ, ആ മനുഷ്യരുടെ ശരീരം, ആ ശരീരം തീർച്ചയായും അത് സ്വാഭാവികമായി ജീർണിക്കും. അതിനെ നമ്മൾ രാസവിദ്യകൾ കൊണ്ട്, വേറെ രീതികൾ കൊണ്ട്, സാങ്കേതിക വിദ്യകൾ കൊണ്ട് എല്ലാം നമ്മൾ അതിജീവിക്കാൻ ശ്രമിക്കുന്നു. അതിനെ മറ്റു പലതുകൊണ്ട് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നു. പക്ഷെ അതല്ലല്ലോ, ആ കിടക്കുന്ന ശരീരമല്ലല്ലോ ചരിത്രം സൃഷ്ടിച്ചത്. അത് തീർച്ചയായും ആ ശരീരത്തിന് അതിലൊരു പങ്ക് എന്നതിനപ്പുറത്ത് ആ ശരീരത്തെ ഒരു കടുവയുടെ ശരീരത്തിൽ നിന്ന് വ്യത്യസ്തമാക്കിയ, ആ ശരീരത്തെ ഒരു മത്സ്യത്തിന്റെ ശരീരത്തിൽ നിന്ന് വ്യത്യസ്തമാക്കിയ, അവരുടെ അസ്തിത്വത്തെ ഒരു മൃഗത്തിന്റെ അസ്തിത്വത്തിൽ നിന്ന് വ്യത്യസ്തമാക്കിയത് എന്തായിരുന്നു? അത് എന്തായിരുന്നു എന്ന് മനസ്സിലാക്കുന്നതിൽ മാർക്സിന് തീരെ വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അവിടെയാണ് യഥാർത്ഥത്തിൽ ആത്മാവ് എന്ന് പറയുന്ന ഒരു അസ്തിത്വത്തെ നമ്മൾക്ക് കൊണ്ടുവരേണ്ടി വരുന്നത്. ഇവിടെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഉൽപാദന ബന്ധങ്ങളെ കുറിച്ച്, ഇവിടെ നടക്കുന്ന പ്രൊഡക്ഷനെ കുറിച്ച്, സാമ്പത്തികമായ സമൂഹത്തിന്റെ ഘടനയെക്കുറിച്ച് എല്ലാം മാർക്സ് വിശദമായി സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ അതിലുള്ള അദ്ദേഹത്തിന്റെ ഫോക്കസ് അത് ഒരു തരത്തിലുള്ള ഒരു എക്കണോമിക് റിഡക്ഷനിസത്തിലേക്ക്, ഡിറ്റർമിനിസത്തിലേക്ക് പോവുകയും ആ സാമ്പത്തികമായ ഇത്തരം ഘടകങ്ങൾക്കപ്പുറത്ത് മനുഷ്യനുമായി ബന്ധപ്പെട്ട കൂടുതൽ മൗലികമായ കാര്യങ്ങളെ പരിശോധിക്കുന്നതിലും പരിഗണിക്കുന്നതിലും അദ്ദേഹത്തിന് പരിമിതികൾ ഉണ്ടാവുകയും ചെയ്തു എന്നാണ് ഞാൻ തീർച്ചയായും പറയുക. കാരണം ഇവിടെ മനുഷ്യന്റെ അസ്തിത്വത്തിന്റെ അർത്ഥം വിശദീകരിക്കുവാൻ, ആ അർത്ഥം എന്താണ് എന്ന് മനുഷ്യർക്ക് പറഞ്ഞു കൊടുക്കുവാൻ ശ്രമിച്ച ദർശനങ്ങളെ മുഴുവൻ അദ്ദേഹം ഡിസ്മിസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ നമ്മൾ ബേസ് സൂപ്പർ സ്ട്രക്ചർ എന്ന് പറയും, മാർക്സിസത്തിന്റെ ടെർമിനോളജി ഉപയോഗിച്ചുകൊണ്ട്, നമ്മൾ സമൂഹത്തിലുള്ള സാമ്പത്തിക ബന്ധങ്ങളുടെ പ്രതിഫലനം മാത്രമാണ് മതം അടക്കമുള്ള ദർശനങ്ങൾ. അതല്ലാതെ അതിനെന്തെങ്കിലും ഒരു അസ്തിത്വം ഇല്ല, അത് കേവലം ഒരു മായ മാത്രമാണ്. മനുഷ്യൻ അവന്റെ പരിവട്ടവും പട്ടിണിയും ദാരിദ്ര്യവും എല്ലാം ഉണ്ടാകുമ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടി, സ്വയം ആശ്വസിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഇല്യൂഷനുകൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള വലിയ തത്വവിചാരങ്ങൾ എന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ അവതരണം ഉണ്ടാകുന്നത്. ഇവിടെ ഒരു വശത്ത് മനുഷ്യന് ചരിത്രം സൃഷ്ടിക്കുവാനുള്ള ശേഷിയെ, അതിനെ നന്നായി ഊന്നി പറയുമ്പോൾ തന്നെ വേറൊരു വശത്ത് മനുഷ്യനെ നന്നായി ചുരുക്കിക്കെട്ടി കേവലം തിന്നാൻ കിട്ടിയാൽ പ്രശ്നങ്ങൾ തീരുന്ന ഒരു ജീവിയായി മനുഷ്യനെ പരിമിതപ്പെടുത്തുന്ന ഒരു സമീപനം അദ്ദേഹം സ്വീകരിക്കുന്നു എന്നതാണ് ഇതിന്റെ അടിസ്ഥാനപരമായ പ്രശ്നം. ഇപ്പോൾ മാർക്സിന്റെ മെറ്റീരിയലിസം എന്ന് പറയുമ്പോൾ ഇപ്പോൾ അദ്ദേഹം എപ്പിക്യൂറിയനിസത്തെ കുറിച്ചാണല്ലോ അദ്ദേഹത്തിന്റെ PhD തീസിസ്. അവിടുന്നാണ് അദ്ദേഹം ഈ വിഷയത്തിലുള്ള ചർച്ചകൾ അദ്ദേഹം തുടങ്ങുന്നത്. അതിലടക്കം അദ്ദേഹം ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്ന കാര്യം അതാണ്. മതം ഇവിടെ ഉണ്ട്. ആ മതത്തെ ഭൗതികവാദികൾ എതിർക്കുന്നു. പക്ഷേ
എന്തുകൊണ്ട് ആ മതം നിലനിൽക്കുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ അവർക്ക് കഴിയുന്നില്ല. ഞാൻ പറഞ്ഞു തരാം, മതം എന്തുകൊണ്ട് ഇവിടെ നിലനിൽക്കുന്നു എന്ന് ചോദിച്ചാൽ മനുഷ്യർക്ക് ഇവിടെ ഒരുപാട് പ്രയാസങ്ങളുണ്ട്. മനുഷ്യർ അനീതികൾ നേരിടുന്നു, അടിച്ചമർത്തലുകൾ നേരിടുന്നു, ചൂഷണങ്ങൾ നേരിടുന്നു. അദ്ദേഹം പറഞ്ഞതുപോലെ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ സംഭവിക്കുന്നു. അപ്പോൾ മനുഷ്യനൊരു ആശ്വാസം വേണം. ആ ആശ്വാസം കിട്ടുന്നതിന് വേണ്ടി, തന്റെ സംഘർഷങ്ങൾ ഇറക്കി വെക്കുന്നതിന് വേണ്ടി അവനൊരു അത്താണി വേണം. ആ അത്താണിയാണ് യഥാർത്ഥത്തിൽ ദൈവം. ആ ദൈവം തന്റെ സംരക്ഷണത്തിനുണ്ട്, തുണക്കുണ്ട്, ഇതിനെല്ലാം പരിഹാരമുണ്ടാകുമെന്നൊരു ആശ്വാസം ലഭിക്കുന്നതിന് വേണ്ടി മനുഷ്യൻ ഉണ്ടാക്കി തീർത്തതാണ് മതം. അത് ഈ തരത്തിലുള്ള ചിന്തകൾ മനുഷ്യനിൽ ഉണ്ടാകുന്നത് ആ മനുഷ്യന്റെ സാമ്പത്തികമായ പ്രതിസന്ധികൾ കൊണ്ടാണ് എന്ന് പറയുന്നതോടുകൂടി ഞാൻ വിചാരിക്കുന്നത് മാർക്സ് അതുവരെ ഉണ്ടാക്കി കൊണ്ടുവന്ന ഫിലോസഫിയുടെ സൗധം തന്നെ കൊളാപ്സ്ഡ് ആവുകയാണ്. കാരണം മനുഷ്യനെ ഇത്രത്തോളം റെഡ്യൂസ് ചെയ്യുന്ന, കേവലം ഒരു രാസസംയുക്തമായി റെഡ്യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ കേവലം ഒരു ആമാശയമായി റെഡ്യൂസ് ചെയ്യുന്ന, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തിന്നാനും ഉടുക്കാനും കുടിക്കാനും കിട്ടലാണ്, അത് മാത്രമാണ് മനുഷ്യൻ ജീവിതത്തിൽ ലക്ഷ്യമായി കാണുന്നത്. അതിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ സമാധാനം കണ്ടെത്താനാണ് മനുഷ്യർ ഇതേപോലുള്ള വലിയ ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്ന് പറയുന്നൊരു രീതിയിലേക്ക് അത് പോകുന്നതോടുകൂടി, മാർക്സ് പലതുമാണ്. അദ്ദേഹം ഒരു ഫിലോസഫറാണ്, അദ്ദേഹം പൊളിറ്റിക്കൽ എക്കണോമിസ്റ്റ് ആണ്, അദ്ദേഹം സോഷ്യോളജിസ്റ്റ് ആണ്, അദ്ദേഹം ഹിസ്റ്റോറിയൻ ആണ്, അദ്ദേഹം പലരുമാണ്. പക്ഷെ ഒരു ഫിലോസഫർ എന്ന നിലയിൽ മാർക്സ് തുടങ്ങുന്നിടത്ത് തന്നെ സ്വയം അവസാനിക്കുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാൻ ഇഷ്ടം. ഇവിടെ എന്താണ്, ഞാൻ പോക്രമാഷിന്റെ അദ്ദേഹത്തിന്റെ ആത്മകഥ വായിക്കുകയുണ്ടായി. എനിക്ക് വളരെ കൗതുകം തോന്നിയൊരു കാര്യമാണ്. പോക്രമാഷ് എന്നതിൽ പറയുന്നുണ്ട്, ഈ പ്രപഞ്ചത്തിന്റെ നടുവിൽ എന്റെ യാതൊരു സമ്മതവും ഇല്ലാതെ എടുത്തെറിയപ്പെട്ടതുപോലെയാണ് എനിക്ക് തോന്നുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഒരു ഫിലോസോഫിക്കലി നമ്മൾ പറഞ്ഞാൽ വളരെ ആഴമുള്ള ഒരു പ്രസ്താവനയാണിത്. നമ്മളുടെ ആരുടെയും സമ്മതമില്ലാതെ നമ്മൾ ഈ പ്രപഞ്ചത്തിന്റെ നടുവിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നത് പോലെ, എടുത്തെറിയപ്പെടുന്നത് പോലെയാണ് എനിക്ക് സ്വയം അനുഭവപ്പെടുന്നത്, എന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ തോന്നുന്നത് എന്ന് അദ്ദേഹം പറയാണ്. ഈ പ്രശ്നം, ഈ ചോദ്യം ഉണ്ടാകുന്നത് തിന്നാൻ കിട്ടാത്തതുകൊണ്ടാണോ? ഈ ചോദ്യം ഉണ്ടാകുന്നത് നമ്മൾക്ക് പൈസ ഇല്ലാത്തതുകൊണ്ടാണോ? ഈ ചോദ്യം ഉണ്ടാകുന്നത് നമ്മൾ ഇവിടുത്തെ സാമ്പത്തിക ബന്ധങ്ങളിലെ, ഉൽപാദന ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ കൊണ്ടാണോ? ഞാൻ അതിനെ ഒരു നിലക്കും മാർക്സ് ഈ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ച സാമ്പത്തികമായ ഇവിടെയുള്ള അനീതിയുടെ, ചൂഷണത്തിന്റെ, അടിച്ചമർത്തലിന്റെ ഘടനാപരമായ കുറെ സംഭവങ്ങളുണ്ട് അദ്ദേഹം ശരിയായി ചൂണ്ടിക്കാണിച്ച. അതായത് മുതലാളിത്തം ആവിർഭവിച്ചുകൊണ്ടിരിക്കുന്ന ഫ്യൂഡലിസത്തിൽ നിന്ന് മുതലാളിത്തത്തിലേക്കുള്ള ട്രാൻസിഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ ഹിംസാത്മകമായി മുതലാളിത്തം ലോകത്ത് നടത്തിക്കൊണ്ടിരുന്ന ദുരാർത്തിമൂത്ത അവരുടെ സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ വേണ്ടി ഇവിടുത്തെ പാവങ്ങളെ ചവിട്ടി തേച്ചുകൊണ്ട് ഉണ്ടാക്കിക്കൊണ്ടുവന്ന ഈ ക്യാപിറ്റലിസം എന്ന് പറയുന്നതിന്റെ മനുഷ്യവിരുദ്ധതയെ വളരെ നന്നായി, അതിന്റെ ചൂഷണോന്മുഖതയെ അദ്ദേഹത്തിന് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നു. പക്ഷേ അത് ചൂണ്ടിക്കാണിക്കുവാൻ അതുകൊണ്ട് അദ്ദേഹം ഒബ്സസ്ഡ് ആകുന്നു എന്നാണ് ഞാൻ പറയുന്നത്. മാർക്സ് വലിയ ചോദ്യങ്ങൾ അവശേഷിപ്പിക്കുകയാണ്. നമ്മൾ സമൂഹത്തെ പറ്റി പറയുമ്പോൾ ഈ പ്രപഞ്ചം ഇവിടെ ഉണ്ട്, ഈ ജീവജാലങ്ങൾ ഇവിടെ ഉണ്ട്, നമ്മളുടെ അസ്തിത്വമുണ്ട്, നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നമ്മൾ എവിടെ നിന്ന് വന്നു എന്ന ചോദ്യമുണ്ട്, നമ്മൾ എങ്ങോട്ട് പോകുന്നു എന്ന ചോദ്യമുണ്ട്. ഈ ചോദ്യങ്ങൾ മുഴുവൻ കേവലം നമ്മുടെ സാമ്പത്തികമായ പരാധീനതയുടെ പ്രതിഫലനങ്ങൾ മാത്രമാണ് എന്ന് പറയുക വഴി മനുഷ്യാസ്തിത്വത്തെ അത്രയും ചുരുക്കിക്കെട്ടുകയും അപമാനിക്കുകയുമാണ് അദ്ദേഹം ചെയ്യുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ വലിയ ചോദ്യങ്ങളെ കൂടി കാണേണ്ടതുണ്ട് എന്നാണ് ഞാനിവിടെ നിർദ്ദേശിക്കുന്നത്. നമ്മൾ മനുഷ്യൻ, സമൂഹം, പ്രപഞ്ചം എന്ന് പറയുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് ഇവിടെ വന്നു, എന്താണ് നമ്മളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം? ഞാൻ ഈ വിഷയത്തിൽ തിരിഞ്ഞു നോക്കുന്നത് ഒരിക്കലും ഒരു 1.5 നൂറ്റാണ്ട് മുമ്പ് ജീവിച്ച ഒരു ബുദ്ധിജീവിയിലേക്കല്ല. അതാണ് ഈ വിഷയത്തിന്റെ ഒരു ക്രക്സ്, അതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം തന്നെ സൂചിപ്പിച്ചതുപോലെ നമ്മളെ സമ്മതമൊന്നും ഇല്ലാതെ ഇങ്ങോട്ട് എടുത്തെറിയപ്പെട്ടതാണ്. അതിൽ നമ്മൾക്ക് യാതൊരു റോളും ഇല്ല. ഞാനിവിടെ എന്തുകൊണ്ട് വന്നു, ഞാൻ എങ്ങോട്ടാണ് പോകുന്നത്, എനിക്കിവിടെ എന്താണ് ചെയ്യാനുള്ളത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞു തരാൻ 19-ാം നൂറ്റാണ്ടിൽ ജീവിച്ച കാൾ മാർക്സിന് കഴിയും എന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല. അത് കാൾ മാർക്സിനെന്നല്ല, ആർക്കും കഴിയൂല. അത് എനിക്കും പറ്റൂല, നിങ്ങൾക്കും പറ്റൂല. കാരണം നമ്മൾ എന്ന് പറയുന്നത് ഈ നമ്മളുടെ അസ്തിത്വവുമായി, നമ്മളുടെ ഫാക്കൽറ്റികളുമായി, നമ്മളുടെ ചുറ്റുപാടുകളിലേക്കും നോക്കുമ്പോൾ നമ്മളെപ്പോലുള്ള മനുഷ്യർ തന്നെയാണ് നമ്മൾക്ക് ചുറ്റുമുള്ളത്. അവിടെ എന്തുകൊണ്ട് മാർക്സിനെ ആത്യന്തികമായി എനിക്ക് സത്യത്തിൽ ഒരു വെളിപാട് ഒക്കെ ഉണ്ടല്ലോ, നമ്മളൊരു പ്രവാചകൻ എന്നൊക്കെ പറയുന്നത് പോലെ മാർക്സിനെ അവതരിപ്പിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. അദ്ദേഹം ആത്മീയമായ രൂപകങ്ങൾ അദ്ദേഹം ഉപയോഗിക്കുന്നു എന്നല്ല, പക്ഷെ ഏതാണ്ട് ആ സ്ഥാനത്താണ്. കാരണം
നമ്മൾ മനുഷ്യൻ ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു തന്ന ബുദ്ധിജീവിയായി, ആദ്യത്തെ ബുദ്ധിജീവിയായി, അത് ഏറ്റവും സമഗ്രതയിൽ സമർത്ഥിച്ച ബുദ്ധിജീവിയായി അദ്ദേഹത്തെ അവതരിപ്പിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മൾ ഇവിടെ ഉണ്ടാകണമെങ്കിൽ ഈ പ്രപഞ്ചം ഉണ്ടാവണം, ഈ പ്രപഞ്ചത്തിൽ നമ്മളുണ്ട്, ഇവിടെ മനുഷ്യരുണ്ട്, എല്ലാം ഉണ്ട്. അവിടെ ആ പ്രപഞ്ചത്തെയും നമ്മളെയും സംവിധാനിച്ചത് ആരാണോ അവന് മാത്രമേ നമ്മൾ എന്തുകൊണ്ട് ഇവിടെ, നമ്മൾ എങ്ങനെ ഇവിടെ, എന്താണ് നമ്മളുടെ പണി, എന്താണ് നമ്മളുടെ ജീവിതത്തിന്റെ ദൗത്യം, എന്താണ് നമ്മളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു തരാൻ കഴിയൂ. അതൊരിക്കലും മനുഷ്യർക്ക് ആർക്കും കഴിയൂല. ഇപ്പോ മാർക്സിന്റെ മനുഷ്യ ദർശനം എന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാലോ, മാർക്സ് മനുഷ്യനെ പറ്റിയുള്ള ഫിലോസഫി പിന്നെ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹത്തെ ഏറ്റവും അധികം അട്രാക്ട് ചെയ്ത ഒരാൾ എന്ന് പറഞ്ഞാൽ ചാൾസ് ഡാർവിനാണ്. ചാൾസ് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം, എംഗൽസിനടക്കം, എംഗൽസ് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തത്തെ ഉപയോഗിച്ച് മനുഷ്യ പരികല്പനയെ കുറെ കൂടി മൂർത്തമായി അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ ഏംഗൽസ് ആണെങ്കിലും മാർക്സ് ആണെങ്കിലും ഒക്കെ ഡാർവിനിലേക്ക് നോക്കുന്നു. ഈ ഡാർവിനിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ഡാർവിനിൽ നിന്ന് ഇപ്പൊ സയൻസ് കുറെ മുന്നോട്ട് പോയി, ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകില്ല. പക്ഷെ ഒരു ഡാർവീനിയൻ പാരഡൈമിൽ നോക്കിയാൽ നമ്മൾ ആരാണ്, നമ്മളുടെ തലച്ചോറ് എന്താണ്, നമ്മളുടെ ബുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ്, അത് കേവലം ഒരു, നമ്മളുടെ ശരീരം എന്ന് പറഞ്ഞാൽ വളരെ യാദൃച്ഛികമായ രാസസംയുക്തം മാത്രമാണ്. വളരെ യാദൃച്ഛികമായി കുറെ രാസപ്രക്രിയകളുടെ ഭാഗമായ ഒരു ആക്സിഡന്റ് പോലെ സംഭവിച്ചതാണ് നമ്മളെ ബുദ്ധി എന്ന് പറയുന്നത്. ഈ ബുദ്ധി, അതാണ് നമ്മളുടെ ബുദ്ധി എന്ന് പറയുമ്പോൾ, ആ ബുദ്ധി ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ പ്രപഞ്ചത്തെ വ്യാഖ്യാനിക്കുന്നത്? ആ ബുദ്ധി ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമ്മളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം കണ്ടെത്തുന്നത്? ആ ബുദ്ധി ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ എവിടുന്നാണ് വന്നത്, എങ്ങോട്ടാണ് പോകുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത്? ആ ബുദ്ധി എങ്ങനെയാണ് അതിന് പറ്റിയൊരു ഉപകരണമായി തീരുക? ഇപ്പൊ മാർക്സ് ഫിലോസഫിയുടെ മാധ്യമം ഉപയോഗിച്ചുകൊണ്ട്, ഫിലോസഫിയുടെ രീതി ഉപയോഗിച്ചുകൊണ്ട് ഈ ചോദ്യത്തിന് ഉത്തരം കാണാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോഴുള്ള പ്രശ്നം അതാണ്. അവിടെയാണ് ഞാൻ ഇസ്ലാമിലെ പ്രവാചകത്വം എന്ന പരികല്പനയെ അവതരിപ്പിക്കുന്നത്. നമ്മൾ റിസാലത്ത് അല്ലെങ്കിൽ നുബൂവത്ത് എന്ന് പറയുമ്പോൾ അവിടെ അടിസ്ഥാനപരമായി അതിൻ്റെ ഒരു ക്രക്സ് എന്ന് പറഞ്ഞാൽ, നമ്മൾക്ക് നമ്മളുടെ തലച്ചോറ് കൊണ്ട് കേവലമായി കണ്ടെത്താൻ കഴിയാത്ത നമ്മളുടെ ജീവിതത്തിന്റെ ലക്ഷ്യവും ദൗത്യവും നമ്മൾക്ക് ഈ പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവ് തന്നെ നമ്മളെ പഠിപ്പിക്കുക എന്നതാണ് അതിന്റെ ലോജിക്ക്. അത് നിർവഹിക്കുന്നതിന് വേണ്ടി നമ്മളിൽ നിന്ന് തന്നെയുള്ള മനുഷ്യരെ തെരഞ്ഞെടുക്കുകയും ആ മനുഷ്യർക്ക് വെളിപാടുകൾ നൽകുകയും അവർ നമ്മൾക്കിടയിലേക്ക് കടന്നു വന്നുകൊണ്ട് അവരുടെ സ്വന്തം അഭിപ്രായങ്ങൾ എന്നുള്ള നിലക്കോ ഗവേഷണങ്ങൾ എന്നുള്ള നിലക്കോ അല്ല, അവർ പ്രപഞ്ചനാഥനിൽ നിന്നുള്ള വെളിപാടുകൾ സ്വീകരിച്ചുകൊണ്ട്, സന്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ആരാണെന്നും നമ്മൾ എന്തുകൊണ്ടാണ് ഇവിടെ എന്നും നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്നും നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നും അവർ പഠിപ്പിക്കുന്നു. ആ പഠിപ്പിക്കാൻ വേണ്ടി കടന്നു വന്ന പ്രവാചകന്മാരുടെ വഹ്യ് എന്ന് പറയുന്ന ഈ ഒരു ടെക്നിക്കിലേക്കല്ലാതെ, ഈ ഒരു അപ്പററ്റിലേക്കല്ലാതെ വേറെ ഒന്നിലേക്ക് തിരിഞ്ഞാലും അത് മാർക്സ് എന്നല്ല, നമ്മൾ ലോകത്തെ ഏത് ഫിലോസഫറിലേക്ക് തിരിഞ്ഞാലും ഫിലോസഫർ അത് മാർക്സിന്റെ മാത്രമല്ല. ഇപ്പൊ സോക്രട്ടീസിന്റെ കാലത്ത് അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു പ്രവാചക തുല്യനായിട്ടാണ് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർക്കിടയിൽ ശരിക്കും ആഘോഷിക്കപ്പെട്ടിരുന്നത്. നമ്മൾ ഹെയ്ഗൽ, ഇപ്പൊ മാർക്സ് ഒരു ഹെയ്ഗലിയൻ ആവുന്നു എന്ന് പറയുമ്പോൾ ഈ ഹെയ്ഗൽ എന്ന് പറയുന്ന ആൾ അത്രയും സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട ഒരു ഇന്റലക്ച്വൽ ആണ്. ഹെയ്ഗൽ എന്ന് പറയുന്നത് ജീവിതത്തിന് ആത്യന്തികമായി ജീവിതത്തിന്റെ അർത്ഥം എന്താണ്, ലക്ഷ്യം എന്താണ്, ദൗത്യം എന്താണ്, പ്രപഞ്ചത്തിന്റെ വ്യാഖ്യാനം എന്താണെന്നൊക്കെ നമ്മൾക്ക് പഠിപ്പിച്ചു തന്നു എന്ന ഒരു തരത്തിലുള്ള ഒരു യൂഫോറിയ ആ കാലഘട്ടത്തിൽ ജർമ്മൻ ഇന്റലക്ച്വൽ സർക്കിളുകൾ ഉണ്ടാക്കിയ ഒരാളാണ്. ഇങ്ങനെ പലരും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവരെല്ലാം തന്നെ അവരുടെ സ്ഥലകാല പരിമിതികൾ കൊണ്ട്, അവരുടെ ബുദ്ധിയുടെ പരിമിതികൾ കൊണ്ട്, അവർ ജീവിച്ച കാലഘട്ടത്തിന്റെ പരിമിതികൾ കൊണ്ട് വലയം ചെയ്യപ്പെട്ടവരായിരിക്കും എന്നതുകൊണ്ട് തന്നെ അവരുടെ ആരുടെയെങ്കിലും ടെക്സ്റ്റുകളിലേക്ക് ജീവിതത്തിന്റെ ലക്ഷ്യവും ദൗത്യവും അർത്ഥവും മനസ്സിലാക്കാൻ തിരിയുന്നതിന് പകരം ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ചവനിലേക്ക് തന്നെ അതിന് തിരിയുകയല്ലാതെ എപ്പിസ്റ്റമോളജിക്കലി സൗണ്ടായ ഒരു മാർഗവും മനുഷ്യർക്ക് മുന്നിലില്ല എന്നാണ് ഞാൻ പറയുന്നത്. അവിടെ ആ പ്രവാചകന്മാരിൽ അവസാനത്തെ ആൾ എന്നുള്ള നിലക്കാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ പരിഗണിക്കുന്നത്. ഞാൻ മാർക്സിനെ ഗുരുമുഖമായി സ്വീകരിക്കുന്നതും മുഹമ്മദ് നബിയെ ഗുരുമുഖമായി സ്വീകരിക്കുന്നതും തമ്മിലുള്ള അന്തരമാണ് ഞാൻ പറയുന്നത്. ഒന്ന് പറഞ്ഞാൽ കേവലം ഒരു ഫിലോസഫിയുടെ ബുദ്ധിപരമായ വ്യായാമങ്ങൾ ഉപയോഗിച്ച് പ്രപഞ്ചത്തെ വ്യാഖ്യാനിക്കുവാനും വിശദീകരിക്കുവാനുള്ള ഒരു ശ്രമമാണ്. അതേസമയം ഇത് എന്ന് പറയുന്നത് പ്രപഞ്ചരക്ഷിതാവിൽ നിന്നുള്ള വെളിപാടിന്റെ അടിസ്ഥാനത്തിൽ നമ്മളുടെ ജീവിതത്തിന്റെ ദൗത്യം എന്താണ് എന്നും ലക്ഷ്യം എന്താണ് എന്നും പഠിപ്പിക്കുവാനുള്ള ശ്രമമാണ്. അപ്പൊ മാഷ് ഇവിടെ നിരന്തരമായി വേവലാതിപ്പെട്ടത്, നമ്മൾ പിന്നെന്താണ്, പ്രകൃതിയെ തകർക്കുന്നു, പരിസ്ഥിതിയെ തകർക്കുന്നു, നമ്മൾ ഓസോൺ പാളിയിൽ വിള്ളൽ വീഴ്ത്തുന്നു, നമ്മൾ ഈ യുദ്ധങ്ങൾ ഉണ്ടാക്കുന്നു. ഇത് ഒരു
മാഷ് ഒരു നിമിഷത്തേക്ക് ആത്മീയവാദിയാകുന്നു എന്നാണ് ഞാൻ പറയുക. കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഭൗതികവാദത്തിൻ്റെതായ തലത്തിൽ വെച്ച് നോക്കിയാൽ നമ്മൾ വെറും രാസസംയുക്തങ്ങൾ മാത്രമാണ്. അതിൻ്റെ അപ്പുറത്ത് നമ്മളുടെ ആരുടെയും ശരീരത്തിനോ ജീവിതത്തിനോ പ്രത്യേകിച്ച് എന്തെങ്കിലും അങ്ങനത്തെ ഒരു ഡിഗ്നിറ്റിയോ സാങ്ക്ടിറ്റിയോ ഒന്നുമില്ല. നമ്മളൊരു കെമിക്കൽ കോമ്പൗണ്ട് മാത്രമാണ്. ആ കെമിക്കൽ കോമ്പൗണ്ട് മാത്രമായ നമ്മൾ പ്രകൃതിയെ തകർക്കരുത് എന്ന് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ ഒരു ബേസ് എന്താണ്? നമ്മൾ പരിസ്ഥിതിയെ ശിഥിലീകരിക്കരുത്, മനുഷ്യരെ ചുറ്റുള്ളവരെ ഉപദ്രവിക്കരുത്, ചൂഷണം ചെയ്യരുത്, അനീതി കാണിക്കരുത് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അതിൻ്റെ ഒരു അടിത്തറ എന്താണ്? അതിനെന്തെങ്കിലും ഒരു അടിത്തറ വേണ്ടേ? ഞാൻ കേവലം ഒരു വളരെ യാദർച്ഛികമായി ഇവിടെ ഒരു അക്ഷരത്തെറ്റ് പോലെ ഉണ്ടായി വന്ന ഒരു രാസസംയുക്തം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കാർബണിന്റെ കുറെ ഇങ്ങനത്തെ കെമിക്കൽ കോമ്പൗണ്ട്സ് കൂടിച്ചേർന്നുണ്ടായ ഒരു ഉടൽ മാത്രമാണ് ഞാനെങ്കിൽ ഈ ഉയർന്ന ധാർമ്മികതയെക്കുറിച്ചും മാനവികതയെക്കുറിച്ചും ഒക്കെ എന്നോട് പറയുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്? അവിടെ നമ്മൾ ഈ നന്മ തിന്മ, മനുഷ്യൻ നന്മ ചെയ്യുന്നു തിന്മ ചെയ്യുന്നു, മനുഷ്യന് നന്നാകാനുള്ള സാധ്യതയുണ്ട് മോശമാകാനുള്ള സാധ്യതയുണ്ട്, മനുഷ്യൻ പ്രകൃതിയിൽ ഇടപെടുന്നു പ്രപഞ്ചത്തിൽ ഇടപെടുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ആവർത്തിച്ച് പറയുന്നു, മനുഷ്യനിൽ ഒരു ആത്മാവുണ്ടെന്നും ആ ആത്മാവിന് പ്രപഞ്ചരക്ഷിതാവിൽ നിന്നുള്ള മാർഗദർശനം ആവശ്യമുണ്ട് എന്നുമുള്ള വസ്തുതകളാണ് യഥാർത്ഥത്തിൽ നമ്മൾക്ക് കൂടുതൽ അനാവൃതമായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതല്ലാത്ത ഒരു രീതിയിലും അത് ഞാൻ മാർക്സിന്റെ അദ്ദേഹത്തിന്റെ ഒരു ബുദ്ധി വൈഭവത്തെയോ അപഗ്രഥന പാഠവത്തെയോ അല്ല ഞാൻ നിരാകരിക്കുന്നത്. മാർക്സ് ഒരു ബുദ്ധിജീവി എന്നുള്ള നിലക്ക് തീർച്ചയായും അദ്ദേഹം ആ രീതിയിലുള്ള കോൺട്രിബ്യൂഷൻസ് ഉള്ള ഒരാളാണ്. തീർച്ചയായും അദ്ദേഹം വളരെ സെമിനലായ ഇതേപോലുള്ള പല ഐഡിയകളും മുന്നോട്ട് വെച്ച ഒരാളാണ്. പക്ഷേ അതുകൊണ്ടൊന്നും നമ്മളുടെ ജീവിതത്തിന്റെ പ്രപഞ്ചത്തിലെ നമ്മുടെ ഇടത്തിന്റെ വ്യാഖ്യാനം പറഞ്ഞു തരാൻ അദ്ദേഹത്തെ പോലെ ഒരാൾക്ക് കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. രണ്ട് വിഷയാവതരണങ്ങളും ഭംഗിയായിട്ട് അവസാനിച്ചു. ഇനി ഇരു സംവാദകരും തമ്മിലുള്ള വിഷയാവതരണത്തിലുള്ള പ്രതികരണങ്ങളാണ്. ഡോക്ടർ പി കെ പോക്കർ ആദ്യ അവസരം. അദ്ദേഹത്തിന് 15 മിനിറ്റാണ് മുസ്തഫ തൻവീറിന്റെ വിഷയാവതരണത്തിലുള്ള പ്രതികരണത്തിനുള്ള അവസരം. പ്രിയപ്പെട്ടവർ, ഇവിടെ മുസ്തഫ തൻവീർ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ താരതമ്യേന വ്യക്തമായി തന്നെ അവതരിപ്പിക്കുകയുണ്ടായി. അദ്ദേഹം മാത്രമല്ല, പൊതുവെ മാർക്സിനെ അല്ലെങ്കിൽ മാർക്സ് മുന്നോട്ട് വെച്ച തത്വചിന്താപരവും സാമൂഹ്യശാസ്ത്രപരവുമായ ആദർശലോകത്തെ പലപ്പോഴും ന്യൂനീകരിച്ചാണ്, സങ്കോചിപ്പിച്ചാണ് ആളുകൾ മനസ്സിലാക്കാറുള്ളത്. അത് ദൈക്ഷണികർ മുതൽ സാധാരണ മനുഷ്യർ വരെ അങ്ങനെ ചെയ്യാറുണ്ട്. അതിൻ്റേതായ കാരണങ്ങളുമുണ്ട്. കാരണം അടിസ്ഥാനപരമായി മാർക്സിസം മുന്നോട്ട് വെക്കുന്ന തുല്യതയെ സംബന്ധിക്കുന്ന, സമത്വത്തെ സംബന്ധിക്കുന്ന സങ്കല്പം മനുഷ്യൻ്റെ ദാരിദ്ര്യവുമായും വിശപ്പുമായും ചൂഷണ കേന്ദ്രിതമായ ജീവിതാവസ്ഥയുമായും സമരോത്സുകമായി ഇടപെട്ടുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് അത്തരത്തിലുള്ള സങ്കോചിപ്പിക്കലുകൾക്ക്, അത്തരത്തിലുള്ള റിഡക്ഷനിസത്തിലേക്ക് പലപ്പോഴും ഈ ആദർശ ലോകത്തെ തന്നെ ആളുകൾ ആ രീതിയിൽ ആവിഷ്കരിക്കാൻ കാരണമായി തീരുന്നത്. മുസ്തഫ തൻവീർ ഇവിടെ പറയുമ്പോൾ ആമാശയത്തിലേക്ക് മാർക്സിസം ചുരുങ്ങിപ്പോകുന്നു എന്ന് പറയുകയുണ്ടായി. അതൊക്കെ സാധാരണ നമ്മൾ പത്രങ്ങളിലൊക്കെ വായിക്കാം, അല്ലെങ്കിൽ ഈ TV ചർച്ചയിലൊക്കെ കാണുമ്പോൾ അങ്ങനെ പറയാം. പക്ഷേ മാർക്സിസം ഒരിക്കലും ഈ ആമാശയത്തിലേക്ക് ചുരുങ്ങിപ്പോകുന്ന ഒരു പ്രപഞ്ചവീക്ഷണമോ മനുഷ്യസങ്കല്പമോ അല്ല മുന്നോട്ട് വെക്കുന്നത് എന്നാണ് ഞാൻ എൻ്റെ പഠനത്തിലുടനീളം നാളിതുവരെയായി തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു വസ്തുത. മാർക്സിസം മുന്നോട്ട് വെക്കുന്നത് ആത്യന്തികമായി മനുഷ്യൻ മറ്റ് ജീവജാലങ്ങളിൽ നിന്ന്, ഞാൻ ആമുഖമായി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിഭിന്നമായി വളരെ സ്വതന്ത്രമായി ആവിഷ്കാരം നടത്താൻ കെൽപ്പുള്ള വേറിട്ട ഒരു ജീവിയാണ്, ഒരു ജന്തുവാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഹോമോ ഫേബർ എന്നുള്ളത് പ്രത്യേകം പറഞ്ഞത്. അപ്പോൾ അവിടെ മനുഷ്യൻ എങ്ങനെ അന്യവൽക്കരിക്കപ്പെടുന്നു, ഈ സമൂഹത്തിൽ നാളിതുവരെയുള്ള ചരിത്രവൽക്കരിക്കുക എന്നുള്ളത് മാർക്സിനെ സംബന്ധിച്ചിടത്തോളം
മാർസിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു പ്രക്രിയയാണ്. അതിപ്പം പ്രവാചകനെക്കുറിച്ച് പറയുമ്പോഴായാലും ശരി, പ്രവാചകനോ അല്ലെങ്കിൽ മറ്റ് പ്രവാചകന്മാരോ ഒക്കെ മുന്നോട്ട് വെച്ചുള്ള കൃതികളെക്കുറിച്ച് പറയുമ്പോഴായാലും ശരി, അത് ചരിത്രവൽക്കരിക്കുക എന്നുള്ളതാണ് മാർക്സും മാർസിസ്റ്റുകളും അനുവർത്തിക്കുന്ന ഒരു രീതിശാസ്ത്രം. ഉദാഹരണമായി പറയുകയാണെങ്കിൽ മുഹമ്മദ് നബിയെക്കുറിച്ച് പിക്താൾ എഴുതിയിട്ടുള്ള പുസ്തകം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് ചരിത്രവൽക്കരിച്ചുകൊണ്ടാണ് മുഹമ്മദ് നബിയെ ആ ഒരു കാലഘട്ടത്തിൽ പ്രതിഷ്ഠിക്കുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റും. കാരണം മുഹമ്മദ് നബി എന്നുള്ളത് സ്പോണ്ടേനിയസ് ആയിട്ട് ഉയർന്നു വരുന്ന ഒരു പ്രതിഭാസമല്ല. അന്നത്തെ ആ ദേശത്തിനകത്തുണ്ടായിട്ടുള്ള സാമൂഹികമായിട്ടുള്ള അന്തരീക്ഷത്തെ, സാംസ്കാരികമായ അന്തരീക്ഷത്തെ, മറ്റ് വൈരുദ്ധ്യങ്ങളെ ഇതൊക്കെ വിശകലനം ചെയ്തുകൊണ്ട്, അങ്ങനെ ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, ഒട്ടനവധി സന്ദർഭങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് മാർക്സിസത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു രീതിശാസ്ത്രപരമായ ഒരു പ്രത്യേകത, അതുണ്ടാക്കിയ ഒരു വിച്ഛേദം എന്ന് പറയുന്നത് ചരിത്രവൽക്കരിക്കുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഒരു നമ്മുടെ ഞാനിപ്പം ഓസോൺ പാളിയെക്കുറിച്ചും ഇതൊക്കെ പറഞ്ഞത് ഇപ്പം നമ്മുടെ മുമ്പിലുള്ളൊരു യാഥാർത്ഥ്യമാണല്ലോ. മാർക്സിസത്തിൻ്റെ ഒരു പ്രത്യേകതയും അത് തന്നെയാണ്. നമ്മൾ ഇമ്മീഡിയറ്റ് റിയാലിറ്റി അവഗണിച്ചുകൊണ്ട് മറ്റെന്തെങ്കിലും പറയുക എന്നുള്ള ഒരു രീതിശാസ്ത്രമല്ല മാർക്സിസം അവലംബിക്കുന്നത്. അതുകൊണ്ടുകൂടിയാണ് മാർക്സ് മതത്തെ സമ്പൂർണ്ണമായി മാറ്റിവെക്കുന്നതും. അല്ലാതെ മറ്റ് വലിയ അപകടങ്ങൾ ആ രീതിയിൽ കണ്ടുകൊണ്ടല്ല, അതൊരു ആശ്വാസമാണ് എന്നൊക്കെ ഇവിടെ തൻവീർ സൂചിപ്പിച്ച പോലെ തന്നെ മാർക്സും കാണുന്നുണ്ട്. ആ ആശ്വാസത്തിലുപരി നമ്മളെ യാഥാർത്ഥ്യം കാണാതായി പോകുന്നു. നമ്മളെ ജീവിതവുമായി ബന്ധപ്പെട്ട, മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട, മനുഷ്യാസ്തിത്വവുമായി ബന്ധപ്പെട്ട, മനുഷ്യൻ്റെ സർവൈവൽ അല്ലെങ്കിൽ അതിജീവനവുമായി ബന്ധപ്പെട്ട യാഥാർത്ഥ്യങ്ങൾ കാണാത്ത വിധത്തിൽ നമ്മൾ പരലോക ചിന്തയിലോ അല്ലെങ്കിൽ നമ്മളെ ഒട്ടും വാസ്തവത്തിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒട്ടും തന്നെ നമ്മളെ വേവലാതിപ്പെടാത്ത കാര്യങ്ങളിലേക്കോ നമ്മൾ സങ്കോചിച്ചുകൊണ്ട് നമ്മൾ ആ രീതിയിൽ മാത്രം പ്രവർത്തിക്കുന്ന ആളുകളായി, ചിന്തിക്കുന്ന ആളുകളായി, നമ്മളെ യഥാർത്ഥ പ്രശ്നങ്ങളോട് പ്രതികരിക്കാത്ത, സാമൂഹികമായിട്ടുള്ള നമ്മുടെ തന്നെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴി മുന്നോട്ടേക്ക് നയിക്കാൻ കഴിയാത്തവരായി നമ്മൾ സ്വയം തന്നെ അധപ്പതിച്ചു പോകുന്ന അവസ്ഥയിൽ നിന്ന് മനുഷ്യനെ മുന്നോട്ടേക്ക് നയിക്കാൻ പ്രാപ്തരാക്കി എന്ന അർത്ഥത്തിൽ കൂടിയാണ് ഞാൻ അവിടെ ഒരു ഗുരു എന്ന സങ്കല്പമല്ല, ഗുരു എന്നൊരു സങ്കല്പം തന്നെ മാർക്സിസത്തിന് തന്നെയാണ്. മാർക്സിസം എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ, മാർക്സ് തുടങ്ങിയെങ്കിലും അത് ഒട്ടനവധി ആളുകളിലൂടെ, ഒട്ടനവധി ദാർശനികരിലൂടെ മുന്നോട്ട് വന്നിട്ടുള്ള ഒരു പദ്ധതിയാണ്. ഇപ്പോൾ യൂറോപ്പിലാകമാനമായാലും ലോകത്തിൻ്റെ മറ്റ് വിവിധ ഭാഗങ്ങളിലായാലും ഇപ്പോഴും നടക്കുന്ന പഠന ഗവേഷണങ്ങളുടെ ഒക്കെ ഫലമായിട്ടാണ് മാർക്സിസ്റ്റ് രീതിശാസ്ത്രം വികസിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനുഷ്യനെ കാണുമ്പോൾ മനുഷ്യനെ അങ്ങനെ ഉദരമായി അല്ലെങ്കിൽ ആമാശയമായി സങ്കോചിപ്പിക്കുകയില്ല. മനുഷ്യനെ മഹത്തായ ഒരു ജീവജാലമായി, മഹത്തായ ഒരു ഉത്കൃഷ്ടമായ ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗമായി നിലനിൽക്കുന്ന ഒരു ജൈവിക അസ്തിത്വമായി കാണുകയും ആ ജൈവിക അസ്തിത്വം എന്നുള്ളത് മറ്റ് ഈ പറയുന്ന രാസസംഘാതം എന്നുള്ളത് ചാർവാക ദർശനത്തിലൊക്കെ പറയുന്ന പോലെ വെറും ഒരു രാസസംഘാതം എന്ന രീതിയിലല്ല മാർക്സ് മനുഷ്യനെ കാണുന്നത്. മനുഷ്യൻ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള വേറിട്ട ഒരു അസ്തിത്വമായി തന്നെയാണ് മാർക്സ് പ്രതിപാദിക്കുന്നത്. അതേസമയം മാർക്സ് എന്നല്ല, മാർക്സിസ്റ്റ് രീതിശാസ്ത്രം സ്വീകരിക്കുന്ന എല്ലാ ആളുകളും വളരെ പ്രധാനമായി അവലംബിക്കുന്ന ഒരു ഘടകം എന്നുള്ളത് കോസേഷൻ എന്നുള്ളതാണ്. കാര്യകാരണ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങളെ പറയുക എന്നുള്ളതാണ്. ഇതിനോട് ഇപ്പോൾ ഇവിടെ തൻവീർ വിയോജിച്ചതിൽ എനിക്ക് യാതൊരു അത്ഭുതവും തോന്നുന്നില്ല. കാരണം ഗസാലി, ലോകപ്രശസ്തനായിട്ടുള്ള ചിന്തകനും തിയോളജിയനുമായിട്ടുള്ള ഗസാലി ദാർശനികരുടെ പൊരുത്തക്കേടുകൾ എന്ന് പറഞ്ഞ വളരെ പ്രസിദ്ധമായിട്ടുള്ള കൃതി എഴുതിയത് തന്നെ യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഈ കാര്യകാരണ സിദ്ധാന്തത്തെ നിരാകരിച്ചുകൊണ്ട്, അങ്ങനെ കാര്യകാരണ സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ ആ ഒരു രീതിശാസ്ത്രം തന്നെ സ്വീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. പിന്നീട് പിൽക്കാലത്ത് ഇബ്നു റുഷ്ദ് അതിന് വലിയ ഗംഭീരമായിട്ടുള്ള മറുപടി എഴുതിയിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. പൊരുത്തക്കേടിലെ പൊരുത്തക്കേട് എന്ന് പറഞ്ഞിട്ടാണ്, ഇൻകോഹറൻസ് ഓഫ് ഇൻകോഹറൻസ് എന്നാണ് അതിന് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ആ ഒരു സംവാദം വളരെ നേരത്തെ തന്നെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ലോക തത്വചിന്തയുടെ ചരിത്രത്തിൽ അത് മതചിന്തകളുമായും മതേതര ചിന്തകളുമായും മറ്റ് ശാസ്ത്രചിന്തകളുമായും ഒക്കെ സംവാദങ്ങൾ പല രീതിയിൽ ലോകത്ത് നടന്നിട്ടുണ്ട്.
സംവാദം പല ഘട്ടങ്ങളിലും നടന്നിട്ടുണ്ട്. പലപ്പോഴും ഈ സംവാദങ്ങൾ നമ്മൾ അവഗണിക്കുകയും വിവാദങ്ങളിലേക്ക് മാറിപ്പോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ആത്യന്തിക സത്യം എന്നുള്ളത് എന്നെ ആശ്രയിച്ച് ഒരാൾക്ക് ജീവിക്കാം, ഒരാൾക്ക് അങ്ങനെ വിശ്വസിക്കാം. പക്ഷെ അങ്ങനെ വിശ്വസിക്കുമ്പോൾ പോലും ഞാൻ കരുതുന്നത് അവരെക്കുറിച്ച് തന്നെയായാലും ചുറ്റുപാടുള്ള മനുഷ്യരെക്കുറിച്ചാലും ഭൗതിക വാദപരമായിട്ടുള്ള വിശകലനങ്ങളിൽ നിരന്തരം ഇടപെട്ടുകൊണ്ടാണ് ഇന്ന് ലോകത്ത് ജീവിക്കുന്നത്. പക്ഷെ അങ്ങനെ ചിലപ്പോഴെങ്കിലും അങ്ങനെ ജീവിക്കുന്നതിൽ നിന്ന് എത്രമാത്രം നമ്മൾ വഴിമാറുന്നുണ്ട് എന്ന ചോദ്യമുണ്ട്. തീർച്ചയായും ഇവിടെ പറഞ്ഞതുപോലെ നമ്മളിവിടെ എറിയപ്പെട്ടു എന്നുള്ളത് അതെൻ്റെ ഒരു പ്രയോഗമല്ല, നേരത്തെ തന്നെ ഐഡേഗർ ഉപയോഗിച്ചുള്ള പ്രയോഗമാണ്. വി ആർ ത്രോൺ ഇൻ ടു ദ വേൾഡ് എന്നുള്ളത്. കാരണം നിങ്ങളിപ്പം കോഴിക്കോട്ട് ജനിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് പാലക്കാട്ടാവാമായിരുന്നു ജനിക്കല്, പക്ഷേ നിങ്ങളെ മാതാപിതാക്കൾ ഇവിടെ ആയതുകൊണ്ട് കോഴിക്കോട്ട് ജനിച്ചു, അല്ലെങ്കിൽ പാലക്കാടായിരുന്നു ജനിക്കുക, അല്ലെങ്കിൽ അമേരിക്കയിലായിരുന്നെങ്കിൽ അവിടെയായിരുന്നു ജനിക്കുക. അപ്പോൾ ഇത് യാദൃശ്ചികമായി, ചരിത്രത്തിൽ യാദൃശ്ചികതകളുണ്ട്, അനിവാര്യതകളുണ്ട്. ഈ യാദൃശ്ചികതയും അനിവാര്യതയും എന്നതിനെക്കുറിച്ച് തന്നെയും വാസ്തവത്തിൽ മാർക്സിസ്റ്റ് രീതിശാസ്ത്രത്തെ അവലംബിച്ചുള്ള ചിന്തകളല്ലാതെ മറ്റ് ചിന്തകൾ അധികമൊന്നും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. ഒരുപാട് പരാവാരം പോലെ നമ്മുടെ വൈജ്ഞാനിക മണ്ഡലം അനുദിനം വികസിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ കാണാത്തതുകൊണ്ട് അങ്ങനെ ഒരു പഠനം ഉണ്ടായിട്ടില്ല എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. മാർക്സിസത്തിന് പുറത്തും ഒരുപാട് സംവാദങ്ങളും ചർച്ചകളും ഉണ്ടാവാം. അത് തീർച്ചയായും അത് ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുകയും ചെയ്യുമല്ലോ. മാർക്സിസം മാത്രമല്ലല്ലോ ജ്ഞാനോൽപാദനം നടത്തുന്നത്. ജ്ഞാനോൽപാദനം എന്നുള്ളത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ രീതിയിൽ ഉണ്ടാക്കപ്പെടുകയാണ്. പക്ഷേ ഈ മതാത്മക യുക്തിയിലേക്ക് സങ്കോചിച്ച് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പരിമിതി, അത് പലപ്പോഴും നമ്മളെ യാഥാർത്ഥ്യം കാണാതിരിക്കാൻ, ഇപ്പോൾ ലോകത്ത് നടക്കുന്ന യുദ്ധം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണല്ലോ, അതിന് നമ്മളെന്തിനാ അവഗണിക്കുന്നത്? നമ്മളെ കൺമുമ്പിൽ നമ്മുടെ ജീവിതത്തെയൊക്കെ ഇപ്പോഴും ബാധിച്ചിട്ടുള്ള, ഇനിയും നമ്മുടെ അടുക്കളയെ പോലും ബാധിച്ചു കൊണ്ടിരിക്കുന്ന, ഇനിയും ബാധിക്കാൻ സാധ്യതയുള്ള ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു യാഥാർത്ഥ്യം നമുക്ക് അവഗണിക്കാൻ കഴിയുകയില്ല. ആ യുദ്ധത്തിലെ ആദ്യത്തെ രക്തസാക്ഷിയായിട്ടുള്ള ഖമേനി എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വേണ്ടി ഒരു പ്രാർത്ഥന നമ്മുടെ നാട്ടിലൊന്നും നടന്നില്ല. ഏത് മനുഷ്യൻ മരിച്ചാലും, ഏത് പൂച്ചക്കുട്ടി മരിച്ചു കഴിഞ്ഞാലും ഈ മയ്യത്ത് നിസ്കരിക്കുന്ന ഒരു സമൂഹം ഖമേനിക്ക് വേണ്ടി നിസ്കരിക്കാതിരുന്നത് ഖമേനിയോട് വിരോധം ഉണ്ടായിട്ടില്ല. ഖമേനിയും ഖമേനി നേതൃത്വം കൊടുത്തിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള സാമൂഹികമായിട്ടുള്ള പ്രതിരോധത്തെയും ലോകത്തിലെ മുഴുവൻ ആളുകളും അല്ലെങ്കിൽ ജനാധിപത്യവാദികളും ഇരകളാക്കപ്പെടുന്ന ലോകത്തെ മുഴുവൻ മനുഷ്യരും പിന്തുണച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ പരലോകത്തിൽ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഗണത്തിൽപ്പെടുത്താൻ പറ്റാത്തത് കൊണ്ടാണല്ലോ. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ വളരെ വിശാലമാണെന്ന് പറയുകയും അതേസമയം നമ്മളെ വിശാലത പെട്ടെന്ന് ഈ ഒരു സന്ദർഭത്തിലേക്ക് എത്തുമ്പോൾ സങ്കോചിച്ചു പോവുകയും ചെയ്യുന്നത് മതാത്മക യുക്തിയെ മാത്രം അവലംബിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളെയും ക്രമീകരിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു ക്രമീകരണം ഒരു മയ്യത്ത് നമസ്കാരത്തിൻ്റെ ഒരു പരിമിതപ്പെടുത്തൽ മാത്രമായിരിക്കില്ല. അതിപ്പോൾ നിസ്കരിച്ചില്ലെങ്കിൽ ഖമേനിക്കൊന്നും സംഭവിക്കാനില്ല. പക്ഷേ അത് കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ടല്ലോ ലോകത്തിന്. അപ്പോൾ അത് ഞാൻ പറഞ്ഞു വരുന്നത്, ഈ രീതിയിൽ എത്രയോ അവാന്തര വിഭാഗങ്ങൾ ഈ രീതിയിൽ ആത്മാവിൽ വിശ്വസിച്ചും ദൈവത്തിൽ വിശ്വസിച്ചും ലോകത്തിപ്പോഴും ജീവിക്കുന്നുണ്ട്. അവർക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട്, അവർക്ക് കൂടി ജീവിക്കാനുള്ളതാണ് ഈ ലോകം എന്ന് തന്നെയാണ് മാർക്സിസ്റ്റുകൾ എക്കാലത്തും പറയുന്നത്, ഇപ്പോഴും പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് സാമ്രാജ്യത്തിനെതിരായിട്ടും മുതലാളിത്തത്തിനെതിരായിട്ടും നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുന്നതും ഇനിയും സംസാരിക്കേണ്ടതും എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ഇത് വിശപ്പിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ ഉദരത്തിലേക്കോ നമ്മുടെ കൂലിയിലേക്കോ മാത്രം ചുരുക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമല്ല, അത് അതിൻ്റെ ഒരു ഘട്ടമാണ്. തീർച്ചയായും അത് അനിവാര്യമായ ഘട്ടമാണ്. അത് വലിയ ഫലങ്ങൾ ലോകത്ത് ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലങ്ങളുടെ ഗുണഭോക്താക്കളായി ലോകത്തിലെ ഒരു വലിയ ജനസഞ്ചയം ഇന്ന് നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അത് ഇനിയും വളരെ മുന്നോട്ട് പോകുന്നതിന് തടസ്സമായതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉൽപ്പാദന ഉപകരണങ്ങളുടെ വികാസവുമായി ബന്ധപ്പെട്ട് പുതിയ സാങ്കേതിക മുതലാളിത്തം ടെക്നോ ക്യാപിറ്റലിസം എന്നത് അതിൻ്റെ പാരമ്യ അവസ്ഥയിൽ എത്തിയതുകൊണ്ടാണ്. ഈ ടെക്നോ ക്യാപിറ്റലിസം മനസ്സിലാക്കാനും നമുക്ക് സാധിക്കണമെങ്കിൽ തീർച്ചയായും മാർക്സിസത്തെ അവലംബിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അങ്ങനെ അവലംബിക്കുമ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന ടെക്നോ ക്യാപിറ്റലിസം എന്നുള്ളത് നേരത്തെയുള്ള മുതലാളിത്ത വ്യവസ്ഥയുടെ ചൂഷണത്തിൽ നിന്നും വളരെ മുന്നോട്ട് പോയി വളരെ തീവ്രമായ ചൂഷണ കേന്ദ്രിതമായിട്ടുള്ള മനുഷ്യരെന്ന് പറയുന്ന ഒരു വിഭാഗത്തിന് തന്നെ അവഗണിച്ചുകൊണ്ട് അത് പൂർണ്ണമായി നിഷ്കാസനം ചെയ്താലും, ഇപ്പം ഗസ മുഴുവൻ ഒഴിവാക്കിയെടുത്താലും കുഴപ്പമില്ല, അവിടെ കച്ചവട കേന്ദ്രമായാൽ മതി, ആർക്ക് വേണ്ടി എന്ന ചോദ്യമുണ്ട്.
ഇപ്പോൾ ദുബായിലൊക്കെ ഇത്രമാത്രം പ്രതിസന്ധി പെട്ടെന്ന് സൃഷ്ടിക്കപ്പെട്ടത് എന്തുകൊണ്ടാണെന്ന് നമുക്കറിയാവുന്നതാണ്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പ്രതിസന്ധി തന്നെയാണ്. ഈ പ്രതിസന്ധികൾ മുഴുവൻ സൃഷ്ടിച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ മനുഷ്യരെ തന്നെ ഉന്മൂലനം ചെയ്യുന്ന രീതിയിൽ സാമ്പത്തിക ലാഭയുക്തിയുടെ അടിസ്ഥാനത്തിൽ മാത്രം ഹെഡനിസ്റ്റിക് ആയിട്ടുള്ള ആദർശങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ആ ജീവിത പദ്ധതികൾ മാത്രം വരേണ്ടിയ വർഗങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു മുന്നേറ്റം ലോകത്ത് ആധുനിക മുതലാളിത്തം ഈ ഘട്ടത്തിലും നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് വയറ് മാത്രമല്ല, ഉദരം മാത്രമല്ല നമ്മുടെ പ്രശ്നമായി മാർക്സ് കാണുന്നത്. മനുഷ്യനെ തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിൽ നിന്ന് മനുഷ്യർക്ക് എങ്ങനെ മോചനം നേടാം എന്നുള്ളതിനെക്കുറിച്ചാണ്. അത് തീർച്ചയായും ഈ ലോകത്ത് മോചിക്കാതെ, ഈ ലോകത്ത് തന്നെ മനുഷ്യനെ മോചിപ്പിക്കാൻ കഴിയാതെ നമുക്ക് എങ്ങനെയാണ് മനുഷ്യർക്ക് സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക? അവിടെ സാമൂഹികമായ ബന്ധങ്ങളാണ്. ഇപ്പോൾ ഇവിടെ ചോദിക്കേണ്ടായി, നമ്മൾ എന്തിന് ജീവിക്കുന്നു എന്ന് നമ്മൾ എങ്ങനെ വിശദീകരിക്കുന്നു? നമ്മൾ എന്തിന് ജീവിക്കുന്നു എന്ന് വെച്ചാൽ നമ്മളൊരു നല്ല മനുഷ്യനായി ജീവിക്കുന്നത് നമ്മുടെ സാമൂഹിക ബന്ധങ്ങൾക്കകത്താണ്. ആ സാമൂഹിക ബന്ധങ്ങൾക്കകത്താണ് നമ്മുടെ മാനവികതയും നമ്മുടെ സൗഹൃദാത്മകതയും നമ്മുടെ സാഹോദര്യവും നമ്മുടെ അനുകമ്പയും നമ്മുടെ പാരസ്പര്യവും സഹായങ്ങളും ഒക്കെ യഥാർത്ഥത്തിൽ ഉണ്ടായി വരുന്നത്. അത് ഉണ്ടായി വരുമ്പോഴാണ് നമ്മളുടെ ഒരു ഹൃദയവിശാലതയും നമുക്ക് സ്വയം തന്നെ അന്യവൽക്കരിക്കപ്പെടാത്ത ആത്മസംതൃപ്തി നൽകുന്ന ഒരു മനുഷ്യനായി നമ്മൾ വികാസം പ്രാപിക്കുന്നത്. അല്ലാതെ നമ്മൾ അനുദിനം സങ്കോചിച്ചു പോവുകയാണ് ചെയ്യുക. അങ്ങനെ നമ്മൾ സങ്കോചിച്ച് ഏതെങ്കിലും ഒരു ഇടത്തിൽ ഒരു സ്ഥലത്ത് ചുരുങ്ങിപ്പോകണമോ എന്നൊരു ചോദ്യമാണ് വിശാലമായ അർത്ഥത്തിൽ വാസ്തവം മുന്നോട്ട് വെക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് മതം എന്നുള്ളത് ഒരു അത്താണി ആണ് എന്നുള്ള സൂചിപ്പിക്കേണ്ട. അങ്ങനെ ഒരു അത്താണിയായി തന്നെയാണ് മാർക്സ് കാണുന്നത്. ഒരു അത്താണി എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇന്ന് ലോകത്ത് നമ്മളിപ്പോൾ വിശകലനം ചെയ്താൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ മതങ്ങളാണുള്ളത്, വിവിധ വിശ്വാസങ്ങളാണുള്ളത്. ഒരു മതത്തിൽ തന്നെ ഒരുപാട് അവാന്തര വിഭാഗങ്ങളാണുള്ളത്. ഓരോ വിഭാഗത്തിൽപ്പെട്ട ആളുകളും വിചാരിക്കുന്നത് തൊട്ടടുത്തിരിക്കുന്ന ആൾ സ്വർഗത്തിൽ പോകില്ല എന്നാണ്. അപ്പോൾ ആത്യന്തികമായ ലക്ഷ്യം പരലോകവും സ്വർഗവും നരകവും ഒക്കെ ആണെങ്കിൽ അവിടെ നമ്മൾക്ക് പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ ഈ പെട്ടെന്ന് 15 മിനിറ്റ് ആയതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ സങ്കോചിപ്പിച്ച് കാണുമ്പോൾ നമ്മൾ സ്വയം സങ്കോചിച്ച് പോകുന്നുണ്ടോ എന്ന് സ്വയം തന്നെ ഒന്ന് ആലോചിക്കുകയും നമ്മൾ തന്നെ നമ്മുടെ മനസ്സിനെ, നമ്മുടെ ദൈക്ഷണിക ലോകത്തെ, ചിന്തയെ ഒക്കെ പാണ്ഡിത്യം കൊണ്ട് മാത്രം കാര്യമില്ലല്ലോ, നമ്മൾ ആ രീതിയിൽ നൈതികമായി വികസിപ്പിക്കാനുള്ള ഒരു പ്രതിബദ്ധതയാണ് വളർത്തിയെടുക്കേണ്ടത്. സമൂഹം ഇന്ന് ആവശ്യപ്പെടുന്നത് ആ രീതിയിലുള്ള ഒരു ദാർശനികമായ നൈതികമായ പ്രതിബദ്ധതയോട് കൂടിയിട്ടുള്ള ഇടപെടലാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ കരുതുന്നത്. ഇനി മുസ്തഫ തൻവീറിന്റെ പ്രതികരണത്തിലുള്ള സമയമാണ് 15 മിനിറ്റ്. അസ്സലാമു അലൈക്കും. പിന്നെ പോക്കർ മാഷ് അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ പറഞ്ഞു. അതിൽ അദ്ദേഹം അവസാനിപ്പിച്ചിടത്തുനിന്ന് തുടങ്ങാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമ്മളെ വിശ്വാസം, മതം എന്നൊക്കെ പറയുമ്പോൾ പലതരം വിശ്വാസങ്ങളാണ് നമ്മൾ കാണുന്നത്. ഒരു മതത്തിനുള്ളിൽ തന്നെ പലതരത്തിലുള്ള ഉൾപ്പിരിവുകൾ കാണുന്നു. പലർക്കും പല രീതിയിലുള്ള സങ്കല്പങ്ങളാണുള്ളത്. സ്വാഭാവികമാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്, ദൗത്യം എന്താണ് എന്ന് നമ്മളായിട്ട് ആലോചിച്ച് തീരുമാനിക്കാൻ തുടങ്ങിയാൽ അതിൽ ഒരുപാട് അഭിപ്രായങ്ങൾ ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ റിസാലത്തിനെ കുറിച്ച്, നുബൂവത്തിനെ കുറിച്ച്, വഹീനെ കുറിച്ച് പറഞ്ഞത്. അതിൽ ഒരുപാട് അഭിപ്രായങ്ങൾ ഉണ്ടാവുന്നുള്ളതിലപ്പുറം ആ അഭിപ്രായങ്ങൾക്കൊന്നും യാതൊരു സാങ്കത്യവും ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. നമ്മൾക്ക് അറിയാത്തൊരു ലോകത്തെക്കുറിച്ച്, നമ്മൾ പ്രപഞ്ചത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ചും അർത്ഥത്തെക്കുറിച്ചും എൻ്റെ തലച്ചോറുകൊണ്ട് ഞാനിങ്ങനെ ആലോചിച്ച് ഇവിടെ ഇരുന്ന് ഞാനിങ്ങനെ അഭിപ്രായം പറയാന്ന് പറഞ്ഞാൽ ഒരു കണക്കിന് അസംബന്ധമാണ്. കാരണം ഈ തലച്ചോറ് എന്ന് പറഞ്ഞൊരു ഫാക്കൽറ്റി ഉപയോഗിച്ച് എനിക്കൊരിക്കലും അത് കണ്ടെത്താൻ കഴിയൂല. അത് മതങ്ങൾക്കുള്ളിലും ആത്മീയ ദർശനങ്ങൾക്കുള്ളിലും ആത്മീയതയുടെ മേൽവിലാസത്തിലും ഒക്കെ തന്നെ മനുഷ്യർ സ്വന്തമായി വികസിപ്പിച്ച അങ്ങനത്തെ ആശയങ്ങൾ ഉണ്ടാവും. ആ ആശയങ്ങൾക്കൊന്നും പ്രത്യേകിച്ച് എന്തെങ്കിലും ആധികാരികത ഇല്ല. നമ്മൾ അത് സ്രഷ്ടാവിൽ നിന്ന് അവന്റെ പ്രവാചകന്മാരിലൂടെ കിട്ടിയ സന്ദേശം സ്വീകരിക്കുമ്പോൾ മാത്രമാണ് അതിനെന്തെങ്കിലും അർത്ഥം ഉണ്ടാകുന്നത്, ആധികാരികത ഉണ്ടാകുന്നത്. അതല്ലാതെ മതം എന്നുള്ള പേരിൽ അറിയപ്പെടുന്നതെല്ലാം ശരിയാണെന്നോ അല്ലെങ്കിൽ ആ ക്യാമ്പിൽ ചെന്ന് നിന്നാൽ മനുഷ്യർക്ക് എല്ലാവർക്കും ലക്ഷ്യത്തിലെത്താൻ കഴിയുമെന്നോ ഞാൻ പറഞ്ഞിട്ടില്ല. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം ഞാൻ പറഞ്ഞതിനെ ഒന്ന് തെറ്റായി മനസ്സിലാക്കിയോന്ന് എനിക്ക് തോന്നുകയാണ്. ഞാൻ യുദ്ധത്തിനെ എതിർക്കണ്ടെന്നല്ല പറഞ്ഞത്, യുദ്ധത്തിനെ പറ്റി പറയണ്ട എന്നല്ല പറഞ്ഞത്, അതിനെപ്പറ്റി പറയാണ് ചെയ്യേണ്ടത്. അത് തീർച്ചയായും പറയണം.
പക്ഷെ ഞാൻ ചോദിക്കുന്നത് അവിടെ ഒരു എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യം ഇല്ലേന്നാണ്. ഞാൻ ആരാണ്? ഇവിടുത്തെ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആരാണ്? അതിങ്ങനെ യാദൃച്ഛികമായി ഉണ്ടായി വന്ന ഒരു രാസസംഘാതം മാത്രമാണെങ്കിൽ, മാർക്സ് രാസസംഘാതം മാത്രമായിട്ടല്ല കണ്ടത് എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാനും പറഞ്ഞല്ലോ, രാസസംഘാതം എന്നുള്ളതിൽ അപ്പുറത്ത് അതിന്റെ അപ്പുറത്തേക്ക് പോയിട്ട് മനുഷ്യന്റെ ഇടപെടലുകളെയും അസ്തിത്വത്തെയും കുറിച്ച് മാർക്സ് പറഞ്ഞു. പക്ഷെ എന്തുകൊണ്ട് അത് എന്ന് മാർക്സിന് വിശദീകരിക്കാൻ പറ്റണില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഭൗതികവാദത്തിന്റെ ഒരു പ്രതലത്തിൽ ചവിട്ടി നിൽക്കുന്നു. ഭൗതികവാദത്തിന്റെ വീക്ഷണത്തിൽ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അത് മാത്രമാണ് ഒരു കെമിക്കൽ കോമ്പൗണ്ട് അല്ലാതെ വേറെ ഒന്നുമല്ല മനുഷ്യനൊരു ഒരു സോളില്ല, ഒരു സ്പിരിറ്റ് ഇല്ല, അവന് വേറെ ഉയർന്ന ലക്ഷ്യങ്ങളില്ല. ഇപ്പൊ മുതലാളിത്തത്തെ കുറിച്ച്, ലോകത്ത് നടക്കുന്ന ചൂഷണങ്ങളെ കുറിച്ച്, അനീതികളെ കുറിച്ച് ഞാൻ ചോദിക്കുന്നത്, ഒരു ഭൗതികവാദപരമായ വീക്ഷണത്തിൽ ഈ ദുരയെ, ഈ അനീതിയെ, ഈ ചൂഷണത്തെ, ഈ വെട്ടിപ്പിടിക്കലിനെ എന്ത് മാനദണ്ഡങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ എതിർക്കുന്നത്? എന്ത് വെച്ചിട്ടാണ് നമ്മൾ ഈ ധാർമ്മികതയുടെ ക്ലാസ് എടുക്കുന്നത്? ഇത് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ വെറും കുറച്ച് കെമിക്കലുകൾ കൂടി ചേർന്നപ്പോൾ ഉണ്ടായ ഒരു യാദൃച്ഛികമായ അക്ഷരത്തെറ്റാണെങ്കിൽ നമ്മൾ വലിയ ഫിലോസഫി ഇവരോട് പറയുന്നതിൽ എന്താ അർത്ഥമാണുള്ളത്? അവനാന്റെ ജീവിതം പരമാവധി സുഖകരമാക്കുക എന്ന സ്വാർത്ഥതയുടെ ഈ മുദ്രാവാക്യത്തെ എന്ത് മാനദണ്ഡം വെച്ചിട്ടാണ് നമ്മൾ തെറ്റാന്ന് പറയുന്നത്? അതാണ് ഞാൻ ചോദിക്കുന്നത്. മാർക്സിന്റെ ഡിസ്കോഴ്സിലുള്ള ഗ്യാപ്പ് അതാണ്. മാർക്സ് മറ്റ് ഭൗതികവാദികളിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യാസ്തിത്വത്തിനുള്ള സവിശേഷതയെ മാർക്സ് കാണുന്നു. പക്ഷെ ആ സവിശേഷത എന്തുകൊണ്ട് എന്ന് വിശദീകരിക്കുവാൻ ഒരു ഭൗതികവാദി ആയതുകൊണ്ട് തന്നെ മാർക്സിന് ഒരിക്കലും പറ്റുന്നില്ല എന്നാണ് ഞാൻ പറയുന്നത്. അത് മാഷത് ശരിയായി മനസ്സിലാക്കിയില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ സാമൂഹിക ബന്ധങ്ങളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു, നമ്മൾ എന്തിന് നന്മ ചെയ്യണം, എന്താണ് നന്മ എന്ന് പറയുമ്പോൾ ഈ സാമൂഹിക ബന്ധങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ഇത് വികസിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. ആണ്. പക്ഷേ ആ സാമൂഹിക ബന്ധങ്ങളിൽ വികസിപ്പിക്കുമ്പോൾ നിങ്ങൾ നോക്കൂ, ഒരു വശത്ത് ട്രംപ് ഉണ്ട്, വേറൊരു വശത്ത് നെതന്യാഹു ഉണ്ട്. ഇവരെല്ലാം മനുഷ്യന്മാരാണ്. ഈ മനുഷ്യന്മാരെന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതം പരമാവധി സുഖകരമാക്കാൻ, അവരുടെ സാമ്രാജ്യങ്ങൾ ഉണ്ടാക്കാൻ, അവരുടെ അധികാരം വ്യാപിപ്പിക്കാൻ എന്ത് ക്രൂരതയും അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരോട് ഇത് ചെയ്യരുത് എന്ന് പറയണമെങ്കിൽ നമ്മളുടെ കയ്യിലുള്ളൊരു മോറൽ കോമ്പസ് എന്താണ്? ഏത് ഫൗണ്ടേഷനിൽ നിന്നുകൊണ്ടാണ് നമ്മളിത് പറയുന്നത്? അവര് കുറെ കെമിക്കൽസ് കൂടിയൊരു സാധനം, നമ്മൾ കുറച്ച് കെമിക്കൽസ് കൂടിയ സാധനം. അവിടെ ഞാൻ പറയുന്നത്, ഇപ്പൊ ഗസയിൽ കുട്ടികൾ മരിക്കുമ്പോൾ കുറെ കെമിക്കൽസ് ഇങ്ങനെ കത്തി ആവിയാവുന്നു എന്നാണോ? അങ്ങനത്തെ ഒരു ജീവിത വീക്ഷണത്തിൽ നിന്നാണോ നമ്മൾ യുദ്ധത്തിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്നത്? അങ്ങനെ അല്ലല്ലോ. നമ്മൾ മനുഷ്യന്റെ ഡിഗ്നിറ്റിയെ കുറിച്ച്, മനുഷ്യാവകാശങ്ങളെ കുറിച്ച്, മനുഷ്യനുള്ള ആദരണീയതയെ കുറിച്ച് ഒക്കെ ഇപ്പോ മാഷൂടെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. ദീനാനുകമ്പ, സ്നേഹം, ദയ, നീതി, ഇതൊക്കെ എന്താണ്? ഞാൻ പറയുന്നത് ഇത് റിലീജിയസ് വാല്യൂസ് ആണ്. നിങ്ങൾ മനുഷ്യനെ സവിശേഷമായൊരു അസ്തിത്വം കാണുകയും ആ മനുഷ്യന് ദൈവവുമായൊരു ബന്ധം സങ്കല്പിക്കുകയും ആ ദൈവം അവനൊരു ധാർമ്മികത അവതരിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുകയും ചെയ്യാത്തിടത്തോളം കാലം ഈ പദങ്ങളെല്ലാം കേവലം ശബ്ദങ്ങൾ മാത്രമാണ്. അതിനൊന്നും ഒരു അർത്ഥമല്ല. കാരണം നമ്മൾ കേവലം ഒരു രാസസംയുക്തം മാത്രമാണെങ്കിൽ, ഒരു പദാർത്ഥം മാത്രമാണെങ്കിൽ ഈ പറയണതിനൊക്കെ എന്താ അർത്ഥമാണുള്ളത്? അപ്പൊ അത് ഞാൻ ആ രീതിയിൽ ആണ് ഞാനത് സൂചിപ്പിച്ചത് എന്ന് പ്രത്യേകമായിട്ട് പിന്നെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം എനിക്ക് വളരെ പ്രധാനമായി തോന്നിയത്, അദ്ദേഹം പറഞ്ഞു മാർക്സ് മതത്തെ പറ്റി ഇങ്ങനെയാണ് പറഞ്ഞത്. ഞാൻ മതം ഒരു അത്താണിയാണെന്ന് ഞാൻ പറഞ്ഞതല്ല കേട്ടോ, ഞാൻ മാർക്സിനെ സൈറ്റ് ചെയ്തതാണ്. മാർക്സ് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ മതം ഒരു ഇല്യൂഷൻ ആണെന്ന് പറയാണ്. നമ്മൾക്കൊരു വ്യാജ സുരക്ഷിതത്വം തരികയാണ് മതം ചെയ്യുന്നത്. നമ്മൾ അനീതികൾ അനുഭവിക്കുമ്പോൾ, നമ്മൾ ചൂഷണങ്ങൾ അനുഭവിക്കുമ്പോൾ, ആ ചൂഷണങ്ങളും അനീതികളും എല്ലാം നമ്മൾക്ക് ഇഹലോകത്ത് നിന്ന് പരിഹാരം ഉണ്ടായിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, നമ്മൾക്ക് പരലോകത്ത് അതിന് പരിഹാരം ഉണ്ടാകും എന്ന ഒരു വ്യാജമായ പ്രതീതി സൃഷ്ടിച്ചിട്ട് മനുഷ്യന് സമാധാനം കൊടുക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ്. അതുകൊണ്ടാണ് ഓപ്പിയം എന്ന് മാർക്സിസ്റ്റ് ലിറ്ററേച്ചറിൽ നമ്മൾ ഈ മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന് പറഞ്ഞാൽ രണ്ടർത്ഥത്തിലുമാണ്. അത് അദ്ദേഹത്തിന്റെ ആ ഒരു പ്രയോഗം വരുന്നത് അവിടെയാണ്. ഞാൻ പറയുന്നത് മാർക്സിന്റെ ഈ സങ്കല്പത്തിനുള്ള ഒരു അടിസ്ഥാനപരമായ കുഴപ്പം, ഇപ്പൊ പോക്കർമാഷ് സംസാരിച്ചപ്പോഴും ഞാൻ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളും പ്രഭാഷണങ്ങളും എല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ട്. അദ്ദേഹം പതിറ്റാണ്ടുകളായിട്ട് കേരളത്തിൽ ഈ രംഗത്തെ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഇവിടെ മാർക്സിന്റെ ഈ സങ്കല്പത്തിലാണെങ്കിലും മാഷിന്റെ അവിടുത്തെ സംസാരത്തിലാണെങ്കിലും ഒരു ബൈനറി ഉണ്ട്. ആ ബൈനറി എന്താന്ന് വെച്ചാൽ, മതം എന്ന് പറഞ്ഞാൽ പരലോകത്തിന്റെ ആൾക്കാരാണ്. അവർക്ക് ഭൗതികമായ പ്രശ്നങ്ങളിലൊന്നും യാതൊരു ശ്രദ്ധയുമില്ല. അതുകൊണ്ടാണ് യുദ്ധത്തിനെതിരെ എന്തിനാ സംസാരിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് ഞാൻ ഉന്നയിച്ചത് എന്നുള്ള ധാരണ പോലും അദ്ദേഹത്തിൽ നിന്ന് വരുന്നത് എന്നാണ് എനിക്ക് തോന്നിയത്. യുദ്ധത്തിനെതിരെ സംസാരിക്കണ്ട, നമ്മൾ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളിലൊന്നും ഇടപെടണ്ട, നമ്മൾക്ക് രാഷ്ട്രീയ ആവശ്യമില്ല, നമ്മൾ സാമ്പത്തിക പ്രശ്നങ്ങളിൽ ഇടപെടൽ ആവശ്യമില്ല, നമ്മൾ പരലോകത്തിന് വേണ്ടി ഉള്ളവരാണ്, അതുകൊണ്ട് പരലോകത്തെ കാര്യം ശ്രദ്ധിച്ചാൽ മതി, നമ്മളിങ്ങനെ ആത്മീയമായി സാന്ദ്രമായ ഒരു ജീവിതം നയിച്ചാൽ മതി എന്ന ഒരു സങ്കല്പമാണ്
ഇപ്പുറത്തുള്ളത് എന്നൊരു തെറ്റിദ്ധാരണ അത് മാർക്സ് മുതൽക്കുള്ള ഈ പ്രത്യയശാസ്ത്രത്തിന്റെ സൈദ്ധാന്തികർക്കെല്ലാം ഉണ്ട്. അതുകൊണ്ടാണ് ഇത് നിങ്ങൾ ചുറ്റുമുള്ള പ്രശ്നങ്ങൾ കാണുന്നില്ല, ഇവിടുത്തെ സാമ്പത്തിക ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ കാണുന്നില്ല, അധികാര ബന്ധങ്ങൾ കാണുന്നില്ല, അതിനെതിരെയുള്ള സമരത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നില്ല എന്നെല്ലാം പറയുന്നത്. മാർക്സ് ജീവിക്കുന്ന 19-ാം നൂറ്റാണ്ടിലാണ്. 1857 ഇന്ത്യയിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം ഇമ്പീരിയലിസത്തിനെതിരെ ഉണ്ടാവുന്നത് മാർക്സിസ്റ്റുകളുടെ നേതൃത്വത്തിലാണോ? നമ്മൾ കേരളത്തിൽ ഇപ്പൊ മാർക്സ് ജീവിച്ച അതേ കാലഘട്ടത്തിൽ 19-ാം നൂറ്റാണ്ടിലെ കേരളത്തിന്റെ ചരിത്രം നമ്മൾ പരിശോധിച്ച് നോക്കുക. ഇവിടുത്തെ മുസ്ലിം പണ്ഡിതന്മാർ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? സമൂഹത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു, രാഷ്ട്രീയത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു, അവര് സമരങ്ങൾ നയിക്കുകയായിരുന്നു, അവര് സാമ്രാജ്യത്വത്തിനെതിരെ പട നയിക്കുകയായിരുന്നു. പക്ഷെ അതിന്റെ ഇടയിൽ ഒരു ബാങ്ക് കൊടുത്തപ്പോൾ പള്ളിയിൽ പോയി നിസ്കരിച്ചിട്ടുണ്ട്, അതിന്റെ ഇടയിൽ അവർ റമദാൻ മാസത്തിൽ നോമ്പ് പറ്റിട്ടുണ്ട്. ഇത് പരസ്പര വിരുദ്ധമായ കാര്യങ്ങളല്ല. അവിടെയാണ് ഇതിന്റെ പ്രശ്നം. ഇത് എന്ന് പറഞ്ഞാൽ നമ്മൾ പരലോകം എന്ന് പറയുമ്പോൾ നിങ്ങൾ പരലോകത്തേക്ക് ശ്രദ്ധിക്കുക എന്ന് പറയും. പരലോകത്തേക്ക് ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ ഇഹലോകത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാന്നാണ്. ആ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞാൽ നീതിക്ക് വേണ്ടി നിലകൊള്ളുക എന്നാണ്. ആ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞാൽ സമാധാനത്തിന് വേണ്ടി നിലകൊള്ളുക എന്നാണ്. യുദ്ധത്തിനെതിരെ പിന്നെ നിലകൊള്ളുക എന്നുള്ളതാണ്, അനീതികൾക്കെതിരെ നിലകൊള്ളുക എന്നുള്ളതാണ്. ഇതെല്ലാം പടച്ചവന്റെ തൃപ്തിയും പൊരുത്തവും ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ സ്വാഭാവികമായി അവന്റെ നൈതികതയുടെ ഭാഗമായി ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഞാൻ പറയുന്നത് ആ പടച്ചോനങ്ങളോട് മാറ്റിയാൽ പിന്നെ ഈ നൈതികത എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല. പിന്നെ അത് എന്തിനാണ് ചെയ്യുന്നത് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരവില്ല. അപ്പൊ അതുകൊണ്ട് അത് വളരെ വ്യാജമായ ഒരു മാർക്സിസ്റ്റ് ബൈനറി മാത്രമാണ്. മാർക്സിന്റെ ആളുകൾ അല്ലെങ്കിൽ ആ വഴിത്താരയിൽ നിൽക്കുന്ന ആളുകൾ അവർ ഇഹലോകത്തെ പ്രശ്നങ്ങളിലൊക്കെ ഇടപെടുന്നവരും അത് പരിഹരിക്കാൻ ശ്രമിക്കുന്നവരും മതവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അത് ചെയ്യാത്തവരുമല്ല. മതവിശ്വാസികൾ അതെല്ലാം ചെയ്യുന്നതിന് വളരെ കൃത്യമായ ദാർശനികമായ ആത്മീയമായ അടിത്തറയുള്ള ഭദ്രമായ ഒരു ലോകവീക്ഷണമുള്ള ആൾക്കാരാണ്. ഞാൻ പറയുന്നത് എന്തുണ്ടെങ്കിലും എന്ന് പറഞ്ഞാൽ ലോകത്ത് ആരെന്നെ ഉപദ്രവിച്ചാലും ഞാൻ നീതിക്ക് വിരുദ്ധമായ നിലപാടെടുക്കാൻ പാടില്ല. നിങ്ങളുടെ സ്വന്തക്കാർക്കെതിരാണെങ്കിലും നിങ്ങൾക്ക് തന്നെ എതിരാണെങ്കിലും നിങ്ങൾ നീതിക്ക് വേണ്ടി നിലകൊള്ളണം എന്ന് ഖുർആൻ പറയുമ്പോൾ ഒരു വിശ്വാസിക്ക് ആ വിഷയത്തിൽ ഉണ്ടാകുന്ന നിലപാടിന്റെ ഉറപ്പ് എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഒരു ഭൗതികവാദിക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ആ അർത്ഥത്തിലുള്ള ഒരു അരാഷ്ട്രീയമായ വ്യവഹാരമല്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനത്തെ ആത്മീയതകളുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അങ്ങനത്തെ സന്യാസത്തിന്റെ ആ അർത്ഥത്തിലുള്ള ഇഹലോകവുമായുള്ള വിച്ഛേദത്തിന്റെ ആ തരത്തിലുള്ള ആത്മീയ ദർശനങ്ങൾ ലോകത്തുണ്ട്. പക്ഷെ ഇവിടെ നബിമാര് പഠിപ്പിച്ച ആത്മീയത എന്ന് പറഞ്ഞാൽ, മുഹമ്മദ് നബി പഠിപ്പിച്ച ആത്മീയത എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. പക്ഷേ അതേ സമയം ഇപ്പോ സൈക്കോ അനാലിസിസ് ഉണ്ട്, നമ്മൾ ആ രീതിയിൽ ലോകത്ത് വികസിപ്പിച്ചു വന്ന കുറെ സങ്കേതങ്ങളുണ്ട്. എനിക്ക് പലപ്പോഴും ഇത് തിരിച്ചു പറയാൻ തോന്നാറുണ്ട്. ഈ ബേസ് സൂപ്പർ സ്ട്രക്ചർ എന്ന് പറയുന്നുണ്ടല്ലോ മാർക്സ്, നമ്മൾ എന്ത് കാണുന്നുണ്ടെങ്കിലും അതിനൊരു എക്കണോമിക് ബേസ് ഉണ്ടാവുമെന്ന് മാർക്സ് പറയുന്നുണ്ടല്ലോ. ഇതേപോലെ മാർക്സ് മതത്തിനെതിരെ കുറെ വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അത് ശരിക്ക് കേവലം മതവിമർശനങ്ങളല്ലാന്നും അതിന് മാർക്സിനെ രൂപപ്പെടുത്തിയ ഒരു സാഹചര്യത്തിന്റെ കാലഘട്ടത്തിൻ്റെതായ ഒരു അടിത്തറ ഉണ്ടെന്നും അത് അദ്ദേഹത്തിന് ഉണ്ടാക്കുന്ന കുറെ അന്ധതകൾ ഉണ്ടെന്നും ആ അന്ധതകൾ നമ്മൾ ഒരുപക്ഷെ സൈക്കോ അനാലിസിസ് ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റിയ ബ്ലൈൻഡ് സ്പോട്ടുകളാണത്. മാർക്സ് കാണാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? മതത്തെ മാർക്സ് എന്തുകൊണ്ട് അധികാരത്തിന്റെ ഉപകരണം മാത്രമായി കാണുന്നു? അദ്ദേഹത്തിന്റെ ചുറ്റുപാടുകളായിരിക്കാം അതിനെ പ്രേരിപ്പിച്ചത്. പക്ഷേ അത് വെച്ചുകൊണ്ട് വളരെ തെറ്റായ ധാരണ മതത്തെക്കുറിച്ച്, പ്രത്യേകിച്ചും അന്നത്തെ ഒരുപക്ഷെ അദ്ദേഹം കണ്ട ആ കാലഘട്ടത്തിലെ മതസ്ഥാപനങ്ങൾ പെരുമാറിയ രീതി വെച്ചുകൊണ്ട് മതത്തെ സംബന്ധിച്ച് ആശയപരമായി ദാർശനികമായി വളരെ തെറ്റായ വീക്ഷണങ്ങളിലേക്ക് അദ്ദേഹം പോയി എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. നബിനെ ചരിത്രവൽക്കരിക്കണം എന്നാണ്. ചരിത്രവൽക്കരിക്കുന്നതിന് ആരും എതിരല്ല. പക്ഷേ മനുഷ്യർ ഉണ്ടാക്കിയ ആശയങ്ങളെ നിങ്ങൾ പഠിക്കുന്നതും മനുഷ്യരുണ്ടാക്കിയതല്ല, മറിച്ച് പ്രപഞ്ചരക്ഷിതാവ് അവതരിപ്പിച്ചതാണ് എന്ന് പറയുന്ന ആശയങ്ങൾ പഠിക്കുന്നതും തമ്മിൽ സ്വാഭാവികമായും വ്യത്യാസം ഉണ്ടാകും. ഒന്നിനെ ചരിത്രവൽക്കരിക്കുന്ന രീതിയും മറ്റേതിനെ ചരിത്രവൽക്കരിക്കുന്ന രീതിയും തമ്മിൽ വ്യത്യാസം ഉണ്ടാകും. ഇത് നമ്മൾ പ്രവാചകനെ, വഹീനൊക്കെ ചരിത്രവൽക്കരിക്കുമ്പോൾ മാർക്സിനെ നമ്മൾ ചരിത്രവൽക്കരിച്ചിരുന്നെങ്കിൽ മാർക്സിന്റെ പുസ്തകങ്ങളിൽ നിന്ന് അതിനെ കേവലമായി നമ്മൾ അതേപോലെ ഉൾക്കൊള്ളുന്നതിന് പകരം ഇത് രൂപപ്പെട്ടു വന്നത് എങ്ങനെയാണ്, മാർക്സിന്റെ ലിറ്ററേച്ചറിനെ നിർണയിച്ചൊരു ടൈം സ്പേസ് എന്താണ്, അതിന്റെ കോർഡിനേറ്റ്സ് എന്തൊക്കെയാണ്, അതിൽ വന്ന പരിമിതികൾ എന്തൊക്കെയാണ്, മാർക്സ് എന്ന് പറയുന്ന ഒരു ബുദ്ധിജീവിയുടെ സ്വാഭാവികമായ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ് എന്ന് നമ്മൾ ഒന്നുകൂടി ഹിസ്റ്റോറിസൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, മാർക്സിസത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ രീതിശാസ്ത്രമായ ചരിത്രവൽക്കരണമാണെങ്കിൽ അത് അങ്ങോട്ട് കൊണ്ടുപോയാൽ കുറെ കൂടി ഫലപ്രദമായ രീതികളിലേക്ക് നമുക്ക് പോകാൻ കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അദ്ദേഹം ഇവിടെ ഗസാലിനെ കുറിച്ചും ഇബ്നു റുഷ്ദിനെ കുറിച്ചും അവർ തമ്മിലുണ്ടായ സംവാദങ്ങളെ കുറിച്ചും എല്ലാം പറഞ്ഞു. ഞാൻ ആവർത്തിച്ച് പറയുന്ന കാര്യം എന്താ വെച്ചാൽ, ഇത് എന്താണ് അദ്ദേഹത്തിന്റെ പോയിന്റ് എന്ന് സത്യത്തിൽ എനിക്ക് അറിഞ്ഞൂടാ. കാരണം
ഞാൻ പറഞ്ഞല്ലോ, മനുഷ്യർ എന്ന് പറഞ്ഞാൽ ചിന്തിക്കുന്ന ജീവിയാണ്. ആ മനുഷ്യർ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയും. അത് ഒരു 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 അശ്വരി ഫിലോസോഫിക്കൽ പാരഡൈമിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കലാമിന്റെ പാരഡൈമിൽ നിന്നുകൊണ്ട് അദ്ദേഹം ഫിലോസഫിയുടെ പ്രൊഫസർ എന്നുള്ള നിലക്ക് തീർച്ചയായും ആ ട്രഡീഷനെ കുറിച്ച് അദ്ദേഹത്തിന് അറിയാറുണ്ടാവും. അവിടെ കോസേഷനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. ആ അഭിപ്രായങ്ങൾ എൻ്റെ അഭിപ്രായമല്ല. അവിടെ ഇബ്നു റുഷ്ദ് പറയുന്ന എൻ്റെ അഭിപ്രായമല്ല. ഇത് ഇബ്നു റുഷ്ദിന്റെയും ഗസാലിന്റെയും നടുവിൽ നിന്നിട്ട് ഇബ്നു തൈമിയ വേറെ കുറെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി മനുഷ്യർക്കിടയിൽ നടക്കുന്ന ചർച്ചകളാണ്. ആ ചർച്ചകൾ അത് നേർക്ക് നേരെ അവരുടെ നിലപാടുകൾ മുഹമ്മദ് നബിയുടെ നിലപാടാണ്, ഖുർആന്റെ നിലപാടാണ് എന്ന് പറയുമ്പോൾ മാത്രമേ എന്നെ സംബന്ധിച്ചിടത്തോളം അത് ആധികാരികമായ ഞാൻ ഏറ്റെടുക്കേണ്ട ഒരു കാര്യമായിട്ട് മാറുന്നുള്ളൂ. മറ്റത് ഇന്റലക്ച്വൽസ് അവരുടെ ഒരു തലത്തിൽ നിന്നുകൊണ്ട് അവർ പറയുന്ന അഭിപ്രായങ്ങൾ മാത്രമാണ്. അപ്പോൾ അതിനെ ആ രീതിയിൽ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ എന്ന് സൂചിപ്പിക്കുകയാണ്. ഇവിടെ പിന്നെ ഈ ഗസാലിയെ കുറിച്ചും ഇബ്നു റുഷ്ദിനെ കുറിച്ചും ഒക്കെ അദ്ദേഹം പറഞ്ഞ സമയത്ത് തന്നെ അദ്ദേഹം പറഞ്ഞ വേറൊരു കാര്യം, നമ്മള് പിന്നെ ഈ എന്താണ് മതാത്മക യുക്തിയിലേക്ക് നമ്മൾ സങ്കോചിച്ചു പോകുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതൊരു കേവല പ്രസ്താവന മാത്രമാണ്. അത് എങ്ങനെ എന്ന് അദ്ദേഹം വിശദീകരിക്കുമ്പോൾ മാത്രമേ അതിനോട് പ്രതികരിക്കാൻ കഴിയുള്ളൂ. മതാത്മക യുക്തിയിലേക്ക് സങ്കോചിച്ചു പോകുക എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിത വീക്ഷണം ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറയാം. ഞാൻ ഈ പ്രപഞ്ചം, ഈ മഹാപ്രപഞ്ചം എന്ന് പറയുമ്പോൾ, പ്രപഞ്ചത്തെ പറ്റി പറയുമ്പോൾ കുറെ തമാശകളുണ്ട്. നമ്മൾ ഗസാലി കോസേഷനെ എതിർത്തതാണ് നമ്മളെ പ്രശ്നം. നമ്മൾ സോവിയറ്റ് യൂണിയനിൽ ഈ പ്രപഞ്ചത്തിന് ഒരു തുടക്കമുണ്ട് എന്നുള്ള ശാസ്ത്ര സിദ്ധാന്തത്തിനെതിരെ നടന്ന വലിയ ഭരണകൂട ഇടപെടലുകൾ നമ്മളുടെ പ്രശ്നമല്ല. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മൾ ഒരു മതത്തിന്റെ പ്രതലത്തിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ഒരു കോസേഷൻ, അത് എന്ത് ഫിലോസോഫിക്കലി അതിന്റെ പൊസിഷന്റെ ശരിയും തെറ്റും അല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇപ്പൊ ജനറ്റിക്സ് എന്ന് പറയുന്ന ഒരു ശാസ്ത്ര ശാഖ വികസിച്ചു വന്ന സമയത്ത് ആ ജനറ്റിക്സിനെതിരെ വലിയ കുരിശുയുദ്ധം നടത്തിയത് സോവിയറ്റ് യൂണിയനാണ്. കാരണം ഈ ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസത്തിന്റെ ഒരു പ്രപഞ്ച വീക്ഷണം, ആ പ്രപഞ്ച വീക്ഷണത്തെ അല്ലെങ്കിൽ മനുഷ്യ വീക്ഷണത്തെ സാധൂകരിക്കാൻ ഇപ്പൊ ഡാർവിനേക്കാൾ ലാമാർക്കിനെ പ്രിഫർ ചെയ്യുന്നു. സോവിയറ്റ് യൂണിയനിൽ ഉണ്ടായതാണ്. അവിടെ എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആംഗിൾസ് മനുഷ്യൻ എങ്ങനെ ഉണ്ടായി വന്നു എന്ന് വിശദീകരിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അതിന് കൂടുതൽ ഉപകാരമുള്ളത് അതാണ്. നമ്മൾ ഐൻസ്റ്റൈന്റെ റിലേറ്റിവിറ്റി തിയറിക്കെതിരെ ഭരണകൂട പിന്തുണ ഉപയോഗിച്ചുകൊണ്ട് സോവിയറ്റ് യൂണിയനിൽ വലിയ ഇടപെടലുകൾ ഉണ്ടാവുന്നു. ക്വാണ്ടം ഫിസിക്സിനെതിരെ ഉണ്ടാവുന്നു. പ്രപഞ്ചത്തിന് ഒരു തുടക്കം ഇല്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞ് വലിയ രീതിയിലുള്ള ഒച്ചപ്പാടുകൾ ഉണ്ടാകുന്നു. ഇതെല്ലാം ഉണ്ടായത് എവിടെയാണ്? നമ്മൾ അതൊക്കെ കഴിഞ്ഞു വന്നൊരു കാലത്ത് നമ്മൾ സങ്കുചിതമായ ഒരു മതവീക്ഷണത്തെക്കുറിച്ചും പുരോഗമനാത്മകമായ ഒരു മാർക്സിസത്തെക്കുറിച്ചൊന്നും നമ്മൾ പറഞ്ഞാൽ അത് വെറുതെ നമ്മളിങ്ങനെ ഒരു പ്രസ്താവന എന്നുള്ള നിലക്ക് നമ്മളത് പറഞ്ഞു പോകുന്നതിൽ പ്രത്യേകിച്ച് ഒരു അർത്ഥമൊന്നുമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മതം എന്ന് പറയുന്നത് ഒരിക്കലും സങ്കുചിതമായൊരു വീക്ഷണമല്ല. മതം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം, ആ പ്രപഞ്ചത്തിൽ ഞാൻ പ്രപഞ്ച സ്രഷ്ടാവിന്റെ സൃഷ്ടിയാണ് ഞാൻ. ആ മനുഷ്യാന്തസ് എന്ന് പറയുമ്പോൾ ഞാൻ ആ പ്രപഞ്ച സ്രഷ്ടാവിന്റെ തൃപ്തിക്ക് വിരുദ്ധമായ രീതിയിൽ ഒരു നിലക്കും ഇടപെട്ടുകൂടാ എന്ന് പറയുന്ന അങ്ങേയറ്റം മാനവികമായ, ധാർമ്മികമായ, ഞാൻ പറയുന്നത് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വിശാലമായ മതം എന്ന് പറയുമ്പോൾ പലതും ഇവിടെ ലോകത്ത് നിലനിൽക്കുന്നുണ്ടാവും. പക്ഷേ മതം എന്ന് പറയുമ്പോൾ ഞാൻ പ്രവാചകന്മാർ പഠിപ്പിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പൂർത്തീകരിക്കപ്പെട്ട ജീവിത ദർശനം എന്ന് പറഞ്ഞാൽ ഏറ്റവും വിശാലമായ, ഏറ്റവും ഇൻക്ലൂസീവായ ഒരു ജീവിത ദർശനമാണ്, ഒരു ജീവിത വീക്ഷണമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതല്ലാത്ത രീതിയിലുള്ള ചിത്രീകരണത്തിന് അർത്ഥമൊന്നുമില്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഇനി ഉപസംഹാരമാണ് ഇരു സംവാദകരുടെയും. അപ്പോൾ അതിന് 7 മിനിറ്റാണ് ഇരു സംവാദകർക്കും അനുവദിക്കുക. അപ്പോൾ ആദ്യം ഡോക്ടർ പി കെ പോക്കർ സാഹിബിനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, തൻവീറും ഞാനും 2 ഫ്രെയിമിലാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. തീർച്ചയായും അങ്ങനെ അവതരിപ്പിക്കാൻ അദ്ദേഹത്തിനും എനിക്കും സ്വാതന്ത്ര്യമുണ്ട്. അതേസമയം ഈ ഫ്രെയിമുകൾ പരസ്പരം കൂടിച്ചേരുന്ന അല്ലെങ്കിൽ സമന്വയിക്കുന്ന ഒരു സന്ദർഭം അത്ര എളുപ്പമല്ല. കാരണം ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തിയോളജിക്കലായിട്ടുള്ള, മെറ്റാഫിസിക്കലായിട്ടുള്ള തത്വചിന്തയുടെ ചരിത്രത്തിൽ നിന്നുള്ള ഒരു വിച്ഛേദമാണ് മാർക്സിസം മുന്നോട്ട് വെച്ച്. അതിൽ സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ വേറൊരു രാജ്യം അല്ലെങ്കിൽ ഒരു ഭരണകൂടം അല്ലെങ്കിൽ ഒരു ഭരണാധികാരി എന്ത് ചെയ്തു ചെയ്തില്ല എന്നൊന്നുള്ള കാര്യങ്ങളല്ല ഞാനിവിടെ പ്രതിപാദിച്ച്. അത് മറ്റൊരു വിഷയമാണ്, അത് വളരെ വിശദമായി സംസാരിക്കാവുന്നതാണ്. പക്ഷേ
ഇവിടെ ഇതിൻ്റെ ഈ രീതിശാസ്ത്രപരവും അതേസമയം അത് മുന്നോട്ട് വെക്കുന്ന ആദർശാത്മകവുമായിട്ടുള്ള തത്വചിന്താപരമായിട്ടുള്ള സാമൂഹ്യശാസ്ത്രപരമായിട്ടുള്ള അതിൻ്റെ നിലപാടാണ് ഞാനിവിടെ വ്യക്തമാക്കാൻ ശ്രമിച്ചതും. ഇപ്പം വളരെ കുറഞ്ഞ സമയമുള്ളൂ, 2 മിനിറ്റാണ്, അല്ല 5-7 മിനിറ്റാണ്. അപ്പോൾ ഈ ഒരു സമയത്തിൽ ഞാൻ വീണ്ടും പറയാണ്, തൻവീർ ആദ്യത്തെ അവതരണത്തിലും രണ്ടാമത്തെ അവതരണത്തിലും ഈ വെറൊരു രാസ ഘടകങ്ങളുടെ സംഘാതം മാത്രമാണെങ്കിൽ അതങ്ങ് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ പോരെ എന്നാണ്. അങ്ങനെ രാസസംഘാതമല്ല, ഇതെല്ലാം ആത്മാക്കളാണ് എന്ന് വിചാരിക്കുക. നമ്മളിതെല്ലാം ഈ നമ്മുടെ റൂഹാണ്, ആത്മാവാണ് ഓരോ മനുഷ്യനും. ഗസയിൽ മരിച്ചു പോകുന്ന ഓരോ മനുഷ്യനും എന്ന് വിചാരിച്ചാൽ അതിനേക്കാൾ എളുപ്പമാണ്. കാരണം ഇവരെ ശരീരമല്ലേ പോകുന്നുള്ളൂ. എന്തായാലും ഈ ശരീരം എന്നുള്ളത് വളരെ പ്രധാനമാണ്. ശരീരത്തെ ലെനിൻ്റെയും ഈ അതുപോലെ ഹൊച്ചിമിൻ്റെയും ശരീരമല്ല സൂക്ഷിച്ചത്. നമ്മളിപ്പോൾ ഈജിപ്തിൽ പോയി കഴിഞ്ഞാൽ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മനുഷ്യൻ്റെ ശരീരം അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതൊരു ടെക്നോളജിയാണ്, വളരെ പ്രാചീന കാലം മുതൽ ലോകത്തുള്ള ഒരു ടെക്നോളജിയാണ്. അത് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ള വേറെ ചോദ്യം. പക്ഷേ ശരീരം എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത് പ്രിസർവ് ചെയ്ത് വെക്കണ്ടോ എന്നുള്ള വേറെ ചോദ്യം. പക്ഷേ ഈ ശരീരം എന്നുള്ളത് ജീവനുള്ള ശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശ്വാസം നിന്ന് കഴിഞ്ഞാൽ നിന്ന്, നമ്മൾ രക്തോട്ടം നിന്ന് കഴിഞ്ഞാൽ നിന്ന്, നമ്മളെ ഹാർട്ട് നിശ്ചലമായി കഴിഞ്ഞാൽ നിന്ന് കഴിഞ്ഞ് ഏത് സമയവും ഏത് മനുഷ്യനായാലും ശരി, അയാൾ എത്ര വലിയ മനുഷ്യരായാലും ശരി, പിന്നെ ഇവിടുത്തെ എത്രയോ വലിയ ഒരു കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന വളരെ ആത്മീയമായിട്ടുള്ള പുരുഷനായാലും ശരി, അങ്ങനെ സംഭവം കോഴിക്കോട്ട് തന്നെ ഉണ്ടായിട്ടുള്ളൂ. JDT-യുടെ ആ കാലത്തെ ആൾ വിമാനാപകടത്തിൽ അപ്പോൾ മരിച്ചു പോകാന്ന് പറഞ്ഞാൽ എവിടെയോ മരിച്ചു പോവാണ്. അപ്പോൾ അവർ ശരീരം എന്നുള്ളത് എങ്ങനെ നമ്മളെ ശ്വാസം നിലച്ചു പോകുന്നോ അതോടുകൂടി അവസാനിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതോടുകൂടി അവസാനിക്കുന്നില്ല മനുഷ്യൻ എന്നും മനുഷ്യനിലൊരു ആത്മാവുണ്ട് എന്നും അത് പിന്നീട് 1000 ആണ്ടുകൾ കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് സ്വർഗത്തിലോ നരകത്തിലേക്കോ പോകുമെന്നും വിചാരണ ചെയ്യപ്പെടുമെന്നൊക്കെ വിശ്വസിക്കാൻ തൻവീറിനെ പോലെ ഒട്ടനവധി ആളുകൾക്ക് അവകാശമുണ്ടെങ്കിലോ ഈ ഇന്ത്യയിലെയും ലോകത്തിലെയും പല വിഭാഗങ്ങളും പല രീതിയിലാണ് വിശ്വസിക്കുന്നതെന്ന് മാത്രം, പല രീതിയിലാണ് അതിനെ കൺസീവ് ചെയ്യുന്നത്. ഒരു വിഭാഗം വിചാരിക്കുന്നത് ആ വിഭാഗം ഇതൊക്കെ വളരെ കൃത്യമായാണ് ചെയ്യുന്നത്, മനസ്സിലാക്കുന്നത്. ഓരോ വിഭാഗവും അവരെന്താണോ വിശ്വസിച്ചത്, അവരെന്താണോ മനസ്സിലാക്കിയത്, അവരേത് വൃത്തത്തിലാണോ അകപ്പെട്ടത് അതിനകത്ത് നിന്നുകൊണ്ട് മാത്രമാണ് അവർ ഈ യാഥാർത്ഥ്യങ്ങളെ കൺസീവ് ചെയ്യുന്നത്. അതിന് പുറത്തേക്ക് ഇതിനെ കൺസീവ് ചെയ്യാൻ പറ്റാത്തതാണ്, പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റാത്തതാണ് മതങ്ങൾ. ഞാൻ പറഞ്ഞല്ലോ, ഈ മാസ് അങ്ങനെ മതത്തെ മാത്രം ആക്ഷേപിച്ച് കുറേ പുസ്തകങ്ങൾ എഴുതി എന്നൊക്കെ വളരെ വ്യാജാണ്. ഈ ജൂതന്മാരെ ഈ രീതിയിലേക്ക് തിരിച്ചുവിടാൻ വേണ്ടി, സോവിയറ്റ് യൂണിയനെതിരായിട്ടും കമ്മ്യൂണിസ്റ്റുകാർക്കെതിരായിട്ടും തിരിച്ചുവിടാൻ വേണ്ടിയിട്ട് അമേരിക്ക തന്നെ 1956 ഈ മാസിൻ്റെ തന്നെ കൃതി തെറ്റായി വ്യാഖ്യാനിച്ച് ആമുഖത്തോടുകൂടി പ്രസിദ്ധീകരിച്ചിട്ട് ജൂത ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന പുസ്തകം. വാസ്തവത്തിൽ മാർക്സ് അന്ന് ജൂത ക്വസ്റ്റ്യൻ ചർച്ച ചെയ്യുമ്പോൾ അവിടെ പറഞ്ഞത് തന്നെ ജൂതന്മാർക്ക് മാത്രമായിട്ട് ജർമ്മനിയിൽ പ്രശ്നമുണ്ടെന്നാണ്. ആൻറ്റിസെമിറ്റിസം എന്നുള്ള അന്നത്തെ പ്രതിഭാസത്തെക്കുറിച്ചാണ്. മതം എന്നുള്ളത് ഒരു മനുഷ്യൻ ജനിച്ചു വളർന്നിട്ടുള്ള പല കാരണങ്ങൾ കൊണ്ട് എത്തപ്പെട്ടിട്ടുള്ള മതം എന്നുള്ളതും അവനെ സംബന്ധിച്ചിടത്തോളം അവളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ് എന്നാണ് മാർക്സ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ മറുവശം പറഞ്ഞിട്ടില്ല എന്നല്ല, അതിൻ്റെ മറുവശവും. പക്ഷേ ഇതിനെ കേന്ദ്രീകരിച്ച് ഒരുപാട് കൃതികളൊന്നും മാർക്സ് എഴുതിയിട്ടില്ല. അതിനെക്കുറിച്ച് വളരെയധികം പ്രതിപാദിക്കാനോ അതിന് മുന്നോട്ട് പോകാനോ പറഞ്ഞിട്ടില്ല. റസ്സൽ പറഞ്ഞതുപോലെ ഒഴിവായിട്ടില്ല. റസ്സൽ ലോകത്തിലെ വലിയൊരു ദാർശനികരുടെ നോബൽ സമ്മാനമൊക്കെ കിട്ടിയുള്ള റസ്സൽ, ഞാൻ അതിനെക്കുറിച്ച് പ്രതിപാദിക്കാത്ത, അത് നമ്മുടെ വിഷയമല്ല. നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒട്ടനവധി പ്രശ്നങ്ങൾ, അന്നും 2ാം ലോകമഹായുദ്ധവും അതുപോലുള്ള പ്രശ്നങ്ങളെക്കുറിച്ചാണല്ലോ, പവറിനെ കുറിച്ചൊക്കെയാണ് റസ്സൽ എഴുതിയിട്ടുള്ളത്, മാത്തമാറ്റിക്സിനെ കുറിച്ചാണ് റസ്സൽ എഴുതിയിട്ടുള്ളത്. അതുപോലെ നമ്മുടെ നൈതികതയെക്കുറിച്ച് മുഴുവൻ എന്തോ മതത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. തീർച്ചയായും നല്ലത് തന്നെ. അത്രയൊക്കെ ഒരുപാട് കാര്യങ്ങൾ മതത്തിൽ പ്രതിപാദിക്കുന്നു. മതം ചരിത്രപരമായ ഉൽപ്പന്നമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഒരു ചരിത്ര സന്ദർഭത്തിൽ മനുഷ്യർ ഏത് രീതിയിൽ ധർമ്മം കൊടുക്കണം അല്ലെങ്കിൽ നീതി നിർവഹിക്കണം എന്നൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ, അത് പക്ഷേ എല്ലാ കാലവും അതേപടിയാണോ നിലനിൽക്കുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വേറെ. അതേസമയത്ത് മതത്തിന് പുറത്തെന്ത് നൈതികത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോകത്ത് നൈതികതയെക്കുറിച്ച് ചർച്ച ചെയ്തത് കൊണ്ടാണ് സോക്രട്ടീസ് മുതൽ രക്തസാക്ഷിയായിട്ടുള്ളത്. അങ്ങനെ എത്രയോ ആളുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നൈതികതയ്ക്ക് വേണ്ടി, നീതിക്ക് വേണ്ടി, സത്യത്തിന് വേണ്ടി
വാദിച്ചതുകൊണ്ട്, സാമൂഹികമായ നന്മയ്ക്ക് വേണ്ടി വാദിക്കുകയും സംസാരിക്കുകയും ചെയ്തതുകൊണ്ട് രക്തസാക്ഷികളാകേണ്ടി വന്നിട്ടുണ്ട്, ഭരണകൂടങ്ങളാൽ പീഡിപ്പിക്കപ്പെടാൻ വന്നിട്ടുണ്ട്. ഈ മലബാർ കലാപത്തെ ഇവിടെ സൂചിപ്പിക്കേണ്ടേ, മലബാർ കലാപം എന്ന് പറഞ്ഞില്ലെങ്കിലും ആ കലാപത്തെക്കുറിച്ച് തന്നെ ഏറ്റവും ആദ്യകാലത്ത് വന്നിട്ടുള്ള പഠനങ്ങൾ, സൗമേന്ദ്ര താഗൂർ ഉൾപ്പെടെയുള്ള ആളുകളുടെ പഠനം എന്നുള്ളത് അത് എന്തുകൊണ്ടാണ് ഈ ആൻറ്റി ഇമ്പീരിയലിസ്റ്റ് സ്ട്രഗിളായി മാറിയത്, എന്തുകൊണ്ടാണ് അത് സാമ്രാജ്യത്വ വിരുദ്ധ സമരമായി മാറിയത്, എന്തുകൊണ്ടാണ് അത് ജന്മിത്വ വിരുദ്ധ സമരമായി മാറിയത് എന്ന പഠനം ഇപ്പോൾ ഒരുപാട് ആളുകൾ എഴുതുന്നുണ്ട്. ഒരുപാട് ആളുകൾ, പല വിഭാഗങ്ങളിൽപ്പെടുന്ന ആളുകൾ, പല വിശ്വാസങ്ങൾ വെച്ച് പുലർത്തുന്ന ആളുകൾ ഒക്കെ എഴുതുന്നുണ്ട്. കാരണം അതിൻ്റെ മൗലികമായി ഇതൊന്നും ആരും എഴുതാത്ത കാലത്ത്, ആ കാലത്ത് എഴുതിയതൊക്കെ ഡോക്ടർ കെ എൻ പണിക്കർ ഉൾപ്പെടെ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ മാർക്സിസ്റ്റ് ഫ്രെയിമിൽ നിന്നുകൊണ്ട് അവർക്ക് ചിന്തിച്ചത് കൊണ്ടാണ്. സ്വന്തം അമ്മ ഈ വെളിച്ചെണ്ണ കാച്ചി വെച്ച വീട്ടിൽ നിന്ന് വന്നിട്ടുള്ള കെ എൻ പണിക്കർ എഴുതുന്നത് ഇത് വർഗീയ കലാപമെന്നല്ല, ഇത് വാസ്തവത്തിൽ അവിടുത്തെ ദരിദ്രരായ കർഷകർ അവർ ജീവിക്കുന്നതിന് വേണ്ടി, അവരുടെ ഭൂമിക്ക് വേണ്ടി, അവരുടെ നിലനിൽപ്പിന് വേണ്ടി, അവരുടെ അസ്തിത്വത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള സമരമാണ് എന്നാണ്. എത്ര കൊല്ലങ്ങൾക്ക് മുമ്പ് അന്ന് അദ്ദേഹത്തിന് അത് എഴുതാൻ പറ്റി എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ ബൈനറി എന്നത് തന്നെ ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പം ഈ അടിത്തറ, മേൽപ്പുര എന്നൊക്കെ പറയുന്നത് മാർക്സിസത്തിന് വന്നുള്ള ഈ വികാസങ്ങൾ കാണാത്തതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ മാർക്സിൽ മാത്രം നിൽക്കുന്ന ഒരാളല്ല, മാർക്സിൻ്റെ വികാസവും അൽത്തൂസർ തന്നെ പറയുന്നുണ്ട് അതൊരു രൂപകാത്മകമായിട്ടുള്ള പ്രയോഗം മാത്രമായിരുന്നു. യഥാർത്ഥത്തിൽ നമ്മൾ ഇന്ന് വിചാരിക്കുന്നത് പോലെ യാന്ത്രികമായ ഒരു അടിത്തറയും അതിന് മേലെ കെട്ടിപ്പൊക്കിയ ഒരു മേൽപ്പുരയും എന്ന അർത്ഥത്തിലല്ല എന്ന് പറയുന്ന പ്രശസ്തനായിട്ടുള്ള ദാർശനികനായിട്ടുള്ള അൽത്തൂസർ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഒട്ടനവധി പഠനങ്ങൾ ആ ദിശയിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായും ഈ രംഗത്ത് നമ്മൾ സംവാദം നടത്തുമ്പം തീർച്ചയായും സംവാദം ആരോഗ്യകരമായ സംവാദമായി ഇനിയും മുന്നോട്ട് പോകേണ്ടതാണ്, പോവുകയും ചെയ്യാം. പക്ഷേ നമ്മൾക്ക് ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങൾ ഏത് വിട്ടുവീഴ്ചയും ചെയ്യാൻ പറ്റും. കാരണം ഒരു മാർക്സിസ്റ്റ് പൊസിഷൻ എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അടഞ്ഞ ലോകമല്ല, മറിച്ച് ഒരു മതകേന്ദ്രിതമായ ചിന്ത പുലർത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഒരു പരിധിയിലധികം അയാളെ ചിന്തയെ വികസിപ്പിക്കാൻ അവിടെ തടസ്സം വരും. ആ തടസ്സമാണ് ഞാൻ പറഞ്ഞിട്ടുള്ള സങ്കോചിപ്പിക്കൽ. ആ തടസ്സം തരണം ചെയ്യണമെങ്കിൽ എനിക്ക് തോന്നുന്നത് സാമൂഹ്യശാസ്ത്രപരമായിട്ടുള്ള ദാർശനികമായിട്ടുള്ള ഒരു സമീപനത്തെ എങ്ങനെ ഉൾക്കൊള്ളാൻ മതങ്ങൾക്ക് കൂടി കഴിയും, അല്ലെങ്കിൽ കഴിയുമോ, എത്രമാത്രം കഴിയും എന്നതുകൂടി ഇനി നിങ്ങളുടെ തുടരുന്ന ചർച്ചാവേദികൾ വിഷയമാക്കിയാൽ നല്ലതായിരിക്കുമെന്നൊരു അഭിപ്രായം കൂടി പറയുകയാണ്. ഇനി ഉപസംഹാരത്തിന് വേണ്ടി മുസ്തഫ തൻവീറിന്റെ അവസരമാണ്. 8 മിനിറ്റ് 30 സെക്കൻഡ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പിന്നെ ഫക്രുമാഷ് സംവാദം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം വളരെ നല്ല രീതിയിൽ ഇങ്ങനെ രസകരമായി മുന്നോട്ട് പോകുന്നുണ്ട്. ഇതേപോലെയുള്ള ഭൗതികമായ ഇത്തരത്തിലുള്ള വിനിമയങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ നടക്കേണ്ടത്. അദ്ദേഹം അവസാനം പറഞ്ഞെടുത്തത്, അതായത് അദ്ദേഹം ഒരു മാർക്സിസ്റ്റ് പൊസിഷൻ സ്വീകരിക്കുന്ന ആളായതുകൊണ്ട് അദ്ദേഹത്തിന് ഇതിൽ വിശാലമായൊരു സ്വാതന്ത്ര്യമുണ്ട്. ഈ മതവിശ്വാസികളെ പോലെ ഇന്ന സ്ഥലത്ത് തന്നെ നിന്നുകൊള്ളുന്ന നിർബന്ധമൊന്നുമില്ല എന്നാണ് സത്യത്തിൽ. അപ്പൊ അദ്ദേഹം അൽത്തൂസറിനെ പറ്റി പറഞ്ഞു. വേറെ ആധുനിക കാലഘട്ടത്തിൽ 20-ാം നൂറ്റാണ്ടിൽ അൽത്തൂസറിനെ പോലെ അദ്ദേഹത്തിന്റെ തൊട്ട് മുമ്പുള്ള പതിറ്റാണ്ടുകളിൽ വലിയ കോൺട്രിബ്യൂഷൻസ് തന്ന ആളാണ് ഗ്രാംഷി. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം പോക്കർ മാസ്റ്റർ ഒരു അന്വേഷണ വിഷയമാണ്. അപ്പോ ഈ ഗ്രാംഷി അൽത്തൂസർ തമ്മിലുള്ള പ്രശ്നം എന്താണ്? അൽത്തൂസർ ഗ്രാംഷിക്കെതിരെ ആരോപിക്കുന്ന എന്താന്ന് വെച്ചാൽ മാർക്സിസത്തിന്റെ അന്തസത്ത ഗ്രാംഷി ചോർത്തിക്കളയുന്നു എന്നുള്ളതാണ്. അതായത് മാർക്സിസം പറയുന്ന ഈ ഘടനാവാദപരമായ സ്ട്രക്ചറലായ യാഥാർത്ഥ്യങ്ങളെ കാണാതെ വളരെ കൾച്ചറലായ ഒരു അവസ്ഥയിലേക്ക് ഇതിനെ കൊണ്ടുപോകുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? മാർക്സിസം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്, അതിന് ചില അതിർത്തി വരകളുണ്ട്, അതിന്റെ പുറത്തേക്ക് പോകരുത്. പുറത്തേക്ക് പോകുന്നതോടുകൂടി നിങ്ങളൊരു മാർക്സിയൻ ചിന്തകൻ അല്ലാതായി മാറുന്നു എന്ന് പറയുമ്പോൾ മാഷ് വിചാരിക്കുന്ന പോലെ അല്ലെങ്കിൽ അവകാശപ്പെടുന്നത് പോലുള്ള അതിവിശാലമായൊരു തുറസ്സൊന്നും ഈ രംഗത്തില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ സോവിയറ്റ് യൂണിയൻ ഉണ്ടാകുന്നു. ഇപ്പോൾ സോവിയറ്റ് യൂണിയൻ ഒരു പിൽക്കാല വികാസമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് സോവിയറ്റ് യൂണിയൻ ഉണ്ടായിട്ടില്ലായിരുന്നെങ്കിൽ മാർക്സിസം നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുക പോലും ഇല്ലായിരുന്നു എന്നാണ്. കാരണം മാർക്സ് പുസ്തകങ്ങൾ എന്തെങ്കിലും എഴുതി വെച്ചു, ചില ഫിലോസഫി മുന്നോട്ട് വെച്ചു എന്നുള്ളതുകൊണ്ട് അതൊരു സമൂഹത്തിന്റെ സജീവ ചർച്ചാ വിഷയമാവുന്നില്ല. അത്
അതുകൊണ്ടാണല്ലോ മാർക്സിസം ലെനിനിസം എന്ന് പറയുന്നത്. ലെനിനിസം ആണ്, ലെനിൻ ആണ് അതിനൊരു ജീവൻ കൊടുക്കുന്നത്, അതിനെ ഒരു ചരിത്രാനുഭവമാക്കി മാറ്റുന്നത്. അപ്പോ ആ സോവിയറ്റ് യൂണിയനിലുള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? ലെനിന്റെ എഴുത്തുകൾ നമ്മൾ പരിശോധിക്കുക. ലെനിന് എല്ലാവരുമായി ശക്തമായ വാദപ്രതിവാദങ്ങളിലാണ്. കാരണം മാർക്സിസം എന്ന് പറഞ്ഞാൽ എന്താണ്? മാർക്സിസത്തിൽ ട്രാൻസിഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ഡിക്റ്റേറ്റർഷിപ്പ് ആണോ വേണ്ടത്, ഡെമോക്രസി ആണോ വേണ്ടത്, ജനാധിപത്യം, ബൂർഷ്വാ ജനാധിപത്യം? ആ ബൂർഷ്വാ ജനാധിപത്യം എന്ന് പറയുന്നത് അത് നമ്മൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. നമ്മൾ പ്രോളിറ്റേറിയറ്റിന്റെ ഡിക്റ്റേറ്റർഷിപ്പ് തന്നെയാണ് നമ്മൾക്ക് വേണ്ടത്. വളരെ ഏകാധിപത്യപരമായ ഒരു ഭരണകൂട ഘടനയാണ് നമ്മൾക്ക് വേണ്ടത് എന്ന് അദ്ദേഹം പറയുമ്പോൾ അതിനോട് വിയോജിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ കൗട്സ്കിയെ പോലുള്ള ആൾക്കാർ അതിനോട് ശക്തമായി വിയോജിക്കുന്നുണ്ട്. പക്ഷെ അവരെ ലെനിൻ ഡിസ്മിസ് ചെയ്യാന്ന് പറഞ്ഞാൽ മാർക്സ് പറഞ്ഞതല്ല നിങ്ങൾ പറയുന്നത്, അത് അക്സെപ്റ്റബിൾ അല്ല, മാർക്സ് ഉദ്ദേശിച്ചത് ഇതല്ല, ആംഗൽസ് ഉദ്ദേശിച്ചതല്ല, എന്നിട്ട് ഇങ്ങനെ സൈറ്റ് ചെയ്യപ്പെടുകയാണ്. മാർക്സിന്റെ ആംഗൽസിന്റെ ലിറ്ററേച്ചർ ഇങ്ങനെ സൈറ്റ് ചെയ്യപ്പെടണം. ഇത് ഒരു മതസമൂഹത്തിൽ ഇങ്ങനത്തെ വ്യവഹാരങ്ങൾ നടക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഖുർആനിലുള്ളത് ഇങ്ങനെയാണ്, ഹദീസിൽ ഉള്ളത് ഇങ്ങനെയാണ്, നബി പഠിപ്പിച്ചത് ഇങ്ങനെയാണ്, അതിനെ അവർ മനസ്സിലാക്കിയിരുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ പറയുന്നത് പുതിയ ആശയമാണ്, ഇതൊരു വ്യതിചലനമാണ് എന്ന് പറയുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമല്ലാത്ത രീതിയിലും ശൈലിയിലും തന്നെയാണ് ശരിക്കും മാർക്സിസത്തിന്റെ ഉള്ളിലുള്ള ആഭ്യന്തര സംവാദങ്ങൾ നടന്നിട്ടുള്ളത്. മാത്രമല്ല, ഈ സത്യത്തിന്റെ വിഷയത്തിൽ സത്യത്തെ നമ്മൾ പ്രധാനമായി കാണുന്നുണ്ടെങ്കിൽ, യാഥാർത്ഥ്യത്തെ നമ്മൾ പ്രധാനമായി കാണുന്നുണ്ടെങ്കിൽ അതിൽ ഏത് പൊസിഷനും സ്വീകരിക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു സത്യാന്വേഷണ ഒരു പരിപ്രേക്ഷ്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ അത്ര ഒരു നമ്മൾ ഉന്നയിക്കേണ്ട ഒരു പോയിന്റ് അല്ല എന്നുകൂടി എനിക്ക് തോന്നുന്നുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം പറയാൻ തോന്നുന്നത്, അദ്ദേഹം ഈ മലബാർ സമരത്തെ പറ്റി നല്ലത് പറഞ്ഞതിനെ പറ്റിയൊക്കെ അദ്ദേഹം പറഞ്ഞു. അത് പിന്നെ ലെനിൻ മുതൽ KN പണിക്കർ വരെയുള്ള ആൾക്കാരുടെ നിലപാടുകളെ പറ്റി പറഞ്ഞു. എന്റെ പ്രശ്നം അതൊന്നും അല്ല. മാഷ് ഇവിടെ പറയണം എന്താ വെച്ചാൽ, മനുഷ്യരെ മതവിശ്വാസികളായതുകൊണ്ട് ഭൂമുഖത്തെ പ്രശ്നങ്ങൾ കാണാൻ കഴിയാത്ത അന്ധത മനുഷ്യർക്ക് ഉണ്ടാകുന്നു, ആ അന്ധത നീക്കിയ വിമോചകനാണ് മാർക്സ് എന്നുള്ള നിലക്കാണ് ഈ പറയണത്. ഞാൻ ചോദിക്കണത്, ആ അന്ധത ഉണ്ടായിരുന്നെങ്കിൽ ഇവരൊക്കെ എന്തുകൊണ്ട് സമരം ചെയ്തു? ഇവരെന്തുകൊണ്ട് അനീതികൾക്കെതിരെ ശബ്ദിച്ചു? അവരൊന്നും മാർക്സിസ്റ്റുകളായതുകൊണ്ടല്ലല്ലോ. ഇതാണ് ഇതിന്റെ പ്രശ്നം. ഈ അനീതിക്കെതിരെയുള്ള പോരാട്ടവും സാമ്രാജ്യത്വത്തിനെതിരെയുള്ള പോരാട്ടവും ജന്മിത്വത്തിനെതിരെയുള്ള പോരാട്ടവും മുതലാളിത്ത എതിരെയുള്ള പോരാട്ടമൊന്നും മാർക്സിസം അല്ല. അതൊന്നല്ല. മാർക്സിസത്തിന് യുണീക്ക് ആയിട്ടുള്ളത് അതിൻ്റെ ഒരു പ്രപഞ്ച വീക്ഷണമാണ്, അതിൻ്റെ ഒരു മനുഷ്യ വീക്ഷണമാണ്, അതിൻ്റെ ഒരു ചരിത്ര വീക്ഷണമാണ്, അതിൻ്റെ ഒരു സാമ്പത്തിക വീക്ഷണമാണ്. നമ്മൾ അതിനൊക്കെ ഇങ്ങോട്ട് അടർത്തി മാറ്റിയിട്ട് നമ്മൾ വളരെ കാൽപ്പനികമായി നമ്മൾ കുറെ നീതി, സമത്വം ഇങ്ങനത്തെ മുദ്രാവാക്യങ്ങൾ പറഞ്ഞതുകൊണ്ട് അത് ഒരു വസ്തുനിഷ്ഠമായ പെയിന്റിംഗ് അല്ല എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. റസ്സൽ ഇവിടെ ചർച്ചയിൽ കടന്നു വന്നു. റസ്സൽ വൈ ഐ ആം നോട്ട് എ ക്രിസ്ത്യൻ എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയ ആളാണ്. വൈ ഐ ആം നോട്ട് എ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞിട്ടും പുസ്തകം എഴുതിയ ആളാണ് റസ്സൽ എന്ന് പറഞ്ഞാൽ ഞാൻ റസ്സലിന്റെ ഫാനൊന്നുമല്ല. പക്ഷെ റസ്സൽ ഈ വൈ ഐ ആം നോട്ട് എ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ ഈ ഡയലക്ടിക്കൽ മെറ്റീരിയലിസം ഒരു സയൻസ് അല്ല എന്ന് വളരെ വിശദമായി അദ്ദേഹം അതിൽ വിശദീകരിച്ചു പോകുന്നുണ്ട്. അദ്ദേഹം ഒരു സയന്റിസ്റ്റ് ആണ്. അദ്ദേഹം പറഞ്ഞല്ലോ, അദ്ദേഹം മാത്സ് ആയിരുന്നു, അദ്ദേഹത്തിന്റെ വിഷയം ഫിസിക്സ് ആയിരുന്നു, അദ്ദേഹത്തിന്റെ വിഷയം. ഈ പറയുന്ന ഡയലക്ടിക്കൽ മെറ്റീരിയലിസത്തിന് സയന്റിഫിക് ആയ ശാസ്ത്രീയമായ ഫൗണ്ടേഷൻസ് ഇല്ല എന്ന് റസ്സലയിൽ വളരെ ക്ലിയർ ആയിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അതിലെന്താണ് മാഷക്ക് പറയാനുള്ളത് എന്ന് അറിയാനുള്ളൊരു കൗതുകം എനിക്കുണ്ടായിരുന്നു. പിന്നെ റസ്സൽ അന്ന് നടന്ന യുദ്ധങ്ങളെക്കുറിച്ചും സാമ്രാജ്യത്വ അധിനിവേശങ്ങളെക്കുറിച്ചും പ്രത്യേകിച്ച് അന്ന് ലോകമഹായുദ്ധത്തിന്റെ സാഹചര്യത്തിലുണ്ടായ വളരെ ഭീകരമായ ഒരു ലോകക്രമത്തെ, റസ്സൽ സ്വയം ഒരു ഭൗതികവാദിയാണ്. ഞാൻ അവിടെയും ചോദിക്കുന്നതാണ്, മനുഷ്യൻ എന്തുകൊണ്ട് ഇങ്ങനെ പെരുമാറുന്നു എന്ന ചോദ്യത്തിന് റസ്സലിന്റെ കയ്യിൽ ഉത്തരവൊന്നുമില്ല. എന്തുകൊണ്ട് ഇത് തെറ്റാകുന്നു എന്ന ചോദ്യത്തിനും റസ്സലിന്റെ കയ്യിൽ ഉത്തരങ്ങളില്ല. ഞാൻ പറയുന്നത്, ഇങ്ങനെ മിക്കവാറും ചോദ്യങ്ങൾക്കൊന്നും ഉത്തരങ്ങളില്ലാത്ത തത്വചിന്തകരുടെ പുസ്തകങ്ങളിൽ കുരുങ്ങിക്കിടന്ന് നമ്മളുടെ ആയുസ് തീർക്കേണ്ടതുണ്ടോ എന്നതാണ് ഞാൻ ഉന്നയിക്കുന്ന മൗലികമായ ചോദ്യം. നമ്മൾക്ക് ആരുടെ പുസ്തകം വായിക്കാം, ആരോടും എൻഗേജ് ചെയ്യാം. പക്ഷെ അതേസമയം ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരമുള്ള മതത്തെ നമ്മൾ പഠിക്കാൻ പോലും സന്നദ്ധമല്ലാതെ അത് വളരെ സങ്കുചിതമാണ് എന്നുള്ളൊരു മുൻധാരണയിൽ നമ്മൾ അകറ്റി നിർത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. പിന്നെ അദ്ദേഹം വീണ്ടും ഈ പല മതവിശ്വാസികൾ പല രീതിയിലാണ് ഈ യാഥാർത്ഥ്യങ്ങളെ കൺസീവ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഞാൻ ആവർത്തിച്ച് പറഞ്ഞല്ലോ, എൻ്റെ പ്രശ്നം മതം എന്നുള്ള വാക്കല്ല. ഇവിടെ മതവിശ്വാസികൾ എന്ന് അറിയപ്പെടുന്ന ഈ സമൂഹത്തിലെ സെക്റ്റുകളല്ല. എൻ്റെ പോയിന്റ് ഇതാണ്. ഇത് നമ്മൾക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? ഈ പ്രപഞ്ചത്തിന്റെ പുറത്തു പോവാതെ പ്രപഞ്ചത്തെക്കുറിച്ച് പോലും പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയൂല എന്നുള്ളതാണ് ആപേക്ഷികത സിദ്ധാന്തത്തിന്റെ ഊന്നൽ. അതിന്റെ ഒരു ഫിലസോഫിക്കൽ ഇംപ്ലിക്കേഷൻ അതാണ്. ഈ പ്രപഞ്ചമാകുന്ന ഈ സ്ഥലകാല വക്രതയിൽ കുരുങ്ങിക്കിടക്കുന്ന നമ്മൾക്ക് ഈ പ്രപഞ്ചത്തിന്റെ പുറത്തു പോയിട്ട് പ്രപഞ്ചത്തിന്റെ ലക്ഷ്യം എന്താണെന്നും നമ്മൾ ആരാണെന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂല.
അവിടെ അത് വഹിയിലൂടെ അല്ലാതെ, റിസാലത്തിലൂടെ അല്ലാതെ, നുബൂവത്തിലൂടെ അല്ലാതെ, പ്രവാചകന്മാരിലൂടെ അല്ലാതെ നമ്മൾക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല. വേറൊരു മാർഗം ലോകത്താരും അവതരിപ്പിച്ചിട്ടില്ല. ബാക്കിയെല്ലാം നമ്മളെ ബുദ്ധി കൊണ്ട് നടത്തുന്ന ഈ കസർത്തുകൾ മാത്രമാണ്. ആ കസർത്തുകൾ എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് ഒരു എപ്പിസ്റ്റമോളജിക്കൽ വാല്യൂ ഇല്ല എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. പിന്നെ അവസാനം പോക്കർമാഷ പ്രസംഗത്തിന്റെ ആദ്യ ഭാഗം എനിക്ക് തോന്നിയത് അത് ശരിക്കും വളരെ മനോഹരമായിരുന്നു. നമ്മളെല്ലാവരും എപ്പോഴായാലും മരിച്ചു പോകും, ഏതാളായാലും മരിച്ചു പോകും, അത്ര ഉള്ളൂ. നമ്മൾക്കൊരു ഹാർട്ട് അറ്റാക്ക് വന്നാൽ മതി, എന്തെങ്കിലും സംഭവിച്ചാൽ മതി, നമ്മളുടെ ശരീരം നിലച്ചു പോകും. ശരിക്കും ഒരു മതപ്രസംഗത്തിന്റെ ടോണിലേക്ക് മാറിപ്പോയ സംസാരമായിട്ട് എനിക്ക് തോന്നിയത്. കാരണം ഈ മരണത്തെ പറ്റിയുള്ള നമ്മളുടെ ശരീരം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനമാണ്, തീർച്ചയായും വളരെ പ്രധാനമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നിങ്ങളുടെ ശരീരം പ്രധാനമാണ്, നിങ്ങൾ ആരാധന എന്ന് പറഞ്ഞിട്ട് ശരീരത്തെ അവഗണിക്കരുത്. നിങ്ങൾ പിന്നെ നമസ്കാരം, നോമ്പ്, ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രമല്ല, നിങ്ങൾക്ക് ശരീരം വേണം, ജീവിതം വേണം, കുടുംബം വേണം, നിങ്ങൾക്ക് ഉറക്കം വേണം, എല്ലാ കാര്യങ്ങളും വളരെ ബാലൻസ്ഡ് ആയൊരു ജീവിതമാണ് നയിക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ ശരീരമല്ല പരമപ്രധാനം. അദ്ദേഹം പറഞ്ഞല്ലോ, ഗസയിലെ മനുഷ്യന്മാരെ നിങ്ങൾ കൊന്നാല് നിങ്ങൾ ദൈവം ആദരിച്ച ഒരു മനുഷ്യനെ ദൈവം കൊടുത്ത അവകാശങ്ങളെ ഹനിച്ചുകൊണ്ട് കൊല്ലുകയാണ്. ആ കൊല്ലുന്നു എന്ന് പറയുമ്പോൾ അത് തിന്മയാണെന്ന് പോക്കർമാഷും പറയുന്നുണ്ട്, ഞാനും പറയുന്നുണ്ട്. അത് ഭയങ്കര ഭീകരമായ കൂട്ടക്കൊലയാണ് ലോകത്ത് നടക്കുന്നതെന്ന് പറയുന്നുണ്ട്. പക്ഷെ ആൾക്കാർ മരിക്കുന്നുണ്ടല്ലോ, അത് സംഭവിക്കുന്നുണ്ടല്ലോ. മാർക്സ് ലോകത്തെ നന്നാക്കണം എന്ന് പറയുന്നു, പക്ഷെ ലോകം നന്നാവണുണ്ടോ? നമ്മൾ ഈ സോവിയറ്റ് യൂണിയൻ എല്ലാം ഉണ്ടാക്കി നമ്മൾ ചരിത്രം തിരിഞ്ഞു നടക്കുന്നത് പോലെ നമ്മൾക്ക് കാണേണ്ടി വന്നു. അവിടെ ഞാൻ സൂചിപ്പിക്കുന്നത്, തീർച്ചയായും ലോകത്തെ നന്നാക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോഴും നമ്മൾ എത്ര ശ്രമിച്ചാലും ലോകം നന്നാകാതെ പിന്നെയും ഇവിടെ കൂട്ടക്കൊലകൾ നടന്നുകൊണ്ടേയിരിക്കുന്നു, ക്രൂരതകൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. ആ മനുഷ്യർക്ക് എവിടെ പരിഹാരം? അദ്ദേഹം വളരെ സർക്കാസ്റ്റിക് ഒക്കെ ആയിട്ടാണ് പറഞ്ഞത്. ശരീരം വിട്ടിട്ട് ആത്മാവിന് പോവല്ലേ, അത്രയും നിസ്സാരല്ലേ? നല്ല ആ ആത്മാവ് പോകുകയാണെന്ന് പറഞ്ഞാൽ അവർ നീതിയുള്ളൊരു ലോകത്തേക്ക് പോവാണ്. ആ മനുഷ്യർക്ക് പരിഹാരമുണ്ട്, ആ മനുഷ്യരെ ദൈവം പരിഗണിക്കുന്നുണ്ട്, അവർക്കൊരു തുടർ ജീവിതമുണ്ട്. ഈ കൂട്ടക്കൊലകൾ മുഴുവൻ ചെയ്ത ഈ ക്രൂരന്മാർ, ഭീകരന്മാർ, അവരും അങ്ങനെ മരിച്ചു പോവല്ല. അവരുടെ ആത്മാവ് അവരടുത്ത ലോകത്തേക്ക് യാത്ര ചെയ്യാണ്, അവർക്ക് വിചാരണ ഉണ്ടാവുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ കൊഹറൻ്റായ, നമ്മളീ പറയുന്ന ധാർമ്മികത നിലനിൽക്കാൻ കഴിയുന്ന ഒരു ജീവിത ദർശനം എന്ന് പറഞ്ഞാൽ, ഞാൻ മതം എന്ന് ഞാൻ പറയുന്നില്ല, നബിമാര് പഠിപ്പിച്ച ജീവിത ദർശനമാണ്. അതിന്റെ പൂർത്തീകരണമാണ് അവസാനത്തെ പ്രവാചകൻ പ്രബോധനങ്ങളിൽ നമ്മൾ കാണുന്നത്. നമ്മുടെ ദിശണയെ സമ്പന്നമാക്കിക്കൊണ്ട് ഇരു സംവാദകരും ഈ സംവാദത്തിന്റെ ആദ്യത്തെ സെഷൻ പൂർത്തിയാക്കിയിരിക്കുകയാണ്. അപ്പോൾ അതിൽ സന്തോഷം പങ്കുവെക്കുന്നു. ഇനി നമ്മൾക്കൊരു ടീ ബ്രേക്കാണ്. പിന്നെ നമ്മൾ രണ്ടാമത്തെ സെഷനിലേക്ക് പ്രവേശിക്കും. അതിനി സദസ്സിന്റെ അവസരമാണ്. ഇരു സംവാദകരോട് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. അതുമായി ബന്ധപ്പെട്ട ഗൈഡ് ലൈൻസ് കൃത്യമായിട്ട് രണ്ടാമത്തെ സെഷന്റെ തുടക്കത്തിൽ തന്നെ നിങ്ങളോട് സൂചിപ്പിക്കും. പിന്നെ അവസാനം രണ്ടുപേർക്കും ഒരു ഉപസംഹാരത്തിനുള്ള അവസരം കൂടി ഉണ്ടാകും. അതിനുശേഷമായിരിക്കും നമ്മുടെ പ്രോഗ്രാം പൂർത്തിയാകുക. അപ്പോൾ 7:10 കൃത്യം നമ്മൾ ആരംഭിക്കും. ഇതിൽ ഞാൻ ആഗ്രഹിച്ച ഒരു മോഡറേഷൻ പൂർത്തിയാക്കുമ്പോൾ അതിൽ പ്രധാനപ്പെട്ടൊരു ചോദ്യമായിട്ട് എൻ്റെ മനസ്സിൽ, ചോദ്യമല്ല, അതിലപ്പുറം അതിനോട് അതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയാണ്. ഇപ്പോൾ ഇസ്ലാമിക ദാർശനിക അടിത്തറകളിൽ നിന്ന് ഇസ്ലാമിൻ്റെ ഒരു പ്രപഞ്ച വീക്ഷണവും മനുഷ്യൻ്റെ സ്ഥാനവും അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ അതൊരു മതപ്രസംഗമാണ്. ഒരു മതയുക്തിയായിട്ട് അതിനെ ചുരുക്കുന്ന, ഒരു ന്യൂനീകരിക്കുന്ന രൂപത്തിലുള്ള ഒരു സംസാരം എനിക്ക് അനുഭവപ്പെട്ടു. അപ്പോൾ അതെന്തുകൊണ്ടാണ്? മനുഷ്യന്മാർ അവരുടെ ബൗദ്ധിക വ്യായാമങ്ങളിലൂടെ വികസിപ്പിച്ചു കൊണ്ടുവന്ന ദർശനങ്ങൾക്ക് എന്തോ ഒരു കൂടിയ മൂല്യമുണ്ടെന്നും അത് പിന്നെ വെളിപാടുകളിലൂടെ ലഭിക്കുന്ന ആശയങ്ങൾ പരിഗണന പോലും അർഹിക്കുന്നില്ല എന്നുള്ള ഒരു തെറ്റിദ്ധാരണയിലാണ് ഇത് പറയുന്നത്. ഈ നമ്മളെ ഇന്റലക്റ്റ് എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? ഇത് വളരെ കണ്ടിൻജൻ്റായ, നമ്മളിപ്പോൾ AI കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളിപ്പോൾ AI ഉപയോഗിക്കാൻ പറ്റുമോ, ആ കാര്യത്തിന് AI ഉപയോഗിക്കാൻ പറ്റുമോ, ഈ കാര്യത്തിന് AI ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ. നമ്മൾ പല ഡിസ്കഷൻസും ഉണ്ട്. അപ്പോൾ അത് AI-യിൽ നിന്ന് കിട്ടിയ ഉത്തരമാണ്, AI തന്ന സംഭവമാണ്. നമ്മളെ കയ്യിൽ കുറേ ആപ്ലിക്കേഷൻസും അതും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പറയും പലപ്പോഴും ഇതിൽ തെറ്റുകൾ ഉണ്ടാവും എന്ന് പറയും. തെറ്റുകൾ ഉണ്ടാവണം എന്തുകൊണ്ടാണ്? തെറ്റുകൾ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു ഇൻ്റലിജൻസ് പറഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തൊരു സാധനമാണ്. ആ ക്രിയേറ്റ് ചെയ്ത സാധനത്തിന് അതിൻ്റെ പരിമിതികൾ ഉണ്ടാവും, അതിന് കിട്ടുന്ന ഇൻപുട്ടുകൾക്ക് പരിമിതി ഉണ്ടാവും, അത് അനലൈസ് ചെയ്യുന്ന രീതികൾക്ക് പരിമിതി ഉണ്ടാവും. നമ്മളുടെ ഇൻ്റലക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഒരു ക്രിയേറ്റഡ് സാധനമാണ്. നമ്മൾ ഈ AI കാലത്ത് നമ്മൾക്ക് പെട്ടെന്ന് മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നത്. ഈ ക്രിയേറ്റഡ് സാധനത്തിന് അതിൻ്റെ ഒരു കപ്പാസിറ്റി ഉണ്ട്. ആ കപ്പാസിറ്റിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾക്ക് പോകാൻ കഴിയൂല. അപ്പം നമ്മൾ ഇപ്പോൾ പിന്നെ ആ ഡിബേറ്റിൽ ഡിസ്കസ് ചെയ്യപ്പെട്ട കാര്യമാണ്, ഇത് കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. ഇപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ നടുവിലേക്ക് നമ്മൾ എറിയപ്പെട്ടതുപോലെ നമ്മൾക്ക് തോന്നുന്നു എന്ന് പറഞ്ഞൊരു പരാമർശത്തെ പറ്റി അതിൽ ഡിസ്കഷൻ വരുന്നുണ്ട്. അപ്പോൾ ഹൈഡഗറാണ് ഇത് ഒരു ഫിലോസോഫിക്കലി അത് സജസ്റ്റ് ചെയ്യുന്നതെന്ന് പിന്നെ പോക്കർമാഷനെ സൂചിപ്പിക്കുന്നുണ്ട്. ശരിക്കും ഭയങ്കര രസമുള്ളൊരു സാധനമാണിത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ത്രോൺനെസ് എന്നാ പറയാം, അതായത് നമ്മൾ എറിയപ്പെട്ടതായി നമ്മൾക്ക് ഫീൽ ചെയ്യുന്നു.
ഇപ്പോൾ പോക്കർ ഭാഷ സംസാരം കേട്ടാൽ അറിയാം. അതായത് മനുഷ്യൻ ചരിത്രത്തെ മാറ്റിമറിക്കുന്ന ഒരു ജീവിയാണ്, ചരിത്രം സൃഷ്ടിക്കുന്ന ഒരു ജീവിയാണ്, ഉൽപാദന ബന്ധങ്ങളെ മാറ്റുന്ന ഒരു ജീവിയാണ്, സ്വയം നവീകരിച്ചുകൊണ്ടിരിക്കുന്ന. ഇപ്പം മാൻ മേക്സ് ഹിംസെൽഫ് എന്നൊക്കെ പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റാണ്. നമ്മളെയും പ്രപഞ്ചത്തെയും സമൂഹത്തെയും ഒക്കെ നമ്മൾ മാറ്റി തീർത്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് മനുഷ്യന്റെ പ്രത്യേകത എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഡിബേറ്റ് കാണുന്നവർക്കറിയാം അതിലുള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ, മനുഷ്യനിലൊരു ആത്മാവില്ലാതെ ഇതൊന്നും ഒരിക്കലും സാധ്യമല്ല. ഇപ്പറയുന്ന മനുഷ്യന്റെ പ്രത്യേകതകൾ, മനുഷ്യ നാഗരികത എന്ന് പറയുന്നത്, ആത്മാവ് മനുഷ്യനില്ലെങ്കിൽ ഇതൊന്നും സാധ്യമല്ല. അതാണ് ഡിബേറ്റിൽ നമ്മൾ കാര്യമായി ഊന്നി പറഞ്ഞ പോക്കർ മാഷ് ഒരിക്കലും റെസ്പോണ്ട് ചെയ്തിട്ടില്ലാത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് അതാണ്. അതായത് രണ്ട് ദർശനം. കാരണം ആത്മാവ് എന്ന് പറയുന്നത് ഒരു മാർക്സിസ്റ്റ് ഐഡിയോളജിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. പക്ഷെ അതിൻ്റെ അപ്പുറത്ത് ഞാൻ പറയുന്നത്, നമ്മൾ മനുഷ്യൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോഴും മനുഷ്യന്റെ കുറേ പരിമിതികളുണ്ട്. നമ്മൾ ചരിത്രത്തെ മാറ്റും, നമ്മളെ മാറ്റുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒരിക്കലും മാറ്റാൻ കഴിയാത്ത കുറേ കാര്യങ്ങളുണ്ട്. അപ്പം നമ്മൾ ഈ മഹാപ്രപഞ്ചത്തെക്കുറിച്ച് നമ്മൾ പറയുന്നത്, ആ പ്രപഞ്ചത്തിൻ്റെ ഒരു വിന്യാസം, ആ പ്രപഞ്ചത്തിലെ വസ്തുക്കൾ, ഇവിടുത്തെ ആറ്റത്തിൻ്റെ ഘടന, ഞാൻ പറയുന്നത് ഈ മഹാസൃഷ്ടിപ്രപഞ്ചം എന്ന് പറയുന്നത് നമ്മൾക്ക് ഒരു പങ്കുമില്ലാത്ത കാര്യമാണ്. നമ്മൾ മനുഷ്യനെ പറ്റി ഈ അഹങ്കാരം മുഴുവൻ പറയുമ്പോഴും ഇതിൽ നമ്മൾക്ക് ഒരു പങ്കുമില്ലാത്ത ഒരാൾക്കാരാണ്. അതേ നമ്മൾ എവിടെ ജനിക്കണം, ആരുടെ മക്കളായി ജനിക്കണം, നമ്മളുടെ ശരീരം എന്താണ്, നമ്മളുടെ മനസ്സെന്താണ്, നമ്മളുടെ ആന്തരികാവയവങ്ങൾ എങ്ങനെയാണ്, ഇതിലൊന്നും നമ്മൾക്ക് ഒരു തരത്തിലുള്ള പങ്കുമില്ല. ഇത് പ്രീ ഡിറ്റർമിൻഡ് ആണെന്നുള്ള വസ്തുത, ആ വസ്തുതയുമായി മുഖാമുഖം നിൽക്കാൻ എല്ലാ മനുഷ്യരും നിർബന്ധിതരാണ്. അത് തന്നെയാണ് ഇതിത്തെ പ്രശ്നവും. ഇപ്പോൾ ഹൈഡഗർ പറയുന്ന ഈ ത്രോൺനെസ്, അതായത് ഞാൻ തീരുമാനിച്ചതല്ലത്, ഞാൻ അവരോടെങ്കിലും കൂടിയാലോചിച്ച് വന്നതല്ല, ഞാൻ തെരഞ്ഞെടുത്തൊരു ജീവിതമല്ല. അപ്പൊ നമ്മൾ ഈ മൈ ബോഡി മൈ ചോയ്സ് എന്നൊക്കെ പറയണ്ടല്ലോ, ഇത് എനിക്കതിലൊരു റോളും ഇല്ല. എൻ്റെ ബോഡി എന്ന് പറയുന്നത് ഞാൻ ഉണ്ടാക്കിയതല്ല. ഇത് ഞാനിങ്ങനെ അത് കണ്ടത്, ഞാൻ എൻ്റെ ചുറ്റുപാടുകളെ കാണുന്നത്, ഇവിടുത്തെ മരങ്ങൾ, ഇവിടുത്തെ വൃക്ഷങ്ങൾ, ഇവിടുത്തെ ജന്തുക്കൾ, ഇതൊക്കെ ഞാൻ കാണുകയാണ്. അത് അങ്ങനെയാണ്. അപ്പൊ ഹൈഡഗർ അതിൽ ഹൈഡഗർ എന്ന് പറഞ്ഞാൽ ഒരു ജർമ്മൻ ഇന്റലക്ച്വലാണ്. ഈ 20-ാം നൂറ്റാണ്ടിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ബുദ്ധിജീവിയാണ്. അപ്പൊ അദ്ദേഹം അതിൽ പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഒരിക്കലും ട്രാൻസെൻഡ് ചെയ്യാൻ കഴിയാത്ത കുറേ സാധനങ്ങളുണ്ട് ഇവിടെ. അതായത് അതിലംഘിക്കാൻ കഴിയാത്ത കുറേ വസ്തുതകളുണ്ട്, തീരുമാനിക്കപ്പെട്ടതുപോലുള്ള കുറേ സാധനങ്ങളുണ്ട്. അതിലേക്കാണ് നിങ്ങൾ എടുത്തെറിയപ്പെടുന്നത്. മരണം അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. കാരണം അതിലേക്കാണ് ആത്യന്തികമായി നമ്മളൊക്കെ നടന്നെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് പോക്കർ മാഷിനെ സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം, ഞാൻ ആ ഡിബേറ്റിൽ പറഞ്ഞിരുന്നു, അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഈ കാര്യം പറയുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോ ഇതൊരു പ്രശ്നമല്ലേ? അതായത് ഒരു മാർക്സിസ്റ്റ് ഐഡിയോളജി വെച്ചിട്ട് നമ്മളെന്താ വെച്ചാൽ ഈ ഒരു ഇവിടെയാണ് ഇസ്ലാം ശരിക്കും ഇപ്പോൾ ഖുർആൻ ചോദിക്കുന്ന വളരെ നമ്മളുടെ മനസ്സിനെ പിടിച്ചു കുലുക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇപ്പോൾ ഖുർആനിലെ സൂറത്ത് തൂറിൽ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ഖുർആൻ ചോദിക്കുന്നുണ്ട്, അം ഖുലിഖൂ മിൻ ഗൈരി ഷൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ. ഈ മനുഷ്യൻ എന്ന് പറയുന്നത് ഒന്നുമില്ലായ്മയിൽ നിന്ന് വെറുതെ സൃഷ്ടിക്കപ്പെട്ടതാണോ, അതല്ല അവർ തന്നെയാണോ അവരുടെ സൃഷ്ടാക്കൾ? ഇത് ശരിക്കും ഒരു മാർക്സിസ്റ്റ് ഫ്രേസിന്, ശരിക്കും ഖുർആൻ മാർക്സിസ്റ്റ് ഫ്രേസ് അന്നില്ല. പക്ഷെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഐഡിയോളജികളൊക്കെ കൊണ്ടുനടക്കുന്ന വിചാരം ഇതുവരെ ഭയങ്കര മോഡേൺ ആയ കണ്ടുപിടുത്തങ്ങളാണ് ഇവരുടെ ആർഗ്യുമെന്റ്സ് ഒക്കെയാണ്. അങ്ങനെയല്ല, ഇതൊക്കെ വളരെ പൗരാണികമായി പണ്ടേ മനുഷ്യന്മാരെ. കാരണം ഇവരുടെ ഒരു നറേറ്റീവ് എന്ന് പറഞ്ഞാൽ, പണ്ട് ആൾക്കാരൊക്കെ മതവിശ്വാസികളായിരുന്നു, ഇവരിങ്ങനെ ബുദ്ധി കൊണ്ട് അധ്വാനിച്ച് നിന്ന് പുറത്തെത്തി എന്നുള്ളതാണ്. ഖുർആൻ ശരിക്കും ഇവർ വായിച്ചിട്ടില്ല. കാരണം ഖുർആനിൽ ഇവരുടെ എല്ലാ ആർഗ്യുമെന്റ്സിനും ഖുർആൻ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അന്ന് തന്നെ ഈ ആർഗ്യുമെന്റ്സ് ഒക്കെ അവൈലബിൾ ആണ്. അല്ലാതെ ഇത് മോഡേണും മറ്റേത് ഏൻഷ്യൻ്റ് എന്ന് പറയുന്നതിൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. അവിടെ ഖുർആൻ ചോദിക്കുകയാണ്, നിങ്ങൾ തന്നെയാണോ നിങ്ങളെ സൃഷ്ടിച്ചത്? ഒരിക്കലും അല്ല. പടച്ചോ നമ്മൾക്ക് തന്നൊരു സ്വാതന്ത്ര്യം വെച്ചിട്ട് ചില മാറ്റങ്ങളൊക്കെ ചുറ്റുപാടുകൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ജീവിയാണ് നമ്മൾ. പക്ഷെ ഒരിക്കലും നമ്മളല്ല നമ്മളുടെ സൃഷ്ടാക്കൾ. ഹൈഡഗറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ആ ഒരു ത്രോൺനെസ് നമ്മൾക്കുണ്ട്, ആ ഒരു എറിയപ്പെട്ട അവസ്ഥ എന്ന് പറയുന്നത് നമ്മൾക്കുണ്ട്. അം ഖലഖു സമാവാതി വൽ അർള്, അവർ തന്നെയാണോ ഈ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചത്? അതാണ് ഖുർആൻ പിന്നെ ചോദിക്കുന്നത്. ഈ ആകാശവും ഭൂമിയും ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത് അവരാണോ? അവരെല്ലാം സൃഷ്ടിച്ചത്. അതായത് മനുഷ്യർക്ക് ഒരു സ്വാതന്ത്ര്യവും ഇല്ലാതെ മനുഷ്യനത് കാണാൻ മാത്രമേ കഴിയുന്നുള്ളൂ. അവിടെ ഞാൻ പറയുന്നത് വെച്ചപ്പോൾ ഒരു മാർക്സിസ്റ്റ് സുഹൃത്തുക്കൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. അതായത് വളരെ വ്യാജമായ കുറേ ബൈനറികളാണ് അവരുടെ മനസ്സിലുള്ളതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ആ ഡിബേറ്റിലും അങ്ങനത്തെ ഒരുപാട്, ഇപ്പോൾ കാര്യകാരണ ബന്ധം എന്ന് പറയുന്ന ഒരു സങ്കല്പം, ശാസ്ത്രബോധം, അതായത് പ്രകൃതിയെയും പ്രപഞ്ചത്തെയും കാര്യകാരണ ബന്ധങ്ങൾ ഉപയോഗിച്ച് അനലൈസ് ചെയ്യുക, ഇതിനൊക്കെ മതവിശ്വാസി എതിരാണ്. മതവിശ്വാസി കാര്യകാരണ ബന്ധം അംഗീകരിക്കുന്നില്ല എന്നൊക്കെയുള്ള വളരെ തെറ്റായ, അതായത് ഈ കാര്യകാരണ ബന്ധം
എന്ന് പറയുന്നത് അള്ളാഹു നിശ്ചയിച്ചതാണ്. ഈ പ്രപഞ്ചം മുന്നോട്ട് പോകാൻ വേണ്ടി പടച്ചോൻ നിശ്ചയിച്ചൊരു വ്യവസ്ഥയെയാണ് നമ്മൾ ഈ കോസേഷൻ കാര്യകാരണ ബന്ധം അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ നിയമങ്ങൾ നിയമങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ ആ നിയമദാതാവിനെയാണ് നമ്മൾ പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവ് എന്ന് പറയുന്നത്. അപ്പൊ പ്രപഞ്ചം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമ്മൾ പഠിക്കുകയാണ്. അവിടെ പോലും നോക്ക്, പ്രപഞ്ചത്തിന് ഒരു കാര്യകാരണ ബന്ധം ഉണ്ട് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? മനുഷ്യൻ ഉണ്ടാക്കിയതാണോ? അല്ല. അത് മാർക്സ് തീരുമാനിച്ചതാണോ? അതായത് മാർക്സിന് ഇടപെടാൻ കഴിയാത്ത നേരത്തെ നിശ്ചയിക്കപ്പെട്ട ഒരു കാര്യകാരണ ബന്ധം ഇവിടെ ഉണ്ട്, ഒരു നിയമവ്യവസ്ഥ ഇവിടെ ഉണ്ട്. മാർക്സ് ചരിത്രത്തിന്റെ നിയമങ്ങൾ, ആ നിയമങ്ങൾ, ഈ നിയമങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ട്. അത് നമ്മളെ സജഷൻസ് ആണ്. പക്ഷെ ആരെന്ത് സജസ്റ്റ് ചെയ്താലും മാറാത്ത അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്ന കുറെ നിയമങ്ങളുണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ ഫിസിക്സ് വർക്ക് ചെയ്യുന്നത്, ശാസ്ത്രം വർക്ക് ചെയ്യുന്നത്. ഇത് എവിടുന്ന് വന്നു? അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനത്തെ കുറെ നമ്മൾക്ക് അനിഷേധ്യമായ കുറെ വസ്തുതകളുടെ നടുവിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രപഞ്ചത്തിനൊരു സ്രഷ്ടാവില്ല, അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മളെപ്പറ്റി സ്വയം തീരുമാനിക്കാൻ കഴിയും എന്ന രീതിയിൽ ഒരു അപ്രോച്ച്, ആ അപ്രോച്ചിന് ഒരു അടിത്തറയില്ല എന്നുള്ള കാര്യം വളരെ ക്ലിയർ ആണ്. ഇതിൽ ഈ ഡിബേറ്റുകൾ നടക്കുമ്പോൾ ഇനിയിപ്പോൾ അടുത്ത ഇൻ്റലക്ച്വൽ ഡിബേറ്റ് സീരീസുകളൊക്കെ ഓരോന്നായിട്ട് വരും, വ്യത്യസ്ത ദാർശനിക ആശയങ്ങളുമായിട്ട്. പ്രൊഫൗണ്ട് ടിവി ഒരു ഡിബേറ്റുകൾ കൊണ്ട് ബാക്കിയാക്കാൻ ആഗ്രഹിക്കുന്നത് ഈ മെസ്സേജ് തന്നെയല്ലേ? അതെ, അല്ല നമ്മൾ അതായത് ഈ മെസ്സേജിനോട് ശരിക്കും ഒരു എൻഗേജ്മെന്റ് ഫേമായി ആർക്കും തർക്കിക്കാൻ കഴിയില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇതിനെങ്ങനെ ഒരാൾ നിഷേധിക്കുക? അതായത് ഇതിപ്പോ എന്താ പറയണത്? അതെ. നമ്മൾ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സ്രഷ്ടാവ്, ആ സ്രഷ്ടാവ് നൽകിയ ഗൈഡൻസ്, പ്രവാചകന്മാരിലൂടെ നൽകിയ ഗൈഡൻസ്, ആ ഗൈഡൻസിലേക്ക് നമ്മൾ തിരിയണം എന്നാണ് പറയുന്നത്. ഇതിനെ എന്ത് ലോജിക്ക് വെച്ചിട്ടാണ് ശരിക്ക് ഒരാൾക്ക് ഇതിനെ നിഷേധിക്കാൻ പറ്റുക? ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ ഇത് പഠിക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇത് അന്വേഷിക്കാനും മനസ്സിലായി. കാരണം ഒരു തരം ഒരു അതന്നെ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിന്റെ ബാക്കിയാണ്, ഒരു പരിഗണന അറിയിക്കുന്നില്ല ഈ പഠനം എന്നൊരു തോന്നൽ. അതെ, അതാണ് മാർക്സിസ്റ്റ് സുഹൃത്തുക്കളോട്, ഇത് കേൾക്കുന്ന ഒരുപാട് കമ്മ്യൂണിസ്റ്റ് സുഹൃത്തുക്കൾ ഉണ്ടാവും. പല കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പ്രവർത്തകരാകാം, ഒരു പാർട്ടിയിലും പ്രവർത്തിക്കാത്തവരാകാം. അവരോടൊക്കെ വളരെ സ്നേഹത്തോടു കൂടി, വളരെ ഗുണകാംക്ഷയോടു കൂടിയാണ് ഞാൻ പറയുന്നത്. കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നത് എൻ്റെ തറവാട്ട് സ്വത്തൊന്നുമല്ല, അവർക്ക് കൂടി അവകാശപ്പെട്ട ഒരാളാണ്. അതായത് വളരെ പ്രഷ്യസ് ആയൊരു മെസ്സേജാണത്. അതായത് നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നാണ് ഞാൻ അവരോട് പറയുന്നത്. കാരണം ഇതെന്താന്ന് വെച്ചാൽ നമ്മൾ ഈ കുറേ മാർക്സിസ്റ്റ് ലിറ്ററേച്ചർ വായിച്ചിട്ടുണ്ടാവും, അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് നമ്മൾക്ക് ഉണ്ടാവും. അപ്പോൾ അവിടെ സ്വാഭാവികമായി ഇപ്പോൾ പ്രപഞ്ചത്തിൻ്റെ സ്രഷ്ടാവിൽ നിന്ന് വരുന്നൊരു വെളിപാട്, ആ പ്രപഞ്ച സ്രഷ്ടാവ് നിയോഗിക്കുന്നൊരു പ്രവാചകൻ, ഇങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയൊന്നും ചിന്തിക്കാൻ പോലും കഴിയാത്ത തരത്തിൽ അത്രയും വലിയ അസംഭവ്യതകളായി ഇതിനൊക്കെ മനസ്സിൽ വളരെ അന്ധമായി എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മനസ്സിൽ നേരത്തെ തന്നെ കുറിച്ചു വെച്ചത് കൊണ്ട് ഒരു സീരിയസ് കൺസിഡറേഷൻ അതിന് കൊടുക്കണില്ല എന്നുള്ളതാണ് പ്രശ്നം. ഈ സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ പറ്റിയാണ് മാർക്സിസ്റ്റ് സുഹൃത്തുക്കൾ കാര്യമായിട്ട് ആലോചിക്കുന്നത്. ഇവിടെ നടക്കുന്ന ചൂഷണം, ഇവിടെ ഇത്. അപ്പം എന്ന് പറഞ്ഞാൽ ഇവരുടെ മനസ്സിൽ എന്ന് പറഞ്ഞാൽ മതം ഇതിനൊക്കെ നിഷേധിക്കുന്ന ഒരു ഐഡിയോളജി ആയിട്ടാണ് ഇവർ മനസ്സിലാക്കുന്നത്. അതായത് ഇതിലൊന്നും ഇടപെടേണ്ട ആവശ്യമില്ല, നമ്മൾ പരലോകം ആണ്. പക്ഷെ ആ പരലോകവും ഇഹലോകം തമ്മിലുള്ള ബന്ധം, ആ ബന്ധം ശരിക്കും എന്താണ് എന്നവർക്ക് മനസ്സിലാവണില്ല. അവർ പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല. അതായത് ഇഹലോകത്തേക്ക് നോക്കണ്ടെന്നല്ല, ഇഹലോകത്തെ അനീതികളിലേക്കും ചൂഷണങ്ങളിലേക്കും ഒക്കെ നോക്കാനാണ് ശരിക്കും ഖുർആൻ ആവശ്യപ്പെടുന്നത്. പക്ഷെ ആ നോക്കുന്ന സമയത്ത് നിങ്ങൾക്കുണ്ടാവേണ്ട ബോധം എന്ന് പറഞ്ഞാൽ, ഞാൻ പടച്ചവൻ്റെ സൃഷ്ടിയാണ്, ഞാൻ അവനിലേക്ക് മടങ്ങിപ്പോകാനുള്ളവനാണ്, അവൻ എന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഇവിടെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് മുഴുവൻ ഞാൻ അവിടെ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അപ്പോൾ ഇവിടെയുള്ള അനീതി, ഇവിടെയുള്ള ദാരിദ്ര്യം, ഇവിടുത്തെ പട്ടിണി, ഇവിടുത്തെ കഷ്ടപ്പാട്, അതിനൊക്കെ ഞാൻ അങ്ങേയറ്റത്തെ ആർദ്രതയോടുകൂടി ഞാൻ നോക്കണം, അതിലൊക്കെ ഇടപെടണം. അതിൽ രാഷ്ട്രീയമായി ഇടപെടേണ്ടടുത്ത് ഇടപെടണം, സാമ്പത്തികമായി ഇടപെടേണ്ടടുത്ത് ഇടപെടണം. അങ്ങനെ ജീവിച്ചാലാണ് എനിക്ക് പടച്ചവൻ്റെ തൃപ്തി കിട്ടുകയെന്നും പരലോകത്ത് അള്ളാഹുവിൻ്റെ തൃപ്തിയിലേക്ക് എനിക്ക് മടങ്ങിപ്പോകാൻ കഴിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതാണ് ശരിക്കും മതത്തിൻ്റെ വീക്ഷണം. അതായത് മതം പറയുന്ന പരലോക വിശ്വാസം എന്താണെന്ന് പോലും ഇവർ ശരിക്കും പരിശോധിച്ചിട്ടില്ല, എന്താണെന്ന് പോലും. പല കാര്യങ്ങളും, ഇപ്പം സമയം, അതായത് വളരെ വിചിത്രമായ, അദ്ദേഹം പറയുന്നുണ്ട് ഈ ഡിബേറ്റ്, ഞാൻ പറയുന്നത് ഓരോരുത്തർക്കും ഓരോ പാരഡൈമാണല്ലോ. ഇപ്പോൾ 1000 കൊല്ലങ്ങൾക്ക് ശേഷം, 1000 ആണ്ടുകൾക്ക് ശേഷം എന്തെങ്കിലും പരിഹാരത്തിനുണ്ടാകോ എന്നുള്ളതിനെ പറ്റി നമ്മൾ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. അതായത് പരലോകത്തെ പറ്റിയാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയല്ല, നമ്മൾ ഈ സമയം എന്ന് പറയുന്ന ഈ സാധനം പോലും ശരിക്കും ഒരു സൃഷ്ടിയാണ്.
അതായത് ഈ നമ്മൾ ഈ പറയുന്ന ടൈം സ്പേസ്, ഈ സ്ഥലകാലം, ആ സ്ഥലകാലത്തിനുള്ളിൽ കുടുങ്ങിക്കിടക്കുകയാണ് നമ്മൾ. ഈ യൂണിവേഴ്സിന്റെ തുടക്കം, അതിൻ്റെ കൂടെ ഉണ്ടായൊരു സൃഷ്ടിയാണ് ശരിക്കും ഈ സമയം എന്ന് പറയുന്നത്. ആ സമയം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അത് വളരെ ആപേക്ഷികമായൊരു കാര്യമാണ്. അപ്പം നമ്മൾ മരിച്ചതിന് ശേഷം നമ്മൾ അനുഭവിക്കുന്ന ഒരു സമയം, നമ്മൾ ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിൽ ബർസഖ് എന്ന് പറയും. ആ ബർസഖിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു ടൈം, അല്ലെങ്കിൽ നമ്മൾ പരലോകത്തെത്തിയാൽ ഇഹലോകത്തെ നമ്മൾ എങ്ങനെയാണ് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ അതിനെ കാണുന്ന ഒരു സമയം, നമ്മൾ അവിടെ അനുഭവിക്കുന്ന സമയം, ഇതൊക്കെ വളരെ വ്യത്യസ്തമായ കാര്യങ്ങളാണ്. ഇതൊരു ഭൗതികവാദിന്റെ ഒരു പരിമിതി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ യൂണിവേഴ്സിന്റെ നിയമങ്ങളെ എല്ലായിടത്തും അപ്ലിക്കബിൾ ആക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ടൈമിനെ പറ്റിയൊക്കെ, അതായത് മതത്തിന്റെ ഖുർആനിൽ ഇപ്പോൾ സൂറത്ത് തോഹ 20-ാമത്തെ അധ്യായം, സൂറത്ത് തോഹ 23-ാമത്തെ അധ്യായം, സൂറത്തുൽ മുഅ്മിനീൻ 30-ാമത്തെ അധ്യായം, സൂറത്ത് റൂം, ഇവിടെയൊക്കെ ഖുർആൻ ഈ സമയത്തിനെ പറ്റി പറയുന്നുണ്ട്. നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട് ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ബർസഖിലാവുമ്പോൾ നമ്മൾ സമയം അനുഭവിക്കുന്നത് അത് വേറൊരു ടെറൈനാണ്. നമ്മൾ യൂണിവേഴ്സിലെ ടൈമുമായിട്ടൊരു ബന്ധമില്ല എന്നുള്ള കാര്യം ഇപ്പോൾ ഒരു 10,000 കൊല്ലം മുമ്പ് മരിച്ചു പോയ ഒരാൾക്കും ഇപ്പം മരിച്ച ഒരാൾക്കും ഒരേപോലെ അനുഭവിക്കാൻ കഴിയുന്നൊരു കാര്യമാണിത്. അത് കാരണം അത് അവരുടെ അനുഭവത്തിലേക്ക് സമയം എങ്ങനെ വരുന്നു എന്നുള്ളതാണ് അതിൽ വിഷയം. അപ്പോൾ ഇവർ ഈ വിചാരിക്കുന്നത് എന്താ വെച്ചാൽ, അതായത് വളരെ വളരെ പരിമിതമായൊരു ചിന്തയാണ്. അവിടെ നമ്മളുടെ ചുറ്റുപാടുള്ള സാഹചര്യങ്ങൾ മാത്രം വെച്ചിട്ട് ഇതേപോലുള്ള അഭൗതികമായ യാഥാർത്ഥ്യങ്ങളെ മുഴുവൻ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു കുഴപ്പമാണ്. അപ്പം അതുകൊണ്ട് പരലോകത്തെ വളരെ സീരിയസ് ആയിട്ട് പരിഗണിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അത് പരിഗണിച്ചാൽ ശരിക്കും മനുഷ്യൻ ആരാണെന്നുള്ള ചോദ്യത്തിന് നമ്മൾക്ക് വളരെ നല്ല രീതിയിൽ ഉത്തരം കിട്ടും. ഖുർആൻ പറയുന്ന കാര്യങ്ങൾ അത് ശരിക്കും എത്ര ഹൃദ്യമായ കാര്യങ്ങളാണ്. ഫക്കു റഖബ, അടിമയെ മോചിപ്പിക്കുക. എന്താണ് ഭൂമിയിൽ മനുഷ്യന്റെ ദൗത്യം? ഇഹലോകത്തെ പ്രശ്നങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല, ഞാൻ അതിൽ നിന്നൊക്കെ തിരിഞ്ഞു കളയുന്നു, ഞാനൊരു ആത്മീയവാദിയാണ്, ഞാൻ പരലോകത്തിന്റെ ആളാണ് എന്ന് പറയാന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഗുഹയെ പോയി തപസ്സിരിക്കാന്നല്ല ഇസ്ലാം പറയുന്ന ആത്മീയത. മനുഷ്യ, പൈസ കൊണ്ട് അഹങ്കരിക്കാൻ നിൽക്കണ്ട. നിന്നെ മുകളിൽ നിന്നൊരാൾ നിരീക്ഷിക്കുന്നുണ്ട്, ഒരാൾ കണക്ക് വെക്കുന്നുണ്ട്. ഇതൊരു പരീക്ഷണമാണ്. നീ എന്താണ് ചെയ്യേണ്ടത്? പ്രയാസകരമായ വഴിയിലൂടെയാണ്, കഷ്ടപ്പാടിന്റെ വഴിയാണ് നീ തിരഞ്ഞെടുക്കേണ്ടത്. ആ വഴി എന്താണ്? അടിമകളെ മോചിപ്പിക്കുക എന്നുള്ള വഴിയാണ്. അവിടെ ഖുർആൻ അവസാനിപ്പിക്കല്ല. അതിനുശേഷം ഖുർആൻ ഇങ്ങനെ എണ്ണി പറയുന്ന കാര്യങ്ങൾ നമ്മളിങ്ങനെ എടുത്ത് വായിച്ചു നോക്കിയാൽ മതി. അവിടെ അടിമയെ മോചിപ്പിക്കുക എന്നുള്ളതാണ് നിന്റെ പണി. കഷ്ടപ്പാടുള്ള, പട്ടിണിയുള്ള സന്ദർഭങ്ങളിൽ മനുഷ്യർക്ക് ഭക്ഷണം കൊടുക്കുക. ഔ ഇത്ആമുൻ ഫീ യൗമിൻ ദീ മസ്ഗബ, നിങ്ങൾ പ്രയാസകരമായ കഷ്ടപ്പാടുള്ള വഴി ഒരു ദിവസം, ഒരു സന്ദർഭത്തിൽ മനുഷ്യർക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ദൗത്യം. അതേപോലെ എന്താണ്, നിങ്ങൾ യതീമൻ ദാ മക്റബ, നിങ്ങളുടെ കുടുംബത്തിലെ, നിങ്ങളുടെ ബന്ധുക്കളിലെ അനാഥരെ പരിഗണിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ദൗത്യം. ഔ മിസ്കീനൻ ദാ മത്രബ, അല്ലെങ്കിൽ കഷ്ടപ്പെടുന്ന അഗതികളെ കണ്ടെത്തിയിട്ട് അവരുടെ കാര്യങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ദൗത്യം. ഇതൊക്കെയാണ് നിങ്ങൾ ഇഹലോകത്ത് ചെയ്യേണ്ടത്. അത് ചെയ്യുമ്പോഴാണ് പരലോകത്ത് നിങ്ങൾ പടച്ചോന്റെ തൃപ്തിക്ക് അർഹമാകുന്നത്. അതായത് മനുഷ്യനെ ഇവർ സ്വപ്നം കാണുന്ന സാമൂഹിക വിമോചന പ്രയത്നങ്ങളിലേക്ക് മനുഷ്യനെ കൊണ്ടുപോവുകയാണ് യഥാർത്ഥത്തിൽ പ്രവാചകന്മാരുടെ സന്ദേശം ചെയ്യുന്നത് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് സുഹൃത്തുക്കൾക്കുള്ള വളരെ വളരെ ഒരു ബ്ലൈൻഡായ അവരുടെ ഒരു തെറ്റിദ്ധാരണ പലപ്പോഴും എന്ന് പറഞ്ഞാൽ ഈ സാമൂഹിക വിമോചന പ്രക്രിയകളിൽ താല്പര്യമില്ലാത്തവരാണ് മതവിശ്വാസികളെന്നും അത് ചെയ്യുന്നത് മാർക്സിസ്റ്റുകളാണെന്നാണ് ഞാൻ പറയുന്നത്. അതിന് മനുഷ്യരെ പ്രചോദിപ്പിക്കാവുന്ന ഒരു ദർശനം ശരിക്കും മാർക്സിസത്തിൻ്റെ കയ്യിലില്ല. കാരണം നമ്മൾ ഒരു ഭൗതികവാദത്തിൻ്റെ ഫ്രെയിമിൽ, അതുകൂടി പറഞ്ഞിട്ട്, അതാണ് ഇതിൻ്റെ ഈ ഡിബേറ്റിൻ്റെ ഈ വിഷയാവതരണങ്ങളും പ്രതികരണങ്ങളും ആദ്യ ഈ സെഷൻ ഉണ്ടല്ലോ ചോദ്യോത്തരത്തിന് മുമ്പുള്ള ആദ്യം, അത് കേട്ടാൽ ശരിക്കും നമ്മൾക്ക് മനസ്സിലാവും. അതിലൊരു കോഗ്നിറ്റീവ് ഡിസണൻസ് എന്ന് പറയാമെന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ, കാരണം എന്താ വെച്ചാൽ മനുഷ്യൻ ആരാ എന്ന് ചോദിച്ചാൽ എന്താണ്? മനുഷ്യൻ എന്ന് പറഞ്ഞാൽ കേവലം പദാർത്ഥം മാത്രമാണ്, അതൊരു രാസസംയുക്തം മാത്രമാണ്, അത് യാദൃച്ഛികമായി ഉണ്ടായ ഒരു അക്ഷരത്തെറ്റ് മാത്രമാണ് എന്നൊരു വശത്ത് പറയുകയും, പോക്കർ മാഷന്റെ ഹീഡനിസത്തെ പറ്റിയൊക്കെ അതിൽ പറയുന്നുണ്ട്. അതായത് മാക്സിമം നമ്മളെ പ്ലഷർ മാക്സിമൈസ് ചെയ്യുക എന്നുള്ള വളരെ സ്വാർത്ഥമായ, അങ്ങനെ ഉണ്ടല്ലോ, നമ്മൾ മാക്സിമം അടിച്ചു പൊളിക്കുക, സമ്പത്ത് വെട്ടിപ്പിടിക്കുക എന്ന് പറയുന്നത് ഭയങ്കര തല്ലിപ്പൊളി ഏർപ്പാടാണെന്നും നമ്മൾ സമൂഹത്തിനെ പറ്റി ആലോചിക്കണമെന്നും സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി അധ്വാനിക്കണമെന്നും ഒരു വശത്ത് പറയുകയും, വേറൊരു വശത്ത് നമ്മളെന്ന് പറഞ്ഞ ഒരു പദാർത്ഥം മാത്രമാണ്, ഒരു രാസസംയുക്തം മാത്രമാണ്, ഒരു യാദൃച്ഛികമായ അക്ഷരത്തെറ്റാണെന്ന് പറയുകയും ചെയ്യുമ്പോൾ, അതായത് ഒരു സാമൂഹിക വിപ്ലവത്തിന് വേണ്ടി ശ്രമിക്കുക, ദരിദ്ര മോചനത്തിന് വേണ്ടി ശ്രമിക്കുക, അധസ്ഥിതര മോചനത്തിന്, സമത്വത്തിന്, നീതിക്ക് വേണ്ടി ശ്രമിക്കുക, അതാണ് നമ്മളുടെ ആക്ഷൻ പ്ലാൻ, അതാണ് വിപ്ലവ പരിപാടി, അതാണ് മാനിഫെസ്റ്റോയിലുള്ളത്. പക്ഷെ നമ്മളാരാണ്? നമ്മളെ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇതൊരു കോഗ്നിറ്റീവ് ഡിസണൻസ് ഇവിടെ ശരിക്കും ഉണ്ട്. ആ കോഗ്നിറ്റീവ് ഡിസണൻസ് അത് വളരെ മാനിഫെസ്റ്റഡായി ആ ഡിബേറ്റിൽ നമ്മൾക്ക് കാണാൻ പറ്റുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ഡിസണൻസ് പരിഹരിക്കണമെങ്കിൽ നമ്മൾ പ്രവാചകന്മാരുടെ മാർഗദർശനങ്ങളിലേക്ക്
തിരിഞ്ഞാൽ മാത്രമേ എന്തിന് ഞാൻ പറയുന്നത് ഇവർ വിചാരിക്കുന്ന സാമൂഹിക വിപ്ലവം അതേ ടേംസിൽ ഒരു വിപ്ലവമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് ലോകത്തിന്റെ ചരിത്രത്തിൽ പലതവണ തെളിയിക്കപ്പെട്ടാണ്. പക്ഷെ ആ ഒരു അതായത് അപരന്റെ ശബ്ദം സംഗീതം പോലെ ആസ്വദിക്കാൻ കഴിയുന്ന ഒരു സാമൂഹിക ക്രമം എന്നൊക്കെ നമ്മൾ പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. നിനക്ക് ഇഷ്ടപ്പെടുന്നത് നിന്റെ സഹോദരന് വേണ്ടി കൂടി ഇഷ്ടപ്പെടുമ്പോഴേ നീ ഒരു വിശ്വാസിയാകൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അത് പ്രവാചകന് പറയാൻ കഴിയും. അതെ. കാരണം പ്രവാചകൻ നമ്മൾക്ക് പരിചയപ്പെടുത്തി തരുന്ന മെസ്സേജിന്റെ ഒരു മനുഷ്യനെ പറ്റിയുള്ള സങ്കല്പം അതാണ്. അതിൽ പടച്ചോനുണ്ട്, പരലോകമുണ്ട്, ഞാൻ നേരത്തെ ഇപ്പോൾ ഖുർആനിൽ പറഞ്ഞ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ ഒരു കൊഹറന്റ് ആയ ഒരു പ്രമിസിൽ നിന്നുകൊണ്ടല്ലാതെ മാർക്സിസ്റ്റുകൾ അവർക്ക് ഉണ്ട് എന്ന് പറയുന്ന മനുഷ്യ സ്നേഹം പോലും യഥാർത്ഥത്തിൽ ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ കഴിയൂല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. അതുകൊണ്ട് എല്ലാ കമ്മ്യൂണിസ്റ്റ് സുഹൃത്തുക്കളോടും ഈ ഡിബേറ്റിൽ ഒരുപാട് തവണ ആവർത്തിച്ച് പറഞ്ഞ പോലെ ദയവ് ചെയ്ത് ഖുർആനും പ്രവാചകന്റെ സന്ദേശങ്ങളും ഒന്ന് പരിശോധിക്കാനുള്ളൊരു സന്മനസ് കാണിക്കുക എന്നാണ് ഞാൻ പറയുന്നത്. അത് പരിശോധിക്കുക പോലും ചെയ്യാതെ അത് വളരെ അഡമൻ്റായി, വളരെ അറോഗൻ്റായി അതിൽ പരിശോധിക്കാൻ യാതൊന്നുമില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇതേപോലുള്ള ചില ഫിലോസോഫേഴ്സിൻ്റെ ലിറ്ററേച്ചറിൽ തടഞ്ഞു നിന്നാൽ അത് വലിയ വെളിച്ചമാണ് നിങ്ങൾക്ക് നഷ്ടമാകുന്നത് എന്ന് പറയാൻ മാത്രമാണ് ഈ സമയത്ത് ആഗ്രഹിക്കുന്നത്. മുഹമ്മദുർ റസൂലുള്ളാഹ് والذين معه أشداء على الكفار رحماء بينهم